ഹലോ നമസ്കാരം. നമ്മുടെ സെഷനിലേക്ക് എല്ലാവരെയും വെൽക്കം ചെയ്യാണ്. നമ്മൾ ഈ ഒരു സെഷനിൽ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ 5th സെമിസ്റ്ററിലെ സബ്ജക്റ്റ് ആയിട്ടുള്ള ബിസിനസ് റിസർച്ച് മെത്തേഡ് BRM-ന്റെ ഒരു എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു സെഷൻ ആണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ ഇതിൽ കഴിഞ്ഞ വർഷങ്ങളൊക്കെ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്ത് അതിൽ പ്രത്യേകിച്ച് റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്ത് 2 മാർക്ക് 5 മാർക്ക് 10 മാർക്ക് അങ്ങനെ 3 കാറ്റഗറൈസ് ചെയ്തിട്ട് ഓരോന്നും കൃത്യമായിട്ടൊന്ന് ഡിസ്കസ് ചെയ്യാണ്. നന്നായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. ഇത് ഏകദേശം പകുതിയിലധികം ക്വസ്റ്റ്യൻസും ഈ ചോദ്യങ്ങൾ തന്നെ ആയിരിക്കും വരുന്നത്. അതുകൊണ്ട് നന്നായിട്ട് നോക്കുക കേട്ടോ. ആദ്യമായിട്ട് നമ്മൾ പറയുന്നത് 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. മെയിൻ ആയിട്ട് ആദ്യമായിട്ട് തന്നെ നമ്മുടെ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഭാഗമാണ് വാട്ട് യു മീൻ ബൈ റിസർച്ച് എന്നുള്ളത് കേട്ടോ. റിസർച്ച് എന്നാൽ എന്ത്? ആ വാക്ക് തന്നെ ഉണ്ടല്ലേ, റീസെർച്ച് ആണ് അല്ലെ, വീണ്ടും സെർച്ച് ചെയ്യുക, അതാണ് റീസെർച്ച് എന്ന് പറയുന്നത് അല്ലെ. ഓക്കെ, അപ്പൊ റിസർച്ച് എന്താ നോക്കിയേ, കെയർഫുൾ സ്റ്റഡി ടു ഫൈൻഡ് ഔട്ട് ന്യൂ ഫാക്ട് ഓർ ഇൻഫർമേഷൻ. പുതിയ കാര്യങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട്, പുതിയ ഇൻഫർമേഷൻസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ നടത്തുന്ന സ്റ്റഡിയെയാണ് റിസർച്ച് എന്ന് പറയുന്നത്. എന്താണ്? പുതിയ ഇൻഫർമേഷൻസ്, പുതിയ ഫാക്ടുകൾ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ നടത്തുന്ന സ്റ്റഡിയാണ് റിസർച്ച് എന്ന് പറയുന്നത്. എന്തിനാണ് നമ്മൾ റിസർച്ച് ചെയ്യുന്നത്? ടു ഹെൽപ്പ് സോൾവ് പ്രോബ്ലംസ്. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ റിസർച്ച് നടത്തുന്നത്. ഓക്കെ, അപ്പോൾ ഇറ്റ് ഈസ് എ സിസ്റ്റമാറ്റിക് സ്റ്റഡി. അതും കൂടെ അതിലൊന്ന് പറഞ്ഞുകൊണ്ടു. സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു സ്റ്റഡിയാണ് റിസർച്ച് എന്ന് പറയുന്നത്. അടുത്തത് എന്താണ് സോഷ്യൽ റിസർച്ച്? വാക്ക് തന്നെ ഉണ്ട്, സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട റിസർച്ച് ആണ് സോഷ്യൽ റിസർച്ച് എന്ന് പറയുന്നത്. ഓക്കെ, സോഷ്യൽ റിസർച്ച് സ്റ്റഡീസ് ഹ്യൂമൻ ബിഹേവിയർ ആൻഡ് സൊസൈറ്റി അല്ലെ, മനുഷ്യന്റെ സ്വഭാവത്തെ കുറിച്ച് അല്ലെങ്കിൽ സൊസൈറ്റിയെ കുറിച്ച് പഠിക്കുന്ന ഒരു സ്റ്റഡിയാണ് നമ്മൾ സോഷ്യൽ റിസർച്ച് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇറ്റ് ഹെൽപ്സ് ടു അണ്ടർസ്റ്റാൻഡ് സോഷ്യൽ പ്രോബ്ലംസ്. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ സോഷ്യൽ റിസർച്ച് നടത്തുന്നത്? ഫസ്റ്റ് ലക്ഷ്യം എന്ന് പറയുന്നത് സോഷ്യൽ പ്രോബ്ലംസ്, അതുപോലെ തന്നെ ആറ്റിറ്റ്യൂഡ്, അതുപോലെ റിലേഷൻഷിപ്പ്, ഒരു സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട ഇഷ്യൂസ്, അവരുടെ ആറ്റിറ്റ്യൂഡ്, പ്രോബ്ലംസ്, അതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സോഷ്യൽ റിസർച്ച് ചെയ്യുന്നത്. അടുത്തൊരു ചോദ്യം, ഈ ദ മീനിങ് ഓഫ് അപ്ലൈഡ് റിസർച്ച്. റിസർച്ചിന്റെ ടൈപ്സ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. അതിൽ പെട്ടതാണ് അപ്ലൈഡ് റിസർച്ച്. ആ വാക്കില് കറക്റ്റ് നോക്കുക, അപ്ലൈ ചെയ്യുക അല്ലെ. എപ്പോഴും നമ്മൾ അപ്ലൈ ചെയ്യുക, ഒരു പ്രശ്നം വന്നതിന് ശേഷമാണ് നമ്മൾ ആ റിസർച്ച് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് അപ്ലൈഡ് റിസർച്ച്. അപ്പൊ നോക്കിയേ, റിയൽ ലൈഫ് പ്രോബ്ലമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന റിസർച്ച് ആണ് അപ്ലൈഡ് റിസർച്ച്. ഓൾറെഡി ഇതില് നമ്മുടെ പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ ഓൾറെഡി ഉണ്ടാകും, അഥവാ എക്സിസ്റ്റിംഗ് നോളജ്, അഥവാ എന്താണ് നമുക്ക് ചെയ്യേണ്ടത് അത് ഓൾറെഡി ഉള്ള ഒരു കാര്യമാണ്. ആ കാര്യത്തെ നമ്മൾ അപ്ലൈ ചെയ്യുന്നു എന്ന് മാത്രം. സിമ്പിൾ ആയിട്ട് ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു ആക്സിഡന്റ് പറ്റി അല്ലെ, നമ്മൾ നേരെ പോയിട്ട് ബ്ലഡ് ഒഴുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ വേഗം ഒരു തുണിയൊക്കെ എടുത്തിട്ട് ചുറ്റുമല്ലോ. അതെന്തിനാ അല്ലെ? ആ ആക്സിഡന്റിന്റെ ആഘാതം കുറക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ബ്ലഡ് ഒഴുകുന്നത് നിർത്താൻ വേണ്ടിയിട്ട് അല്ലെ. അപ്പൊ അവിടെ ഒരു എക്സിസ്റ്റിംഗ് നോളജ് ഉണ്ട്. എന്ത്? ബ്ലഡ് ഒഴുകുമ്പോൾ നമ്മളൊരു തുണി കൊണ്ട് കെട്ടിയാൽ ആ ബ്ലഡ് അവിടെ സ്റ്റോപ്പ് ആവും എന്നുള്ളത്. ആ ഒരു എക്സിസ്റ്റിംഗ് നോളജ് നമ്മൾ അപ്ലൈ ചെയ്യാണ് അല്ലെ. ഇവിടെ ഈ ഒരു ഇഷ്യൂ വന്നപ്പോൾ നമ്മൾ അത് അപ്ലൈ ചെയ്യാണ്. അതാണ് ഒരു എക്സിസ്റ്റിംഗ് നോളജിന് റിയൽ ലൈഫ് പ്രോബ്ലമായിട്ടൊക്കെ അപ്ലൈ ചെയ്യുന്നതിനെയാണ് അപ്ലൈഡ് റിസർച്ച് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഒരു പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ പുതിയത് നമ്മൾ കണ്ടെത്തുകയല്ല, പകരം ഓൾറെഡി ഉള്ള ഒരു കാര്യത്തെ നമ്മൾ അപ്ലൈ ചെയ്യുന്നതാണ് അപ്ലൈഡ് റിസർച്ച് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, റൈറ്റ് നോട്ട് ഓൺ ഫണ്ടമെന്റൽ റിസർച്ച്. ഇതാണ് ബേസിക് റിസർച്ച്, പ്യുവർ റിസർച്ച് എന്നൊക്കെ പറയുന്നുണ്ട്. അതായത് ഏറ്റവും പക്കയായിട്ടുള്ള, നമ്മൾ സ്ഥിരമായിട്ട് എല്ലാവരും ചെയ്യുന്ന റിസർച്ച് ഈ ഫണ്ടമെന്റൽ റിസർച്ച് ആണ്. നോക്കിയേ, ഫണ്ടമെന്റൽ റിസർച്ച് സീക്സ് ന്യൂ നോളജ്. നമ്മൾ അപ്ലൈഡ് പറഞ്ഞ പോലെ അല്ല, ഇതിൽ പുതിയ കാര്യങ്ങൾ നമ്മൾ കണ്ടെത്തുന്നുണ്ട്, പുതിയ നോളജിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നുണ്ട് വിത്തൗട്ട് ഡയറക്റ്റ് പ്രാക്ടിക്കൽ പർപ്പസ്. ഓക്കെ, അപ്പൊ അതൊരു പ്രാക്ടിക്കൽ പർപ്പസ് ആയിട്ട് അല്ലെങ്കിൽ പോലും ഇതിൽ പുതിയ കാര്യങ്ങൾ കണ്ടെത്തുന്നതിനെയാണ് ഫണ്ടമെന്റൽ റിസർച്ച് അല്ലെങ്കിൽ പ്യൂർ റിസർച്ച് അല്ലെങ്കിൽ ബേസിക് റിസർച്ച്. ഇതൊക്കെ അതിന്റെ മറ്റു പേരാട്ടോ. ബേസിക് റിസർച്ച്, പ്യൂർ റിസർച്ച് എന്നൊക്കെ അതിന് പറയാറുണ്ട്. ടു ഹെൽപ്പ് ടു ബിൽഡ് തിയറീസ്. തിയറി ബിൽഡ് ചെയ്യാൻ, അഥവാ തിയറി ക്രിയേറ്റ് ചെയ്യാനാണ് ഈ സ്റ്റഡി, ഈ റിസർച്ച് നമ്മൾ സഹായിക്കുന്നത് അല്ലെ. അപ്ലൈഡ് റിസർച്ച് നമ്മൾ എന്താ പറഞ്ഞത്, ഓൾറെഡി ഉള്ള തിയറി നമ്മൾ അപ്ലൈ ചെയ്യാണ് അല്ലെ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, നമ്മളായിട്ട് പുതിയ തിയറീസ് കണ്ടെത്താനാണ് ഈ ഫണ്ടമെന്റൽ റിസർച്ച്. ന്യൂട്ടന്റെ തലയിൽ ആപ്പിൾ കൊണ്ടപ്പോ ഭൂഗുരുത്വാകർഷണം എല്ലാം കണ്ടെത്തിയില്ലേ, അതൊരു ഫണ്ടമെന്റൽ റിസർച്ച് ആണ് അല്ലെ. ഇതുവരെ ഇല്ലാത്ത പുതിയൊരു സാധനം അവർ കണ്ടെത്തി അല്ലെ. അപ്പൊ ഇത്തരത്തിൽ പുതിയ തിയറീസ്, പുതിയ നോളജുകൾ കണ്ടെത്തുന്ന റിസർച്ചിനെയാണ് ഫണ്ടമെന്റൽ റിസർച്ച് എന്ന് പറയാ. ഇനി എപ്പോഴും 2 മാർക്കിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് ഹൈപ്പോത്തിസിസ് എന്നുള്ളത് കേട്ടോ. അതിൽ ആദ്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക, ഇറ്റ് ഈസ് എ ടെന്റേറ്റീവ്. ടെന്റേറ്റീവ് മീൻസ് താൽക്കാലികമായിട്ട് വെക്കുന്ന അസംഷൻ ആണ്, ബേസ്ഡ് ഓൺ പോപ്പുലേഷൻ ഒരു സാമ്പിൾ. പഠിച്ചു വെക്കണേ. അതായത് പിന്നെ ഒരു ഉദാഹരണം പറയാം. എന്റെ ക്ലാസ്സിൽ 100 കുട്ടികളുണ്ട്.
ആ 100 കുട്ടികൾ ഞാൻ പറയാണ് അവരിതാ BRMന്റെ എക്സാമിന് എല്ലാവരും ഒരു A ഗ്രേഡ് വാങ്ങും. നിലവിൽ വാങ്ങിയിട്ടുണ്ടോ? ഇല്ല, എക്സാം വരുന്നേ ഉള്ളൂ അല്ലെ. അപ്പൊ ഞാൻ മുൻകൂട്ടി പ്രവചിക്കുകയാണ് അല്ലെ, പ്രവചിക്കുന്ന പോലെ ഒരു അസംഷൻ വെക്കുകയാണ്. അതായത് അവരെല്ലാവരും A ഗ്രേഡ് വാങ്ങും. ഞാൻ ചുമ്മാ അത് പറഞ്ഞാല് എന്താവില്ല, ഹൈപ്പോത്തിസിസ് ആവില്ല. ഞാൻ എന്ത് നോക്കിയിട്ടാ, എന്റെ 100 കുട്ടികൾ, അതാണ് പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ മുഴുവൻ ഡാറ്റ. ആ 100 കുട്ടികളെ നോക്കി, അല്ലെങ്കിൽ അതിൽ നിന്ന് കുറച്ച് കുട്ടികൾ, ഒരു 10-15 കുട്ടികളോടത്ത് ഞാൻ, അതാണ് സാമ്പിൾ എന്ന് പറയുന്നത്. ആ സാമ്പിൾ നോക്കി ഞാൻ അവർക്ക് മോഡൽ എക്സാമുകളൊക്കെ നടത്തി അവരുടെ ക്ലാസിന്റെ പെർഫോമൻസ് നോക്കി, ഇതൊക്കെ നോക്കിയിട്ടാണ് ഞാൻ പറയുന്നത്. അങ്ങനെ നമ്മൾ പോപ്പുലേഷൻ ബേസ് ചെയ്തിട്ടോ സാമ്പിൾ ബേസ് ചെയ്തിട്ടോ താൽക്കാലികമായിട്ട് അഥവാ ടെൻഡേറ്റീവ് ആയിട്ട് വെക്കുന്ന അസംഷനെയാണ് ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത്. നോക്കാം, എ ഹൈപ്പോത്തിസിസ് ഇസ് എ സ്റ്റേറ്റ്മെന്റ് ദാറ്റ് ക്യാൻ ബി ടെസ്റ്റഡ്. എന്തെങ്കിലും നമുക്ക് ഹൈപ്പോത്തിസിസ് വെച്ചിട്ട് കാര്യമില്ല, അത് ടെസ്റ്റ് ചെയ്യാൻ പറ്റണം. അതിന് ഒരുപാട് ടെസ്റ്റുകളുണ്ട്. ടി ടെസ്റ്റ്, സെഡ് ടെസ്റ്റ്, കൈസ്കോർ ടെസ്റ്റ്, അനോവ ടെസ്റ്റ്, എഫ് ടെസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ടെസ്റ്റുകളൊക്കെ ഉണ്ട്. ആ ടെസ്റ്റുകളൊക്കെ വെച്ചിട്ട് ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്നതിനെയാണ് നമ്മൾ ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത്. ഇറ്റ് പ്രെഡിക്റ്റ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ 2 or more വേരിയബിൾ, 2 or അതിലധികമോ വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഇവിടെ പറയുന്നുണ്ട് അല്ലെ. അപ്പൊ നോക്കിയ എക്സാമിൽ കുട്ടികൾ A ഗ്രേഡോട് കൂടെ വിജയിക്കും അല്ലെ, ഇതൊരു വേരിയബിൾ ആണ്. അപ്പോ അങ്ങനെ 2 or അതിലധികമോ വേരിയബിൾസ് ഒക്കെ തമ്മിലുള്ള റിലേഷൻഷിപ്പ് പറയുന്നതാണ് ഹൈപ്പോത്തിസിസ്. ഇനി അടുത്തത് ഇതുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു ചോദ്യമാണ്, റൈറ്റ് എ നോട്ട് ഓൺ ഹൈപ്പോത്തിസിസ് ടെസ്റ്റിംഗ്. ഹൈപ്പോത്തിസിസ് ടെസ്റ്റ് ചെയ്യണം എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. നമ്മളൊരു റിസർച്ചിൽ ഒരു ഹൈപ്പോത്തിസിസ് വെച്ച് കഴിഞ്ഞാൽ ആ ഹൈപ്പോത്തിസിസിനെ ടെസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിന് കുറെ ടെസ്റ്റുകൾ നമ്മൾ പറഞ്ഞു അല്ലെ. ആ ടെസ്റ്റുകളൊക്കെ, അതിൽ ഏതെങ്കിലുമൊക്കെ ടെസ്റ്റുകൾ വെച്ചിട്ട്, ഏതെങ്കിലുമൊക്കെ ടൂൾസ് വെച്ചിട്ട് നമ്മൾ അത് ടെസ്റ്റ് ചെയ്യണം. അപ്പൊ എന്താണ് ഹൈപ്പോത്തിസിസ് ടെസ്റ്റിംഗ്? നോക്കിയേ, ഹൈപ്പോത്തിസിസ് ടെസ്റ്റിംഗ് ചെക്ക് വെദർ ഹൈപ്പോത്തിസിസ് ഈസ് ട്രൂ ഓർ ഫാൾ. ഇപ്പൊ ഞാൻ അതാ ഒരു ഹൈപ്പോത്തിസിസ് വെച്ചില്ല നേരത്തെ, അതായത് എന്റെ ക്ലാസ്സിലെ എല്ലാ കുട്ടികൾക്കും A ഗ്രേഡ് കിട്ടും എന്നുള്ളത്. അപ്പൊ അതൊരു ഹൈപ്പോത്തിസിസ് ആണ്. അത് ശരിയാണോ തെറ്റാണോ, ട്രൂ ഓർ ഫാൾസ് അല്ലെ, അത് കറക്റ്റ് ആണോ അല്ല തെറ്റാണോ എന്നുള്ളത് ചെക്ക് ചെയ്യുന്നതിനെയാണ് ഹൈപ്പോത്തിസിസ് ചെക്കിംഗ് അല്ലെങ്കിൽ ഹൈപ്പോത്തിസിസ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇറ്റ് യൂസസ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് ടു മേക്ക് ഡിസിഷൻ. ഒരു തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ട് ഹൈപ്പോത്തിസിസ് ചെക്കിങ്ങുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരുപാട് സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസുകൾ യൂസ് ചെയ്യാറുണ്ട്. അതാണ് ടി ടെസ്റ്റ്, സെഡ് ടെസ്റ്റ്, അനോവ ടെസ്റ്റ്, കൈസ്കോർ ടെസ്റ്റ്, അങ്ങനെ കുറെ ടെസ്റ്റുകൾ ഉണ്ട് കേട്ടോ. ഇതൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഹൈപ്പോത്തിസിസ് ചെക്ക് ചെയ്യും. എന്നിട്ട് നമുക്ക് കിട്ടുന്ന റിസൾട്ട് അക്സെപ്റ്റ് ഓർ റിജക്ട് ഹൈപ്പോത്തിസിസ്. നമ്മൾ ഫൈനൽ ഡിസിഷൻ അങ്ങനെ പറയാ, ഒന്നെങ്കിൽ ഹൈപ്പോത്തിസിസ് അക്സെപ്റ്റ് ചെയ്തു അല്ലെങ്കിൽ അത് റിജക്ട് ചെയ്തു. അപ്പൊ ഹൈപ്പോത്തിസിസ് അക്സെപ്റ്റ് ചെയ്യണോ റിജക്ട് ചെയ്യണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഹൈപ്പോത്തിസിസിനെ ചെക്ക് ചെയ്യുന്നതിനെ, ടെസ്റ്റ് ചെയ്യുന്നതിനെയാണ് ഹൈപ്പോത്തിസിസ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, വാട്ട് ഈസ് വേരിയബിൾ? വേരി എന്നുള്ള അർത്ഥം അല്ലെ, വാക്കിന്റെ അർത്ഥം തന്നെ ചേഞ്ച് എന്നാണ്, മാറ്റം വരിക എന്നുള്ളതാണ്. അപ്പൊ എന്താണ് വേരിയബിൾ എന്ന് ചോദിച്ചാൽ നോക്കി, സംതിങ് ദാറ്റ് ക്യാൻ ചേഞ്ച് ഓർ വേരി. അത് മാറ്റം വരുന്ന അല്ലെങ്കിൽ വേരി ചെയ്യുന്നതിനെയാണ് നമ്മൾ വേരിയബിൾ എന്ന് പറയുന്നത്. നോക്കാം, ഫോർ എക്സാമ്പിൾ ഏജ്, ഇൻകം, മാർക്ക് അല്ലെ, ഇതൊക്കെ എപ്പോഴും സ്ഥിരമല്ലല്ലോ, ഫിക്സഡ് അല്ലല്ലോ. അതെപ്പോഴും ഇങ്ങനെ ചേഞ്ചിങ് ആണ് അല്ലെ, മാറ്റം വന്നുകൊണ്ടിരിക്കുന്നതാണ്. അങ്ങനെ മാറ്റം വരുന്നതിനെയാണ് വേരിയബിൾ എന്ന് പറയുന്നത്. നോക്കാം, വേരിയബിൾസ് ആർ ഇമ്പോർട്ടന്റ് ഫോർ കളക്ടിങ് ആൻഡ് അനലൈസിങ് ഡാറ്റ. ഡാറ്റ കളക്ട് ചെയ്യാനും ആ ഡാറ്റകളെ അനലൈസ് ചെയ്യാനും ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് വേരിയബിൾ എന്ന് പറയുന്നത്. അടുത്തൊരു ചോദ്യം, എന്താണ് റിസർച്ച് ഡിസൈൻ? ഈ ഡിസൈൻ, ഇപ്പൊ നമ്മളൊരു വീട് ഉണ്ടാക്കുമ്പോൾ ആദ്യം എന്ത് ചെയ്യും, ഡിസൈൻ വരക്കൂല്ലേ. എന്താ ഡിസൈനിൽ ഉണ്ടാവുക, വീട് എങ്ങനെയാണ്, എത്ര സ്ക്വയർ ഫീറ്റ് ആണ്, എത്ര റൂംസ് ഉണ്ട്, എത്ര ബാത്റൂം, എല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് ഉണ്ടാവും അല്ലെ. എന്നതുപോലെ നമ്മളൊരു റിസർച്ച് ചെയ്യുന്നതിന് മുമ്പ് മുൻകൂട്ടിയിട്ട് നമ്മൾ അതിന്റെ റിസർച്ച് ഡിസൈൻ ഉണ്ടാക്കും. അപ്പൊ എന്തായിക്കാരം ഡിസൈനിൽ ഉണ്ടാവുക, എന്താണ് റിസർച്ച്, എങ്ങനെയാണ് ചെയ്യേണ്ടത്, എത്ര സാമ്പിൾ വേണം അല്ലെ, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ ഇൻക്ലൂഡഡ് ആക്കേണ്ടത്. ചുരുക്കി പറഞ്ഞാൽ ആ റിസർച്ചിനെ കുറിച്ചുള്ള എല്ലാ ഡാറ്റയും എല്ലാ റൂട്ടും എവിടെ നിന്ന് കിട്ടും, നമുക്ക് ആ ഡിസൈനിൽ നിന്ന് കിട്ടും. നോക്കാം, റിസർച്ച് ഡിസൈൻ ഇസ് എ പ്ലാൻ ഓർ സ്ട്രക്ചർ ഓഫ് എ സ്റ്റഡി. നമ്മുടെ സ്റ്റഡിയെ കുറിച്ചുള്ള ഒരു പ്ലാൻ ആണ്, അല്ലെങ്കിൽ ഒരു സ്ട്രക്ചർ ആണ്. അതിനിങ്ങനെ ഒരു ബ്ലൂ പ്രിന്റ് എന്നൊക്കെ പറയാറുണ്ട്. നമ്മുടെ റിസർച്ചിന്റെ ഒരു ബ്ലൂ പ്രിന്റ് ആണ്, അല്ലെങ്കിൽ ഒരു ഫ്രെയിം വർക്ക് ആണെന്നൊക്കെ പറയാറുണ്ട് കേട്ടോ. അതൊക്കെ നോട്ട് ചെയ്ത് വെക്കണം ആ പോയിന്റുകൾ. ഓക്കെ, അങ്ങനെ ഓരോന്ന് പറയുമ്പോഴും നിങ്ങൾ അതിൽ ആ ഒരു പോയിന്റ് ഇങ്ങനെ നോട്ട് ചെയ്ത് വെച്ചാൽ നന്നായിരിക്കും കേട്ടോ. അപ്പൊ നമ്മൾ പറഞ്ഞത് റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത് ഒരു പ്ലാൻ ആണ്, അല്ലെങ്കിൽ ഒരു സ്ട്രക്ചർ ആണ്. നമ്മുടെ സ്റ്റഡിയെ കുറിച്ചുള്ള, അല്ലെങ്കിൽ ഒരു ബ്ലൂ പ്രിന്റ് എന്ന് പറയാം, ഫ്രെയിം വർക്ക് എന്നൊക്കെ പറയാം കേട്ടോ. നമ്മുടെ സ്റ്റഡിയെ കുറിച്ചുള്ള കൃത്യമായുള്ള ഒരു പ്ലാനിനെയാണ് റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത്. എന്തിനാ അപ്പൊ നമ്മൾ റിസർച്ച് ഡിസൈൻ ഒക്കെ ഉണ്ടാക്കുന്നത്? ഇറ്റ് ഗൈഡ്സ് ഹൗ ഡാറ്റ വിൽ ബി കളക്റ്റഡ് ആൻഡ് അനലൈസ്ഡ്.
ഡാറ്റകൾ നമുക്ക് എവിടുന്നാ കളക്ട് ചെയ്യാൻ പറ്റുക, അതിനെങ്ങനെ നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റുക തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും എവിടെ നമുക്ക് കിട്ടും? റിസർച്ച് ഡിസൈനിൽ നിന്നും കിട്ടും. ഓക്കെ, അതുപോലെ തന്നെ ഇറ്റ് എൻഷുവേഴ്സ് ദാറ്റ് റിസർച്ച് ഈസ് സിസ്റ്റമാറ്റിക് ആൻഡ് എഫക്റ്റീവ്. തീർച്ചയായും നമ്മുടെ റിസർച്ച് കറക്റ്റ് സിസ്റ്റമാറ്റിക് ആണോ എഫക്റ്റീവ് ആണോ എന്നുള്ളതൊക്കെ റിസർച്ച് ഡിസൈനിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ പറ്റുന്നതാണ്. അടുത്തൊരു ചോദ്യം, എന്താണ് എക്സ്പ്ലോറേറ്ററി റിസർച്ച് ഡിസൈൻ? എക്സ്പ്ലോറേറ്ററി റിസർച്ച് ഡിസൈൻ നോക്കാം. എക്സ്പ്ലോറേറ്ററി റിസർച്ച് എന്ന് പറഞ്ഞാൽ ഹെൽപ്പ് ടു അണ്ടർസ്റ്റാൻഡ് പ്രോബ്ലം ദാറ്റ് ഈസ് നോട്ട് ക്ലിയർലി ഡിഫൈൻഡ്. ഒരു കാര്യത്തെ കൃത്യമായിട്ട് ക്ലാരിഫൈ ചെയ്തിട്ടില്ലെങ്കിൽ, ശ്രദ്ധിക്കുക, അതിനെ ഒന്നും കൂടെ ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എക്സ്പ്ലോറേറ്ററി റിസർച്ച് യൂസ് ചെയ്യുന്നത്. മനസ്സിലായിട്ടില്ല? അതായത് ഒരു വിഷയം, അതിനെ ഒരു ടോപ്പിക്, ആ ടോപ്പിക്കിനെ കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് വായിച്ചാൽ മനസ്സിലാകുന്നില്ല. അങ്ങനത്തെ ഒരു കേസിൽ അതിനൊന്നും കൂടെ ഡീറ്റെയിൽ ആയിട്ട് ഒന്നും കൂടെ ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് പറയുന്നതിനെയാണ് എക്സ്പ്ലോറേറ്ററി റിസർച്ച് ഡിസൈൻ എന്ന് പറയാ. ഇറ്റ് ഗീവ്സ് ഐഡിയാസ് ആൻഡ് ഇൻസൈറ്റ് ഫോർ ഫർദർ സ്റ്റഡി. അപ്പൊ ഈ ഒരു ഡിസൈനിൽ നിന്ന് നമുക്ക് കൃത്യമായിട്ട് ആ ടോപ്പിക്കിനെ കുറിച്ച്, ആ പ്രോബ്ലത്തെ കുറിച്ച് മനസ്സിലാകും. അതുപോലെ തന്നെ ഫർദർ സ്റ്റഡിക്ക് അത് സഹായിക്കുകയും ചെയ്യും. ഇറ്റ് ഓഫൺ യൂസസ് ഇന്റർവ്യൂ ആൻഡ് ഡിസ്കഷൻ. പൊതുവെ ഇത് ഇന്റർവ്യൂലും അതുപോലെ തന്നെ ഡിസ്കഷൻസിലൊക്കെയാണ് യൂസ് ചെയ്യാറുള്ളത് കേട്ടോ. അതാണ് എക്സ്പ്ലോറേറ്ററി റിസർച്ച് ഡിസൈൻ. 10ാമത്തേത് എക്സ്പ്ലെയിൻ ക്രോസ് സെക്ഷണൽ സർവേ. ഓക്കെ, ഒന്ന് നോക്കാം. ഇത് കളക്ട് ഇൻഫർമേഷൻ അറ്റ് വൺ പോയിന്റ് ഇൻ ടൈം. അതായത് ഒരു ടൈം പീരീഡ് എടുക്കും. ഇപ്പൊ നമ്മൾ ഒരു ഉദാഹരണം, ഒരു കൊറോണ വന്നു അല്ലെ. കൊറോണ വന്ന സമയത്ത് ഞാൻ ഒരു വർഷത്തെ ഡാറ്റ എടുക്കുകയാണ്. LP വിദ്യാർത്ഥികൾക്ക്, UP വിദ്യാർത്ഥികൾക്ക്, ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്ക്, ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക്, കോളേജ് വിദ്യാർത്ഥികൾക്ക് എന്തൊക്കെ സംഭവിച്ചു, അവരുടെ പഠനത്തിലും മറ്റു സ്വഭാവത്തിലേക്ക് എന്തൊക്കെ മാറ്റം വന്നു, ഈ ഒരു സ്റ്റഡി ഞാൻ നടത്തുകയാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ടൈം എടുക്കുന്നുണ്ട് അല്ലെ, ഒരു വർഷം. ഓക്കെ, അതുപോലെ തന്നെ ആ ടൈം പീരീഡിന്റെ ഉള്ളിൽ വ്യത്യസ്ത ഗ്രൂപ്പുകൾ ഞാൻ എടുക്കുന്നുണ്ട്. LP, UP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി, കോളേജ് എന്ന് പറഞ്ഞിട്ട് കുറെ ഗ്രൂപ്പ് എടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു ടൈം പീരീഡിന്റെ ഉള്ളിൽ ഒരുപാട് ഗ്രൂപ്പുകൾ എടുത്ത് നമ്മൾ പഠിക്കുന്നതിനെയാണ് ക്രോസ് സെക്ഷണൽ സർവേ എന്ന് പറയുന്നത്. എന്താണ് പറഞ്ഞത്? ഒരു ടൈം പീരീഡിന്റെ ഉള്ളിൽ നോക്കിയേ, ടു കമ്പയർ ഡിഫറെന്റ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. കണ്ടോ, ഒരു ടൈം പീരീഡിന്റെ ഉള്ളിൽ ഡിഫറെന്റ് ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ, വ്യത്യസ്ത ഗ്രൂപ്പുകൾ എടുത്ത് നമ്മൾ പഠിക്കുന്നതിനെയാണ് ക്രോസ് സെക്ഷണൽ സർവേ എന്ന് പറയുന്നത്. അടുത്തത് നമ്മൾ നേരത്തെ റിസർച്ച് ഡിസൈൻ പറഞ്ഞില്ലേ, അതുപോലെ തന്നെ അടുത്തൊരു ചോദ്യമാണ് എന്താണ് സാമ്പിൾ ഡിസൈൻ. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് കിട്ടുമല്ലോ എന്താ സാമ്പിൾ ഡിസൈൻ എന്നുള്ളത്, സാമ്പിളിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും അല്ലെ. അപ്പൊ എന്താ സാമ്പിൾ എന്ന് പറയുന്നത്? നമ്മുടെ റിസർച്ചിന് വേണ്ടിയിട്ട് നമ്മൾ ഡാറ്റകൾ കളക്ട് ചെയ്യും അല്ലെ, കുറെ ആളുകൾ ഇരുന്ന് ഡാറ്റാസ് കളക്ട് ചെയ്യും. ഇപ്പൊ നമുക്ക് ഒരു കോളേജില് 2000 വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു കോളേജാണെന്ന് വെച്ചോളൂ. ആ കോളേജിലത്തെ കുട്ടികളെ കുറിച്ച് പഠിക്കണം. ഈ 2000 കുട്ടികളുടെ അടുത്ത് നിന്നും ഡാറ്റ എടുത്താൽ അതിന് നമ്മൾ പോപ്പുലേഷൻ എന്ന് വിളിക്കും. ഇങ്ങനെ മുഴുവൻ കുട്ടികളുടെ അടുത്ത് നിന്നും, അല്ലെങ്കിൽ നമ്മുടെ റിസർച്ച് ആരെടുന്നാണ് കളക്ട് ചെയ്യുന്നത്, ആ മുഴുവൻ ആളുകളിൽ നിന്നും ഡാറ്റ എടുത്ത് ചെയ്താൽ അതിനെ പോപ്പുലേഷൻ എന്ന് പറയില്ലേ. അതിൽ നിന്ന് കുറച്ച് ആളുകളെ, ഇപ്പൊ 2000 ആളുകളിൽ നിന്ന് ഡാറ്റ എടുക്കലൊക്കെ ടാസ്ക് ആണ് അല്ലെ, കുറെ ടൈമും കുറെ ചെലവും ഒക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ആ 2000 നിന്ന് ഒരു 100 ആളുകളെ നമ്മൾ എടുക്കുകയാണ്. ആ 100 ആൾ വെച്ച് നമ്മൾ സ്റ്റഡി ചെയ്യാണ്. ആ 100 ആളുകൾ എടുക്കുന്നതിനാണ് സാമ്പിൾ എന്ന് പറയുന്നത്. അപ്പൊ 100നെയാണ് സാമ്പിൾ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് സാമ്പിൾ ഡിസൈൻ നോക്കിയേ. സാമ്പിൾ ഡിസൈൻ ഇസ് ദ മെത്തേഡ് യൂസ്ഡ് ടു സെലക്ട് എ പാർട്ട് ഓഫ് പോപ്പുലേഷൻ ഫോർ സ്റ്റഡി. ശ്രദ്ധിക്കാം, നമ്മൾ ഇപ്പൊ പോപ്പുലേഷൻ എത്ര ആയിരുന്നു? 2000 കുട്ടികളല്ലേ. ആ 2000 കുട്ടികളിൽ നമ്മൾ എത്ര ആൾക്കാരെ സെലക്ട് ചെയ്തു? 100 കുട്ടികളല്ലേ. ആ 100 കുട്ടികളെ സെലക്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെയാണ് സാമ്പിൾ ഡിസൈൻ എന്ന് പറയാം. അപ്പോ എത്ര ആളുകളെ സെലക്ട് ചെയ്യണം, ഈ 100 ആളുകളെ എങ്ങനെയാണ് സെലക്ട് ചെയ്യേണ്ടത്, അതിന് ഏതൊക്കെ മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്, ഇതൊക്കെ എവിടെ വരുന്നുണ്ട്? സാമ്പിൾ ഡിസൈനിൽ വരുന്നുണ്ട്. നോക്കാം. സാമ്പിൾ ഡിസൈൻ is the method used to select part of population for the study. പോപ്പുലേഷന്റെ ഒരു ഭാഗത്തെ, ഒരു പാർട്ടിനെ, ഇപ്പൊ 2000 നമ്മൾ 100 ആളെടുത്തില്ലേ, ആ ഒരു ഭാഗത്തെ സെലക്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെയാണ് സാമ്പിൾ ഡിസൈൻ എന്ന് പറയുന്നത്. ഇറ്റ് ഹെൽപ്സ് ടു റെപ്രസെന്റ് ദ ഹോൾ ഗ്രൂപ്പ് അല്ലെ. ഇപ്പൊ നമ്മൾ സത്യത്തിൽ ആകെ 100 ആളെ എടുത്തിട്ടുള്ളൂ അല്ലെ, പക്ഷെ ആ 100 ആളെ കുറിച്ച് നമ്മൾ പഠിച്ചാലും എന്താണ് നമ്മളെ റിസൾട്ട് പറയാ? ടോട്ടൽ ഗ്രൂപ്പിൽ വെച്ചിട്ടാ പറയാ അല്ലെ. ഈ 2 ആളെ വെച്ചിട്ടാ നമ്മൾ റിസൾട്ട് പറയാ. ഓക്കെ, അപ്പൊ ആ ഒരു ടോട്ടൽ ഗ്രൂപ്പിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് നമ്മൾ എടുക്കുന്ന സാമ്പിളുകൾ. ഏതൊരു സിമ്പിൾ ആയിട്ട് ഒരു ഉദാഹരണം പറഞ്ഞാല്, നമ്മളിങ്ങനെ വീട്ടില് കന്നികല അല്ലെ, ചോറ് ഇങ്ങനെ ഉണ്ടാക്കാണ് കലത്തില്. അപ്പൊ നമ്മൾ 2-3 ഒറ്റെടുത്ത് നെക്കി വെക്കുമല്ലോ, ചോറ് വെന്തോന്ന് നോക്കാൻ വേണ്ടിയിട്ട് അല്ലെ. എന്നിട്ട് 2-3 ഒറ്റെടുത്ത് നെക്കി നോക്കിയിട്ട് അത് വെന്തോന്ന് കണ്ടാൽ നമ്മൾ എന്താ പറയാ? ഈ 2 വറ്റു വെന്തു എന്നല്ല പറയാ, പകരം ചോറ് വെന്തു എന്നാ പറയാ അല്ലെ. സാമ്പിൾ എടുത്ത് പഠിച്ചാൽ നമ്മൾ ആ റിസൾട്ട് ആർക്ക് അപ്ലൈ ചെയ്യുന്നത്? ആ പോപ്പുലേഷൻ അല്ലെ, ആ ടോട്ടലിലേക്കാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അതാണ് ഹോൾ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ സാമ്പിൾ എടുത്ത് പഠിച്ച് ആ ഡാറ്റയെ അല്ലെങ്കിൽ ആ റിസൾട്ടിനെ ടോട്ടൽ ഗ്രൂപ്പിലേക്ക് നമ്മൾ എന്ത് ചെയ്യും? അപ്ലൈ ചെയ്യാറുമുണ്ട്. അടുത്തത് വാട്ട് ഈസ് സ്ട്രാറ്റിഫൈഡ് റാൻഡം സാമ്പിളിംഗ്. സാമ്പിളിംഗ് മെത്തേഡുകൾ ഇമ്പോർട്ടന്റ് ആണ്, അത് നോക്കി വെക്കണം. അതിൽ പെട്ടെന്നാണ് സ്ട്രാറ്റിഫൈഡ്
റാൻഡം സാമ്പിളിംഗ്. ഈ സ്ട്രാറ്റ എന്ന വാക്കിന്റെ അർത്ഥം ഗ്രൂപ്പ് എന്നാണ് കേട്ടോ. ഓക്കെ, ഇൻ സ്ട്രാറ്റിഫൈഡ് റാൻഡം സാമ്പിളിംഗ് പോപ്പുലേഷൻ ഈസ് ഡിവൈഡഡ് ഇൻ ടു ഗ്രൂപ്പ്സ് ഓർ സ്ട്രാറ്റ. കണ്ടോ, പോപ്പുലേഷൻ എന്താണെന്ന് അറിയാലോ, നമ്മുടെ ടോട്ടൽ എണ്ണത്തെ അല്ലെ. ആ ടോട്ടൽ എണ്ണത്തെ നമ്മൾ ഒരു ഗ്രൂപ്പുകളായിട്ട് തിരിക്കുക. എന്നിട്ട് ആ ഗ്രൂപ്പിൽ നിന്നും നമ്മൾ ഇഷ്ടമുള്ള ആളുകളെ സെലക്ട് ചെയ്യുക. അപ്പൊ ഒരു ഉദാഹരണം, നമ്മൾ നേരത്തെ കോളേജ് പറഞ്ഞില്ലേ 2000 കുട്ടികളുണ്ട് അല്ലെ. ആ 2000 കുട്ടികളിൽ നമ്മൾ എന്ത് ചെയ്യാണ്, ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയർ ഇങ്ങനെ ഗ്രൂപ്പ് ആക്കി തിരിച്ചു. എന്നിട്ട് ഫസ്റ്റ് ഇയറിന് ഒരു 50 പേര്, സെക്കൻഡ് ഇയറിന് 50 പേര്, തേർഡ് ഇയറിന് 50, ഫോർത്ത് ഇയറിന് 50, അപ്പൊ 200 ആയില്ലേ. അങ്ങനെ ഗ്രൂപ്പായി തിരിച്ചിട്ട് അതിൽ നിന്ന് ഡാറ്റ കളക്ട് ചെയ്യുന്നതിനെയാണ് സ്ട്രാറ്റിഫൈഡ് റാൻഡം സാമ്പിളിംഗ് എന്ന് പറയുന്നത്. അപ്പൊ സ്ട്രാറ്റ് എന്നുള്ള വാക്കിന്റെ അർത്ഥം ഗ്രൂപ്പ് എന്ന് ഓർത്തു വെക്കുക കേട്ടോ. അങ്ങനെ ഗ്രൂപ്പാക്കി തിരിച്ചിട്ട് അതിൽ നിന്ന് ഡാറ്റ കളക്ട് ചെയ്യുന്നതിനെയാണ് സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. അടുത്തത് എന്താണ് സ്നോ ബോൾ സാമ്പിളിംഗ്? ഇതും സാമ്പിളിംഗ് ടെക്നിക്കിന്റെ ഒരു മെത്തേഡാണ്. സ്നോ ബോൾ എന്ന് പറയുന്നത് എന്താ അറിയോ, ഈ മഞ്ഞ് അല്ലെ, നിങ്ങൾക്ക് മഞ്ഞുമലകളൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലെ, ചില ആളുകൾ പോയിട്ടുണ്ടാവും. അവിടുന്ന് ചെറിയൊരു മഞ്ഞിന്റെ ഒരു ബോൾ ഉണ്ടാക്കിയിട്ട് നമ്മൾ താഴെ കുരുട്ടിയിട്ട് എന്താ ഉണ്ടാവുക, അതിങ്ങനെ വലുതായി 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 വരൂല അല്ലെ. ബാക്കി അതിന്റെ ഒപ്പളം മഞ്ഞുകളൊക്കെ ഇങ്ങനെ ചേർന്ന് 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 വലിയൊരു ബോളായിട്ട് വരും അല്ലെ. എന്നതുപോലെ നമുക്ക് ഡാറ്റകൾ പെട്ടെന്ന് കിട്ടാൻ പറ്റാത്ത ചില സാഹചര്യങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യും, സ്നോ ബോൾ സാമ്പിളിംഗ് യൂസ് ചെയ്യും. അതായത് ഒരു ഉദാഹരണം, ഒരു ഡ്രഗ്സ് യൂസ് ചെയ്ത ഒരാളെ പോലീസ് പിടിച്ചെന്ന് വെച്ചോളി. ഡ്രഗ്സ് ഒക്കെ യൂസ് ചെയ്ത ഒരാളെ പിടിച്ച്, അപ്പൊ എന്ത് ചെയ്യും, ഈ പോലീസിന് അറിയില്ല ഇനി ബാക്കി എവിടെ എന്നുള്ളത്. അപ്പൊ ഇവരോട് അവർക്ക് എവിടുന്ന് കിട്ടിയെന്ന് ചോദിക്കും അല്ലെ. അപ്പൊ അവര് കുറച്ച് ആൾക്കാർ പറഞ്ഞുതരും, അവര് പിടിക്കും, എന്നിട്ട് അവർക്ക് എവിടുന്ന് കിട്ടി, അങ്ങനെ അങ്ങനെ കണക്ട് ചെയ്ത് പോയിട്ട് വലിയൊരു ഡാറ്റകള്, ഒരുപാട് പേരാണ് നമുക്ക് ഡാറ്റ കളക്ട് ചെയ്യാൻ പറ്റും. ഇതാണ് സ്നോ ബോൾ. അതായത് ആദ്യം കുറച്ച് ആൾക്കാരെ നമ്മൾ എടുത്തുള്ളൂ, അവരെ പിടിക്കും, അവരെ പരിചയത്തിലുള്ള അടുത്ത ആളുകളെ കണക്ട് ചെയ്യും, അവരെ പരിചയത്തിലുള്ള നെക്സ്റ്റ് ആളുകളെ കണക്ട് ചെയ്യും. അങ്ങനെ കണക്ട് ചെയ്ത് വലിയൊരു ഡാറ്റ ആക്കണീനാണ് സ്നോബോൾ സാമ്പിളിംഗ് എന്ന് പറയാൻ. നോക്കാം, സ്നോബോൾ സാമ്പിളിംഗ് സ്റ്റാർട്ട് വിത്ത് ഫ്യൂ പീപ്പിൾ. കണ്ടോ, കുറഞ്ഞ ആളുകൾ വെച്ചാൽ നമ്മൾ തുടങ്ങുന്നത് അല്ലെ, കുറഞ്ഞ ആളുകൾ വെച്ചാൽ തുടങ്ങുന്നത്. ഹു ഇൻട്രൊഡ്യൂസ് അതേഴ്സ്, അവരാണ് മറ്റുള്ളവരെ നമുക്ക് പറഞ്ഞുതരാം ഫോർ ദ സ്റ്റഡി അല്ലെ. സ്റ്റഡിക്ക് വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യും, മറ്റുള്ളവരെ കണക്ട് ചെയ്ത് തരും, ആ ആളുകൾ അടുത്ത ആളുകളെ കണക്ട് ചെയ്ത് തരും. അങ്ങനെ കണക്ട് ചെയ്ത് പോകുന്നതിനെയാണ് സ്നോബോൾ സാമ്പിളിംഗ് എന്ന് പറയുന്നത്. അടുത്തത് എന്താണ് പൈലറ്റ് സ്റ്റഡി അല്ലെ. നമ്മൾ ട്രയൽ നോക്കാന്നൊക്കെ പറയാറുണ്ടല്ലോ അല്ലെ. നമുക്ക് ചിലപ്പോൾ നമ്മൾ ക്രിക്കറ്റ് കളിക്കുമ്പോൾ ജസ്റ്റ് 2 ബോൾ ട്രയൽ നോക്കട്ടെ എന്നൊക്കെ പറയും അല്ലെ. ആ ഒരു ട്രയൽ നോക്കുന്നതാണ് പൈലറ്റ് സർവേ എന്ന് പറയുന്നത്. അതായത് നമ്മൾ യഥാർത്ഥ റിസർച്ചിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ഉണ്ടാക്കിയിട്ടുള്ള ക്വസ്റ്റ്യനെയറും നമ്മുടെ റിസർച്ച് ഡിസൈൻ ഒക്കെ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു ഡെമോ, ഒരു ട്രയൽ, ഒരു ടെസ്റ്റ് അടിക്കും. അതാണ് പൈലറ്റ് സർവേ. ഉദാഹരണം, ഞാൻ അപ്പൊ എന്റെ കോളേജിലത്തെ 2000 കുട്ടികളുടെ ഡാറ്റ കളക്ട് ചെയ്യാൻ പോവാണ് അല്ലെ. 2000 കുട്ടികളെ സ്റ്റഡി നടത്താൻ പോവാണ്. ഞാൻ ആദ്യം ചെയ്യുന്ന അറിയോ, ഒരു 10 കുട്ടികളെ എടുക്കും. എന്നിട്ട് എന്ത് ചെയ്യും, അവർക്ക് ഞാൻ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ അവരെ ഒന്ന് ടെസ്റ്റ് ചെയ്യും. എന്റെ ക്വസ്റ്റ്യനൊക്കെ കൊടുത്തിട്ട് അവരുടെ ഡാറ്റ ഒക്കെ കളക്ട് ചെയ്തിട്ട് ഞാൻ അത് കറക്റ്റ് ആണെന്ന് വാച്ച് ചെയ്യും. അപ്പൊ ചിലപ്പോൾ എന്ത് ചെയ്യും, ചില മിസ്റ്റേക്ക് ഒക്കെ എനിക്ക് കാണാൻ പറ്റൂലേ. അങ്ങനെ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അതൊക്കെ ഞാൻ തിരുത്തും. അങ്ങനെ കുറച്ച് ആളുകൾ വെച്ചിട്ട് നമ്മളൊരു സ്റ്റഡി നടത്തുക. എപ്പോ ഒറിജിനൽ സ്റ്റഡി ചെയ്യുന്നതിന് മുന്നോടിയായിട്ട് ആ ഒറിജിനൽ സ്റ്റഡിയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ടെസ്റ്റ് അടിക്കുന്നതിനാണ് പൈലറ്റ് സർവേ എന്ന് പറയുന്നത്. നോക്കിയേ, എ പൈലറ്റ് സർവേ ഈസ് സ്മോൾ ടെസ്റ്റ് സർവേ. കണ്ട, സ്മോൾ ടെസ്റ്റ് സർവേ ഒരു ചെറിയ ടെസ്റ്റ് സർവേ ആണ്. ഡൺ ബിഫോർ ഇത് ഇമ്പോർട്ടന്റ് ആണ്, ബിഫോർ ദ മെയിൻ റിസർച്ച്. എപ്പോഴാണ് നമ്മൾ ചെയ്യുക, നമ്മുടെ മെയിൻ റിസർച്ചിന് മുന്നോടിയായിട്ട് അല്ലെ, മെയിൻ റിസർച്ചിന് മുമ്പിലായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു ടെസ്റ്റ് സർവേ ആണ് പൈലറ്റ് സർവേ എന്ന് പറയുന്നത്. എന്തിനാണ്, ഇറ്റ് ഹെൽപ്സ് ടു ഫൈൻഡ് പ്രോബ്ലം ഇൻ ദ ക്വസ്റ്റ്യനർ ഓർ മെത്തേഡ്. നമ്മുടെ പ്രോബ്ലത്തിലോ അഥവാ നമ്മുടെ റിസർച്ചിന്റെ പ്രോബ്ലത്തിലോ മെത്തേഡിലോ എന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ടോ, എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന സ്റ്റഡിയാണ് പൈലറ്റ് സർവേ എന്ന് പറയുന്നത്. ഇറ്റ് സേവ് ടൈം ആൻഡ് ഇംപ്രൂവ് അക്യുറസി. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റൂലേ. അങ്ങനെ നമ്മുടെ ഒറിജിനൽ സ്റ്റഡിയെ ഏറ്റവും അക്യുറേറ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഒരു ടെസ്റ്റ് ആയിട്ട് ചെയ്യുന്നതിനെയാണ് പൈലറ്റ് സർവേ എന്ന് പറയുന്നത്. അടുത്തൊരു ചോദ്യം, വാട്ട് ഈസ് ക്ലസ്റ്റർ അനാലിസിസ്? ക്ലസ്റ്റർ അനാലിസിസ്, ക്ലസ്റ്റർ എന്നുള്ളതിന്റെ അർത്ഥം നമ്മൾ നേരത്തെ സ്ട്രാറ്റിഫൈഡ് പഠിച്ച പോലെ തന്നെ വലിയ ഗ്രൂപ്പുകളാണ് ക്ലസ്റ്റർ എന്ന് പറയുന്നത് കേട്ടോ. ഗ്രൂപ്പാണ്. നോക്കിയേ, ക്ലസ്റ്റർ അനാലിസിസ് ഗ്രൂപ്പ്സ് സിമിലർ ഐറ്റംസ് ഓർ പീപ്പിൾ ടുഗെദർ. അതായത് ഒരു ഗ്രൂപ്പിൽ നിന്ന് ആളുകളെ നമ്മൾ സെലക്ട് ചെയ്തിട്ട് അവരെ കുറിച്ച് പഠിക്കുന്നതിനെയാണ് ക്ലസ്റ്റർ അനാലിസിസ് എന്ന് പറയാ. എന്തിനാണ് നമ്മൾ അത് ചെയ്യുന്നത്, ഒരു പ്രോബ്ലത്തെ, ഒരു ടോപ്പിക്കിനെ കുറിച്ച് കൃത്യമായിട്ട് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ അല്ലെ. ഇപ്പൊ ഒരു ഉദാഹരണം, ഞാൻ കോളേജിലത്തെ സ്റ്റുഡൻസിനെ കുറിച്ച് ഒരു സ്റ്റഡി നടത്താണ്. മലപ്പുറം ജില്ല ഒരു ക്ലസ്റ്റർ ആക്കി, പാലക്കാട് ഒരു ക്ലസ്റ്റർ ആക്കി, തൃശ്ശൂർ ഒരു ക്ലസ്റ്റർ ആക്കി, അങ്ങനെ ഓരോ ജില്ലകളെ ഓരോ ക്ലസ്റ്റർ ആക്കി. ആ ക്ലസ്റ്ററിൽ നിന്ന് ഞാൻ എന്ത് ചെയ്യാണ്, കുറച്ച് ആളുകളെ എടുത്തിട്ട് അവരെ അനലൈസ് ചെയ്യാണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, ഓരോ ജില്ലകൾ തമ്മിലുള്ള ഒരു ഡിഫറൻസ് അറിയാൻ പറ്റൂലേ. അപ്പൊ അങ്ങനെ ക്ലസ്റ്റർ വലിയ ഗ്രൂപ്പുകളാക്കിയിട്ട് അതിൽ നിന്ന് ഡാറ്റ കളക്ട് ചെയ്തിട്ട് അതിനെ അനലൈസ് ചെയ്യുന്നതിനെയാണ് ക്ലസ്റ്റർ അനാലിസിസ് എന്ന്
എന്ന് പറയുന്നത്. നോക്കാം, ക്ലസ്റ്റർ അനാലിസിസ് ഗ്രൂപ്പ്സ് സിമിലർ ഐറ്റംസ് ഓർ പീപ്പിൾ ടുഗദർ. ഒരു ഗ്രൂപ്പിലെ ഒരുപോലത്തെ ആളുകളെ അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങളെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന അനാലിസിസ് ആണ് ക്ലസ്റ്റർ അനാലിസിസ്. ഇറ്റ് ഹെൽപ്സ് ടു ഐഡന്റിഫൈ പാറ്റേൺ ഇൻ ഡാറ്റ. ഡാറ്റയിലുള്ള കൃത്യമായിട്ടുള്ള റൂട്ടിനെ, പാറ്റേണുകൾ നമുക്കിത് പറഞ്ഞുതരും. അതുപോലെ തന്നെ ഇത് പൊതുവെ യൂസ് ചെയ്യുന്നത് മാർക്കറ്റിംഗ് അതുപോലെ തന്നെ സോഷ്യൽ റിസർച്ചിലാണ് ക്ലസ്റ്റർ സാമ്പിളിംഗ് അല്ലെങ്കിൽ ക്ലസ്റ്റർ അനാലിസിസ് യൂസ് ചെയ്യാറുള്ളത്. അടുത്തത് എന്താണ് മൾട്ടി വേരിയറ്റ് ഡാറ്റ അനാലിസിസ്. ആ വാക്ക് തന്നെ മൾട്ടി എന്നുള്ളതിന്റെ അർത്ഥം നമുക്കറിയാലോ, ഒരുപാട് എന്നുള്ള അർത്ഥമല്ലേ. അപ്പൊ നോക്കിയേ, മൾട്ടി വേരിയറ്റ് ഡാറ്റ അനാലിസിസ് സ്റ്റഡീസ് മോർ ദാൻ 2 വേരിയബിൾ അറ്റ് എ ടൈം. ഒരേ സമയത്ത് ഒന്നിലധികം വേരിയബിൾസ് നമ്മൾ എടുത്ത് പഠിക്കുകയാണെങ്കിൽ, അല്ല രണ്ടിലധികം വേരിയബിൾസ് എടുത്ത് പഠിക്കുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് മൾട്ടിവേരിയറ്റ് ഡാറ്റ അനാലിസിസ്. ഫോർ എക്സാമ്പിൾ, ഞാൻ ഒരു കോളേജിലെ കുട്ടികളുടെ അവരുടെ ഏജ്, മാർക്ക്, അതുപോലെ ഹൈറ്റ്, വെയിറ്റ്, അങ്ങനെ കുറെ വേരിയബിൾസ് എടുത്ത് ഒന്നിച്ച് പഠിക്കുകയാണ്. അങ്ങനെ രണ്ടിലധികം വേരിയബിൾസ് എടുത്ത് പഠിക്കുന്നതിനെയാണ് മൾട്ടിവേരിയറ്റ് ഡാറ്റ അനാലിസിസ് എന്ന് പറയുന്നത്. എന്തിനാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്? ഇറ്റ് ഹെൽപ്സ് ടു അണ്ടർസ്റ്റാൻഡ് കോംപ്ലക്സ് റിലേഷൻഷിപ്പ്. എല്ലാതും തമ്മിലുള്ള അല്ലെ, കുറെ വേരിയബിൾസ് നമ്മൾ എടുക്കുന്നുണ്ടല്ലോ, അതൊക്കെ തമ്മിലുള്ള റിലേഷൻസ്, അതൊക്കെ തമ്മിലുള്ള ബന്ധങ്ങളെ കുറിച്ച് അറിയാൻ നമ്മൾ ഈ മൾട്ടിവേരിയറ്റ് ഡാറ്റ അനാലിസിസ് സഹായിക്കുന്നുണ്ട്. അടുത്തൊരു ചോദ്യം, വാട്ട് ഈസ് ഡിസ്ക്രിമിനന്റ് അനാലിസിസ്? ശ്രദ്ധിക്കാം, ഡിസ്ക്രിമിനന്റ് അനാലിസിസ് ഈസ് യൂസ്ഡ് ടു ക്ലാസിഫൈ ഡാറ്റ ഇൻടു ഗ്രൂപ്പ്. നമ്മുടെ ഡാറ്റകളെ ഗ്രൂപ്പുകളാക്കി തിരിക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു അനാലിസിസ് ആണ് ഡിസ്ക്രിമിനന്റ് അനാലിസിസ് എന്ന് പറയുന്നത്. നോക്കാം, ഇറ്റ് ഫൈൻഡ് ഡിഫറൻസ് ബിറ്റ്വീൻ കാറ്റഗറി. ഓരോ കാറ്റഗറിയും ഓരോ ഗ്രൂപ്പും തമ്മിലുള്ള മാറ്റങ്ങളെ, ഡിഫറൻസുകളെ കൃത്യമായിട്ട് അനലൈസ് ചെയ്യാൻ ഈ ഒരു അനാലിസിസ് നമ്മളെ സഹായിക്കുന്നുണ്ട് അല്ലെ. ഡിസ്ക്രിമിനന്റ് എന്നുള്ള വാക്കിന്റെ അർത്ഥം തന്നെ അതാണല്ലോ. നോക്കിയേ, ഡിസ്ക്രിമിനേഷൻ അല്ലെ. എന്താ ഡിസ്ക്രിമിനേഷൻ എന്ന് പറഞ്ഞാൽ വ്യത്യസ്തത, വേർതിരിക്കുന്നത് അല്ലെ. അപ്പൊ ഗ്രൂപ്പുകൾ തമ്മിലുള്ള വേർതിരിവ്, അത് തമ്മിലുള്ള ഡിഫറൻസ്, അതറിയാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്ന അനാലിസിസ് ആണ് ഡിസ്ക്രിമിനന്റ് അനാലിസിസ്. അടുത്തൊരു ചോദ്യം, ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ് റിസർച്ച് അല്ലെ. ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ നമ്പർ ആണ്. ഇത് ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് 5 മാർക്കിന്റെ ഭാഗത്ത് വരുന്നുണ്ട്. അപ്പൊ ഞാൻ ഒന്നുകൂടെ പറയാം കേട്ടോ. നമ്പറിനെ കുറിച്ച് പഠിക്കുന്നതാണ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് എന്ന് പറയുന്നത്. ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? അവിടെ നമ്പർ അല്ല, അവിടെ ഒപ്പീനിയൻസ് ആണ് അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ആണ് അല്ലെ. അവിടെ ക്വാളിറ്റികളാണ് മെഷർ ചെയ്യുന്നത്. ഇപ്പൊ ക്വാണ്ടിറ്റിയിൽ നമ്പേഴ്സിനെയാണ് നമ്മൾ മെഷർ ചെയ്യുക, എന്നാൽ ക്വാളിറ്റിയിൽ ഒപ്പീനിയൻ, ഒരാളുടെ അഭിപ്രായങ്ങൾ, എക്സ്പീരിയൻസ്, അതൊക്കെയാണ് അവിടെ നമ്മൾ മെഷർ ചെയ്യാറുള്ളത്. ഇതൊന്നും കൂടെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പിന്നീട് വരുന്നുണ്ട്. അപ്പൊ ഞാൻ ഒന്നുകൂടെ പറയാം. പിന്നെ അടുത്ത ചോദ്യം, എക്സ്പ്ലെയിൻ റിലയബിലിറ്റി ഓഫ് റിസർച്ച് ഇൻസ്ട്രുമെന്റ്. എന്താണ് റിലയബിലിറ്റി എന്ന് പറഞ്ഞാല്? റിലയബിലിറ്റി എന്ന് പറഞ്ഞാൽ നോക്കിയേ, നമ്മൾ എത്ര തവണ ഒരു ടൂള് അത് എത്ര തവണ നമ്മൾ റിപ്പീറ്റ് ചെയ്താലും നമുക്ക് സെയിം ആൻസർ ആണ് കിട്ടുന്നത് എങ്കിൽ അതിന് റിലയബിൾ ആണെന്ന് പറയാം. എങ്ങനെ നമ്മളൊരു ടൂൾ യൂസ് ചെയ്തു അല്ലെ, ആ ടൂൾ ഗീവ്സ് ദ സെയിം റിസൾട്ട് എവരി ടൈം. ഓരോ തവണ ചെയ്യുമ്പോഴും നമുക്ക് കൃത്യമായിട്ടുള്ള കറക്റ്റ് റിസൾട്ട് ആണ് കിട്ടുന്നതെങ്കിൽ അത് ഇവിടെ റിലയബിലിറ്റി എന്ന് പറയാം അല്ലെ. അപ്പൊ ഞാൻ എന്റെ ഷുഗർ നോക്കാണ് അല്ലെ, നമ്മളൊരു ചിപ്പിലൊക്കെ നോക്കാറുണ്ട്. ഷുഗർ നോക്കി ഇപ്പൊ ഒരു 100 കിട്ടിയെന്ന് സപ്പോസ്. ഞാൻ ഉടനെ വീണ്ടും ഒന്നുകൂടെ നോക്കി, അപ്പോഴും കിട്ടുന്നത് 100 ആണ്. വീണ്ടും മൂന്നാമത് നോക്കി, അപ്പോഴും 100 കിട്ടിയത്. അപ്പൊ നമുക്ക് പറയാം ആ മെഷീൻ എന്താണ്? റിലയബിൾ ആണെന്ന് പറയാം അല്ലെ, കാരണം കറക്റ്റ് ആൻസർ ആ തരുന്നത്. സപ്പോസ് ഞാൻ ഇപ്പൊ നോക്കി 100 കിട്ടി, ഉടനെ വീണ്ടും നോക്കിയപ്പോ 120 കിട്ടി, വീണ്ടും നോക്കിയപ്പോ 70 കിട്ടി. അങ്ങനെ മാറ്റം വരുന്നുണ്ടെങ്കിൽ നമുക്ക് പറയാലോ ആ മെഷീൻ എന്തോ തകരാറുണ്ട് അല്ലെ, കാരണം അങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ റിലയബിൾ എന്ന് പറഞ്ഞാൽ എന്താ? കൃത്യമായിട്ടുള്ള ആൻസർ, സെയിം റിസൾട്ട് എവരി ടൈം. എത്ര തവണ നമ്മൾ ചെയ്ത് നോക്കിയാലും കൃത്യമായിട്ടുള്ള സെയിം റിസൾട്ട് കിട്ടിയാൽ അത് നമുക്ക് റിലയബിൾ എന്ന് പറയാം അല്ലെ. എ റിലയബിൾ ഇൻസ്ട്രുമെന്റ് ഈസ് കൺസിസ്റ്റന്റ്. ഇതാ സ്ഥിരമായിരിക്കണം, ഫിക്സഡ്. കൺസിസ്റ്റന്റ് മീൻസ് ഫിക്സഡ് ആയിരിക്കണം, അതിന്റെ റിസൾട്ടുകൾ കറക്റ്റ് ആയിരിക്കണം, സ്ഥിരമായിരിക്കണം. ആൻഡ് ഡിപ്പെൻഡബിൾ, ഒന്നിനെ ഡിപ്പെൻഡ് ചെയ്ത് കിടക്കുന്നതായിരിക്കണം. അപ്പൊ നല്ല റിലയബിൾ ആണെന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആ റിസർച്ച് ഏറ്റവും നല്ലതാണെന്ന് അല്ലെ. അപ്പൊ എത്രത്തോളം റിലയബിലിറ്റി കൂടുന്നുവോ അത്രയും നമ്മുടെ റിസർച്ച് അല്ലെങ്കിൽ അതിന്റെ ഫൈൻഡിങ്സ് അത്രയും പെർഫെക്റ്റ് ആണ് നമുക്ക് പറയാൻ പറ്റും. അടുത്തത് എന്താണ്? വീണ്ടും സെയിം ചോദ്യം കേട്ടോ, റിലയബിലിറ്റി എന്താണെന്നുള്ളത് അത് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. അടുത്ത ചോദ്യം, എക്സ്പ്ലെയിൻ കൺകറന്റ് വാലിഡിറ്റി. എന്താണ് കൺകറന്റ് വാലിഡിറ്റി? നോക്കിയേ, കൺകറന്റ് വാലിഡിറ്റി ചെക്ക് ഹൗ വെൽ ടെസ്റ്റ് മാച്ചസ് അനദർ നോൺ ടെസ്റ്റ്. നമ്മൾ ചെയ്തൊരു ടെസ്റ്റ് അല്ലെങ്കിൽ നമുക്ക് കിട്ടിയ റിസൾട്ട് മറ്റൊന്നുമായിട്ട് എങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും, മറ്റൊന്നുമായിട്ട് എത്രത്തോളം വാലിഡ് ആണ് എന്ന് നോക്കുന്നതിനെയാണ് കൺകറന്റ് വാലിഡിറ്റി എന്ന് പറയുന്നത്. നോക്കിയേ, കൺകറന്റ് വാലിഡിറ്റി ചെക്ക് ഹൗ വെൽ എ ടെസ്റ്റ്, എങ്ങനെയാണ് ഒരു ടെസ്റ്റ് മാച്ചസ് അനദർ നോൺ ടെസ്റ്റ്, മറ്റൊരു ടെസ്റ്റുമായിട്ട് മാച്ച് ചെയ്യുന്നത്, മറ്റൊരു ടെസ്റ്റുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നത് എന്ന് നോക്കുന്നതിനെയാണ് കൺകറന്റ് വാലിഡിറ്റി എന്ന് പറയുന്നത്. ബോത്ത് ആർ ഡൺ അറ്റ് ദ സെയിം ടൈം, രണ്ടും ഒരേ സമയത്ത് ചെയ്തതാവണം. ഓക്കെ, അപ്പോ അങ്ങനെ ഇപ്പൊ ഞാനൊരു ടെസ്റ്റ് ചെയ്തു, അതേ ടൂൾ യൂസ് ചെയ്തിട്ട് അതേ സമയത്ത് മറ്റൊരു ടെസ്റ്റും ചെയ്തു. ഇത് രണ്ടും നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നെങ്കിൽ നമുക്കറിയാലോ അത് കറക്റ്റ് ആണെന്നുള്ളത്.
അല്ല ഒന്നൊരു റിസൾട്ട് മറ്റേത് വേറെ റിസൾട്ട് ആണെങ്കിൽ നമുക്കറിയാം എന്തൊക്കെയോ തകരാറുണ്ട് എന്നുള്ളത് അല്ലെ. അപ്പൊ അങ്ങനെ രണ്ട് ടെസ്റ്റുകൾ തമ്മിലുള്ള ആ ഒരു മാച്ച് ആവുന്നുണ്ടോ എന്ന് നോക്കാൻ ചെയ്യുന്നതാണ് കൺകറന്റ് വാലിഡിറ്റി എന്ന് പറയുന്നത്. അടുത്തൊരു ചോദ്യം, എന്താണ് ഇന്റേണൽ വാലിഡിറ്റിയും എക്സ്റ്റേണൽ വാലിഡിറ്റി? അതിന്റെ ഡിഫറൻസ് ആട്ടോ. ചിലപ്പോൾ ഇത് സെപ്പറേറ്റ് ചോദിക്കാം, വാട്ട് ഈസ് ഇന്റേണൽ വാലിഡിറ്റി അല്ലെ വാട്ട് ഈസ് എക്സ്റ്റേണൽ വാലിഡിറ്റി എന്നും ചോദിക്കാൻ സാധ്യത ഉണ്ട്. നോക്കാം. ഇന്റേണൽ വാലിഡിറ്റി ഷോസ് ഇഫ് ദ റിസൾട്ട്സ് ആർ ഡ്യൂ ദ വേരിയബിൾസ് സ്റ്റഡിഡ് നോട്ട് അതർ ഫാക്ടർ. അഥവാ ആ ഒരൊറ്റ വേരിയബിളിൽ നിന്ന് തന്നെയുള്ള മാറ്റത്തെ പഠിക്കുന്നതാണ് ഇന്റേണൽ വാലിഡിറ്റി എന്ന് പറയുന്നത്. എക്സ്റ്റേണൽ വാലിഡിറ്റി ഷോസ് ഇഫ് ദ റിസൾട്ട് ക്യാൻ അപ്ലൈ ടു അതർ സിറ്റുവേഷൻ. മറ്റു കാര്യങ്ങളിലേക്ക് നമുക്ക് എത്രത്തോളം അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് എക്സ്റ്റേണൽ വാലിഡിറ്റി. മനസ്സിലായില്ല? ഇപ്പൊ നമ്മുടെ ഒരു സ്റ്റഡി റിസൾട്ട് കിട്ടി, ആ റിസൾട്ട് എത്രത്തോളം കറക്റ്റ് ആണ് അല്ലെ, അഥവാ വേറെ സ്റ്റഡിയുമായിട്ടൊന്നും കണക്ട് ചെയ്യുന്നില്ലേ, നമ്മൾ കണ്ടെത്തിയിട്ടുള്ള ആ ഒറ്റ സ്റ്റഡി അത് എത്രത്തോളം കറക്റ്റ് ആണ്, അത് എത്രത്തോളം പെർഫെക്റ്റ് ആണ് എന്ന് നോക്കുന്നതാണ് ഇന്റേണൽ വാലിഡിറ്റി എന്ന് പറയുന്നത്. അപ്പൊ മറ്റു സ്റ്റഡികളുമായിട്ടൊന്നും കണക്ട് ചെയ്യൂല കേട്ടോ. ഇനി നമുക്ക് കിട്ടിയുള്ള റിസൾട്ട് മറ്റു സിറ്റുവേഷനുമായിട്ട് അഥവാ പുറത്തുള്ള മറ്റു സിറ്റുവേഷനുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യാണ്, അതിനാണ് നമ്മൾ എക്സ്റ്റേണൽ വാലിഡിറ്റി എന്ന് പറയുന്നത് കേട്ടോ. എക്സ്റ്റേണൽ വാലിഡിറ്റി അഥവാ പുറത്തുള്ള കാര്യങ്ങളുമായിട്ട് കണക്ട് ചെയ്യുന്നതിനെയാണ് എക്സ്റ്റേണൽ വാലിഡിറ്റി എന്ന് പറയുന്നത്. അടുത്തത്, വാട്ട് ഈസ് ഡാറ്റ വാലിഡേഷൻ? എന്താണ് ഡാറ്റ വാലിഡേഷൻ? നോക്കാം. ഡാറ്റ വാലിഡേഷൻ ചെക്ക് ഇഫ് ദ ഡാറ്റ കറക്റ്റ് ആൻഡ് കംപ്ലീറ്റ്. നമ്മൾ കിട്ടിയിട്ടുള്ള ഒരു ഡാറ്റ വാലിഡ് ആണോ എന്ന് നോക്കുക അല്ലെ, അങ്ങനെ സിമ്പിൾ ആയിട്ട് പറയാം. ഡാറ്റ വാലിഡ് ആണോ നോക്കുക. എന്താ വാലിഡ് പറഞ്ഞാൽ നമ്മുടെ കിട്ടിയിട്ടുള്ള ഡാറ്റ അത് കറക്റ്റ് ആണോ കംപ്ലീറ്റ് ആണോ എന്ന് നോക്കുന്നതിനെയാണ് ഡാറ്റ വാലിഡേഷൻ എന്ന് പറയുന്നത്. എന്തിനാണ് നമ്മൾ അങ്ങനെ ചെക്ക് ചെയ്യുന്നത്? നമുക്ക് കിട്ടിയ ഡാറ്റനൊക്കെ എന്തിനാ നമ്മൾ വാലിഡിറ്റി നോക്കുന്ന? അതിന്റെ ആവശ്യം എന്താണ്? ഇറ്റ് ഹെൽപ്സ് ടു റിമൂവ് എറർ. കൃത്യമായിട്ട് വാലിഡേഷൻ നോക്കി കഴിഞ്ഞാൽ അതിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ആ തെറ്റുകളൊക്കെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ. അതുപോലെ തന്നെ ദ അക്യുറസി ഓഫ് റിസർച്ച് റിസൾട്ട്. നമ്മുടെ റിസർച്ചിന്റെ റിസൾട്ട്, അതിന്റെ നിഗമനം കൃത്യമായിട്ട് നമുക്ക് അക്യുറേറ്റ് ആയി കിട്ടും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? റിസർച്ച് തുടങ്ങുന്നതിന് മുമ്പ് ഡാറ്റ വാലിഡേഷൻ കൃത്യമായിട്ട് ചെയ്യണം എന്നർത്ഥം. അടുത്തത്, വാട്ട് യു മീൻ ബൈ എഡിറ്റിംഗ് ഓഫ് ഡാറ്റ? നമ്മൾ എന്ത് ചെയ്യും? ഡാറ്റ കളക്ട് ചെയ്യൂലേ. ഇപ്പൊ ഞാൻ 2000 കുട്ടികളോട് ഡാറ്റ കളക്ട് ചെയ്തെന്ന് വെച്ചോളൂ. ആ ഡാറ്റയെ നമ്മൾ പ്രോസസ്സ് ചെയ്യുന്നതിന് മുമ്പ് അത് എഡിറ്റ് ചെയ്യും. എന്തിനാ എഡിറ്റ് ചെയ്യുന്നത്? അതിൽ എന്തെങ്കിലും മിസ്റ്റേക്കോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ സോൾവ് ചെയ്ത് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനെ എഡിറ്റ് ചെയ്യും. അപ്പൊ എന്താണ് എഡിറ്റിംഗ് ഓഫ് ഡാറ്റ? എഡിറ്റിംഗ് മീൻസ് നോക്കിയേ, ചെക്കിംഗ് ആൻഡ് കറക്റ്റിംഗ് കളക്ടിംഗ് ഡാറ്റ. നമ്മൾ കളക്ട് ചെയ്ത ഡാറ്റയെ ചെക്ക് ചെയ്യുന്നതിനെ, അതിനെ കറക്റ്റ് ചെയ്യാൻ അതിൽ തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തിരുത്തുന്നതിനെയാണ് എഡിറ്റിംഗ് ഓഫ് ഡാറ്റ. ഇപ്പൊ നമ്മളൊരു കവിത എഴുതാണ് അല്ലെ, അല്ലെങ്കിൽ ഒരു കഥ എഴുതാണ്, അവിടെയൊക്കെ നമ്മളിത് ചെയ്യാറുണ്ട് അല്ലെ. അതിൽ തന്നെ എഴുതിയിട്ട് നേരെ കണ്ട് പബ്ലിഷ് ചെയ്യൂല. നമ്മൾ അത് എഴുതി പല തവണ വായിച്ചു നോക്കി, പല തവണ അതിൽ എഡിറ്റിംഗ് വരുത്തിയിട്ടാണ് നമ്മൾ അത് പബ്ലിഷ് ചെയ്യുന്നത്. എന്നതുപോലെ തന്നെ നമ്മൾ റിസർച്ച് ചെയ്യുമ്പോഴും നമുക്ക് കിട്ടിയ ഡാറ്റ എന്ത് ചെയ്യും? പല തവണ ചെക്ക് ചെയ്തിട്ട് അതിലുള്ള മിസ്റ്റേക്ക് ഒക്കെ കറക്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ അതിനെ പുറത്തേക്ക് ഇറക്കുന്നത്. ഓക്കെ. ഇറ്റ് റിമൂവ്സ് ഇവിടെ പറയുന്നു, ഇറ്റ് റിമൂവ്സ് മിസ്റ്റേക്ക് ആൻഡ് മിസ്സിംഗ് വാല്യൂസ്. എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ ഉണ്ടെങ്കിൽ, ഏതെങ്കിലുമൊക്കെ മിസ്സായി പോയതുണ്ടെങ്കിൽ അതൊക്കെ കറക്റ്റ് ചെയ്യാനാണ് നമ്മൾ എഡിറ്റിംഗ് ചെയ്യുന്നത്. നെക്സ്റ്റ്, വാട്ട് യു മീൻ ബൈ കോംപ്രഹെൻഷൻ? നോക്കാം. കോംപ്രഹെൻഷൻ മീൻസ് അണ്ടർസ്റ്റാൻഡിങ് ദ മീനിങ് ഓഫ് ഇൻഫർമേഷൻ. ഒരു കാര്യത്തിന്റെ മീനിങ്ങിനെ മനസ്സിലാക്കുന്നതിനെയാണ് കോംപ്രഹെൻഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ നിങ്ങൾ ചെയ്യുന്ന ഒരു കാര്യം അതാണ് അല്ലെ. അപ്പൊ നിങ്ങൾ ഇങ്ങനെ പഠിക്കുകയാണ്, അപ്പൊ ഇവിടെ ചെയ്യുന്നത് നിങ്ങൾ ഒരു ഇൻഫർമേഷൻ, നമ്മളെ റിസർച്ച് മെത്തേഡ് എന്നുള്ള ഇൻഫർമേഷന് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക നിങ്ങൾ. അപ്പോൾ ഒരു ഇൻഫർമേഷനെ, ഒരു ഡാറ്റയെ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നതിനെയാണ് കോംപ്രഹെൻഷൻ എന്ന് പറയുന്നത്. അത് മനസ്സിലാക്കൽ നിർബന്ധമാണ് എവിടെ? നമ്മുടെ റിസർച്ചിൽ. കാരണം എന്താ? ഇറ്റ് ഈസ് നീഡഡ് ടു ഇന്റർപ്രറ്റ് ഡാറ്റ. നമ്മളൊരു ഡാറ്റനെ കൃത്യമായിട്ട് ഇന്റർപ്രറ്റ് ചെയ്യാൻ അഥവാ അതിന്റെ നിഗമനത്തിലേക്ക് എത്താൻ ഈ കോംപ്രഹെൻഷൻ അത്യാവശ്യമാണ് അല്ലെ. മനസ്സിലാക്കിയാലല്ലേ നമുക്ക് അതിന്റെ ഒരു നിഗമനം എഴുതാൻ പറ്റുള്ളൂ. അപ്പൊ കൃത്യമായിട്ട് കോംപ്രഹെൻഷൻ ഉണ്ടെങ്കിൽ അതിന്റെ കൺക്ലൂഷനിലേക്കൊക്കെ നമുക്ക് എത്തിച്ചേരാൻ പറ്റുള്ളൂ. അടുത്തത്, എന്താണ് കണ്ടിജൻസി ടേബിൾ? നോക്കാം. കണ്ടിജൻസി ടേബിൾ ഷോസ്, ശ്രദ്ധിക്കേണ്ടത്, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു വേരിയബിൾ. രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള റിലേഷനെ പറയുന്ന, ബന്ധത്തെ പറയുന്ന ടേബിൾ ആണ് കണ്ടിജൻസി ടേബിൾ എന്ന് പറയുന്നത്. അവിടെ ഓർത്തു വെക്കുക, റിലേഷൻ ബിറ്റ്വീൻ ടു വേരിയബിൾസ്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു കമ്പയർ കാറ്റഗറീസ് ഇൻ ഡാറ്റ അല്ലെ. എന്തിനാ നമ്മൾ യൂസ് ചെയ്യുന്നത്? കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്, അതിന്റെ എല്ലാ ഫീച്ചേഴ്സും വെച്ചിട്ട് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കണ്ടിജൻസി ടേബിൾസ് യൂസ് ചെയ്യാറുള്ളത്. ഇത് സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസിന് യൂസ് ചെയ്യുന്ന ഒരു ടൂൾ കൂടെയാണ് കണ്ടിജൻസി ടേബിൾ എന്ന് പറയുന്നത് കേട്ടോ. സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസിന് യൂസ് ചെയ്യുന്ന ഒരു ഫോമാണ്. അടുത്തത്, എന്താണ് ഇൻഫറൻഷ്യൽ അനാലിസിസ്? ശ്രദ്ധിക്കുക, വാട്ട് ഈസ് ഇൻഫറൻഷ്യൽ അനാലിസിസ്? നോക്കിയേ, ഇൻഫറൻഷ്യൽ അനാലിസിസ് യൂസ് ഡാറ്റ ഫ്രം എ സാമ്പിൾ ടു മേക്ക് കൺക്ലൂഷൻ അബൌട്ട് പോപ്പുലേഷൻ. ശരിക്കും ശ്രദ്ധിക്കുക, നമ്മൾ ഹൈപ്പോത്തസിസ് പറഞ്ഞ ഭാഗത്ത് തന്നെ വരുന്ന ഒരു സാധനമാണ്. നമ്മൾ എന്ത് ചെയ്യും? നമ്മളൊരു ഡാറ്റ യൂസ് ചെയ്യും. എന്തിന്? ഫ്രം എ സാമ്പിൾ ടു മേക്ക് കൺക്ലൂഷൻ അബൌട്ട് പോപ്പുലേഷൻ. ഒരു സാമ്പിൾ വെച്ചിട്ട് നമ്മളൊരു ഡാറ്റനെ പഠിക്കൂലെ, അനലൈസ് ചെയ്യും.
എന്നിട്ട് എന്ത് ചെയ്യും, നമ്മൾ ആ പോപ്പുലേഷനെയാണ് ജഡ്ജ് ചെയ്യുക. അപ്പൊ നമ്മള് കന്നിക്കാലത്ത് നിന്ന് ചോറ് എടുക്കുന്ന പറഞ്ഞില്ലേ, 2-3 വറ്റ് നമ്മൾ എടുത്തു അല്ലെ, എന്നിട്ട് ആ വറ്റ് വെന്തു എന്ന് പറഞ്ഞു. എന്നിട്ട് നമ്മൾ എന്താ പറയാ, പോപ്പുലേഷൻ വെച്ചിട്ടാണ് അതിനെ കൺക്ലൂഡ് ചെയ്യുക അല്ലെ, അഥവാ അരിക്കല അല്ലെങ്കിൽ ചോറ് വെന്തു. ഇപ്പൊ സപ്പോസ് ഞാൻ 2000 കുട്ടികളെ കുറിച്ച് പഠിക്കുകയാണ്, അല്ലെങ്കിൽ 200 കുട്ടികളെ ഞാൻ സെലക്ട് ചെയ്തു, അതാണ് സാമ്പിൾ എന്ന് പറയുന്നത് അല്ലെ. ഈ സാമ്പിളിനെ ഞാൻ പഠിച്ചു, എന്നിട്ട് ഞാൻ പറയാണ്, അപ്പൊ എനിക്ക് കിട്ടി അവരെല്ലാവരും ആവറേജ് പഠിക്കുന്ന 200 കുട്ടികൾ പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി അവരൊക്കെ ഒരു ആവറേജ് പഠിക്കുന്ന കുട്ടികളാണ്. എന്നിട്ട് ഞാൻ കൺക്ലൂഷൻ എന്താ പറയാ, 200 കുട്ടികൾ പഠിക്കുന്ന കുട്ടികൾ എന്നല്ല പറയാം, മറിച്ചോ ആ കോളേജിലത്തെ 2000 കുട്ടികളും എന്താണ് നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളാണെന്ന് പറയാം അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു സാമ്പിൾ വെച്ച് പഠിച്ച് എന്നിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള കൺക്ലൂഷൻ ഏതിലേക്ക് മാറ്റാണ്, ഒരു പോപ്പുലേഷനിലേക്ക് മാറ്റാണ് അല്ലെ. അതിനെയാണ് നമ്മൾ ഇൻഫറൻഷ്യൽ അനാലിസിസ് എന്ന് പറയാ. ഇറ്റ് അപ്ലൈസ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റ്. സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റിൽ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ് തന്നെയാണ്. ഇറ്റ് ഹെൽപ്സ് ടു പ്രഡിക്റ്റ് ആൻഡ് ജനറലൈസ് റിസൾട്ട്. അപ്പൊ നമുക്ക് കിട്ടിയുള്ള റിസൾട്ട് ഉണ്ടല്ലോ, 200 കുട്ടികളെ വെച്ച് കിട്ടിയ റിസൾട്ട് ഉണ്ടല്ലോ, അത് നമ്മൾ എന്ത് ചെയ്യാണ്, ജനറലൈസ് ചെയ്യാണ്. ജനറലൈസ് ചെയ്യുന്ന ആ ടോട്ടൽ പോപ്പുലേഷനിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യാണ്. അതിനെയാണ് ഇൻഫറൻഷ്യൽ അനാലിസിസ് എന്ന് പറയാ. അടുത്തൊരു ചോദ്യം, വാട്ട് ഈസ് കോൺഫിഡൻസ് ലെവൽ? കോൺഫിഡൻസ് ലെവൽ, കോൺഫിഡൻസ് നമുക്കറിയാലോ അല്ലെ. കോൺഫിഡൻസ് ലെവൽ ഷോസ് ഹൗ ഷുവർ വി ആർ അബൌട്ട് ദ റിസൾട്ട്. നമ്മളെ റിസൾട്ടിൽ നമ്മൾ എത്രത്തോളം റെഡി ആണ്, ഓക്കെ ആണ്, പെർഫെക്റ്റ് ആണ്, കോൺഫിഡന്റ് ആണ് എന്ന് നോക്കുന്നതിനെയാണ് കോൺഫിഡൻസ് ലെവൽ എന്ന് പറയുക അല്ലെ. അപ്പൊ നമുക്ക് കിട്ടിയുള്ള റിസൾട്ട് അത് എത്രത്തോളം പെർഫെക്റ്റ് ആണ് അല്ലെ. ചിലപ്പോൾ നിങ്ങൾ പ്രോബ്ലം പേപ്പർ ഒക്കെ ചെയ്യുമ്പോൾ ഈ ഒരു സാധനം ഉണ്ടാവും, നമ്മൾ ചെയ്തിങ്ങനെ വന്ന് ലാസ്റ്റ് എത്തുമ്പോൾ തീരെ കോൺഫിഡൻസ് ഇല്ലാന്ന് പറയും അല്ലെ. നമ്മൾ ചെയ്തത് കറക്റ്റ് ആണോ, ഡൗട്ട് ആണ്, പ്രശ്നമാണ് അല്ലെ. അപ്പൊ നമ്മൾ ചെയ്ത അല്ലെങ്കിൽ നമ്മുടെ റിസൾട്ട് എത്രത്തോളം പെർഫെക്റ്റ് ആണ് എന്ന് നോക്കുന്നതിന്, അല്ലെങ്കിൽ അതിൽ എത്രത്തോളം നമ്മൾ ഓക്കെ ആണെന്ന് നോക്കുന്നതിനെയാണ് കോൺഫിഡൻസ് ലെവൽ എന്ന് പറയുന്നത്. ഇത് പലപ്പോഴും പെർസെന്റേജിലൊക്കെയാണ് സൂചിപ്പിക്കാറുള്ളത് കേട്ടോ. കോൺഫിഡൻസ് ലെവൽ പലപ്പോഴും പെർസെന്റേജിലാണ് പറയാറുള്ളത്. നല്ല കോൺഫിഡൻസ് ലെവൽ കൂടുതൽ ഉണ്ടെങ്കിൽ ആ റിസൾട്ട് കൂടുതൽ റിലയബിൾ ആണെന്ന് പറയാം അല്ലെ. നമുക്ക് പെർഫെക്റ്റ് ആണ്, കറക്റ്റ് ആണ്, നമ്മൾ ഹൈലി കോൺഫിഡന്റ് ആണെങ്കിൽ നമുക്ക് പറയാം ആ റിസൾട്ട് പെർഫെക്റ്റ് ആണെന്ന് പറയാം. അടുത്തത്, വാട്ട് ഈസ് ദ നീഡ് ഫോർ എക്സിക്യൂട്ടീവ് സമ്മറി ഇൻ റിസർച്ച് റിപ്പോർട്ട്? എന്തിനാണ് നമ്മൾ റിസർച്ച് റിപ്പോർട്ടിൽ ഒരു എക്സിക്യൂട്ടീവ് സമ്മറി ഇൻക്ലൂഡഡ് ആക്കുന്നത്? എക്സിക്യൂട്ടീവ് സമ്മറി എന്ന് പറഞ്ഞാലേ ആ റിസർച്ചിന്റെ ഒരു ടോട്ടൽ സംഗ്രഹം എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ, അതാണ്. എന്തിനാ? an executive summary gives a short overview of whole report. നമ്മുടെ ടോട്ടൽ റിപ്പോർട്ടിനെ കുറിച്ച് ഒരു ഓവർവ്യൂ നമുക്ക് പറഞ്ഞുതരുമാര് എക്സിക്യൂട്ടീവ് സമ്മറി അല്ലെ. ഇപ്പോ അതായത് ഹൈലൈറ്റ് ദ കീ പോയിന്റ്, അതിന്റെ മെയിൻ പോയിന്റുകൾ ഏതൊക്കെയാണ്, അതിന്റെ ഫൈൻഡിങ്സ് എന്തൊക്കെയാണ്, അതിന്റെ റെക്കമെൻഡേഷൻ, അങ്ങനെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ അത് കൃത്യമായിട്ട് പറഞ്ഞുതരും. എന്തിനാ ചെയ്യുന്നത്? ഇറ്റ് ഹെൽപ്സ് ബിസി റീഡേഴ്സ് അണ്ടർസ്റ്റാൻഡ് ദ സ്റ്റഡി ക്വിക്ക്ലി. ഇത് ഫുള്ളൊന്നും വായിക്കാൻ സമയമില്ല, നമ്മൾ റിസർച്ച് റിപ്പോർട്ട് ഫുള്ളൊന്നും വായിക്കാൻ ടൈമില്ലാത്ത, പെട്ടെന്ന് വായിച്ച് മനസ്സിലാക്കണം എന്നുള്ള അല്ലെങ്കിൽ സമയമൊന്നും ഇല്ലാത്ത ആൾക്കാർക്ക് എന്ത് ചെയ്യാം, ആ ഒരു സമ്മറി വായിച്ചാൽ തന്നെ ഒരു ഐഡിയ ആയിരിക്കും അല്ലെ. നമ്മൾ ചിലപ്പോൾ ഒരു ബുക്കൊക്കെ വായിക്കുമ്പോൾ അതിന്റെ ഒരു സമ്മറി വായിക്കൂലേ, അതിന്റെ ഒരു സംഗ്രഹം വായിക്കൂലേ അല്ലെ. ആ ബുക്ക് കംപ്ലീറ്റ് വായിക്കുന്ന ഒരു എഫക്ട് നമുക്ക് ഒരു പക്ഷേ ആ സംഗ്രഹം വായിക്കുമ്പോൾ കിട്ടും അല്ലെ. അപ്പോ അങ്ങനെ അതിന്റെ ടോട്ടൽ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഇനി വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ചോദ്യമാണ് ഡിഫറൻസ് ബിറ്റ്വീൻ പോപ്പുലേഷൻ സാമ്പിൾ. ഇത് ചിലപ്പോൾ വാട്ട് ഈസ് പോപ്പുലേഷൻ അല്ലെങ്കിൽ വാട്ട് ഈസ് സാമ്പിൾ എന്നൊക്കെ വെച്ച് ചോദിക്കാൻ സാധ്യത ഉണ്ട്. ചിലപ്പോൾ 5 മാർക്കിലും സാധ്യത കാണുന്നുണ്ട് കേട്ടോ. പോപ്പുലേഷനും സാമ്പിളും നമ്മുടെ ഡിഫറൻസ് വളരെയധികം മനസ്സിലാക്കി. നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലെ. ഇപ്പൊ ഞാൻ ഒരു കോളേജിലത്തെ 2000 കുട്ടികളോടൊത്ത് സ്റ്റഡി നടത്തുകയാണ് അല്ലെ. 2000 കുട്ടികളെടുത്ത് കംപ്ലീറ്റ് കുട്ടികളെ ഒരാളെ പോലും വിടാണ്ട് മുഴുവൻ കുട്ടികളെ എടുത്ത് സ്റ്റഡി നടത്തിയാൽ അവിടെ പോപ്പുലേഷൻ എന്ന് പറയാം, അഥവാ ഹോൾ ഡാറ്റ. സാമ്പിളോ ഈ 2000 കുട്ടികളെ സ്റ്റഡി നടത്തുന്നത് എനിക്ക് ടാസ്ക് ആണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം, ഇത് വെറും 200 കുട്ടികളെ സെലക്ട് ചെയ്യാണ് അല്ലെ. 2000 കുട്ടികൾക്ക് ഒരുപാട് സമയം ചെലവൊക്കെ വരുന്നുണ്ട്, എന്റെ എഫേർട്ടും കുറെ വരുന്നുണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം, അതിന് ഒരു 200 കുട്ടികളെ സെലക്ട് ചെയ്യാണ്. ആ സെലക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, സാമ്പിൾ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ നോക്കാം, പോപ്പുലേഷൻ ദാ എൻറ്റയർ ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽ. കണ്ടോ, നമ്മുടെ ടോട്ടൽ എണ്ണത്തെ അല്ലെങ്കിൽ ടോട്ടൽ ഗ്രൂപ്പിനെ വിളിക്കുന്ന പേരാണ് പോപ്പുലേഷൻ. എൻറ്റയർ ഗ്രൂപ്പ് കേട്ടോ, കംപ്ലീറ്റ് ഗ്രൂപ്പിനെയും അല്ലെങ്കിൽ കംപ്ലീറ്റ് ആളുകളെയും വിളിക്കുന്ന പേരാണ് പോപ്പുലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ എ സ്മോളർ പാർട്ട് ഓഫ് ദ സബ്സെറ്റ് ഓഫ് പോപ്പുലേഷൻ. എന്താ പറഞ്ഞ നോക്കി പോപ്പുലേഷന്റെ ഒരു ചെറിയ ഭാഗം, പോപ്പുലേഷന്റെ ഒരു ചെറിയ ഭാഗം, അതിനെ വിളിക്കുന്ന പേരാണ് സാമ്പിൾ. ഒന്നുകൂടെ പറയാണ്, പോപ്പുലേഷന്റെ ഒരു ചെറിയ ഭാഗത്ത് സ്മോളർ പാർട്ട് അല്ലെ, അതിനെ വിളിക്കുന്ന പേരാണ് സാമ്പിൾ. ഇപ്പൊ ഞാൻ പറഞ്ഞു 2000 കുട്ടികളെ പഠിക്കുകയാണെങ്കിൽ ആ 2000 കുട്ടികളോട് ഡാറ്റ കളക്ട് ചെയ്താൽ അത് പോപ്പുലേഷൻ എന്ന് പറയും. 2000 ഒരു 200 ആൾ മാത്രം ഞാൻ ചൂസ് ചെയ്ത് ഡാറ്റ കളക്ട് ചെയ്താൽ അതിന് സാമ്പിൾ എന്ന് വിളിക്കും. ദെൻ സൈസ്, പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം യൂഷ്വലി ലാർജ് സൈസ് അല്ലെ. കാരണം മുഴുവൻ ഡാറ്റാസ് നമ്മൾ എടുക്കുന്നുണ്ട് അല്ലെ, ഒരാളെ പോലും വിടുന്നില്ല, മുഴുവൻ ഡാറ്റ എടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ ഹെവി വലിയ ലാർജ് സൈസ് ആയിരിക്കും ഉണ്ടാവുക. കാരണം എന്താ, ഇൻക്ലൂഡ് ഓൾ മെമ്പേഴ്സ് അല്ലെ, എല്ലാരും നമ്മൾ ഇതിൽ ഉൾക്കൊള്ളിക്കുന്നുണ്ട്. എന്നാൽ സാമ്പിൾ ആവട്ടെ സ്മോളർ ആണ്, കാരണം പോപ്പുലേഷനിൽ നിന്നും കുറച്ച് ആൾക്കാരെ മാത്രമേ നമ്മൾ സെലക്ട് ചെയ്യുന്നുള്ളൂ, എല്ലാവരെയും ചൂസ് ചെയ്യുന്നില്ല. അതല്ലേ സാമ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് എക്സാമ്പിൾ. ഫോർ എക്സാമ്പിൾ,
ഓൾ സ്റ്റുഡൻസ് ഇൻ എ കോളേജ്, നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലെ, ഒരു കോളേജിലത്തെ മുഴുവൻ കുട്ടികളെ എടുത്ത് ഞാൻ ഡാറ്റ പഠിക്കുകയാണെങ്കിൽ അതിനെ പോപ്പുലേഷൻ എന്ന് പറയും. എന്നാൽ 100 സ്റ്റുഡൻസ് സെലക്ടഡ് ഫ്രം ദാറ്റ് കോളേജ്, അതിൽ നിന്ന് വെറും 100 ആളെടുത്ത് ഞാൻ പഠിക്കുകയാണ്, അപ്പൊ എന്തായി, അത് സാമ്പിൾ ആയിട്ട് മാറി. ഇനി ഡാറ്റ ടൈപ്പ്, ഗീവ് കംപ്ലീറ്റ് ഡാറ്റ. പോപ്പുലേഷൻ വെച്ച് നമ്മൾ സ്റ്റഡി ചെയ്താൽ ഓക്കെ, മുഴുവൻ ഡാറ്റ നമുക്ക് കയ്യിൽ കിട്ടും അല്ലെ, മുഴുവൻ ഡാറ്റയും നമുക്ക് അവൈലബിൾ ആവും. അതിന് മറ്റൊരു പേരുണ്ട് സെൻസസ് കേട്ടോ. ചിലപ്പോൾ എക്സാമിന് അങ്ങനെ ചോദിക്കാം, എന്താണ് സെൻസസ് സർവേ, അങ്ങനെ ചോദ്യം കണ്ടുവാർക്ക് എക്സ്പെക്ട് ചെയ്യാം കേട്ടോ. സെൻസസ് എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ, പോപ്പുലേഷനെ മുഴുവനും അഥവാ ഒരാളെ പോലും ഇടാണ്ട് മുഴുവൻ ആളുകളെയും വെച്ച് നടത്തുന്ന സ്റ്റഡിയാണ് സെൻസസ് സർവേ. ദെൻ ഇവിടെ നോക്കിയാൽ ഗീവ്സ് പാർഷ്യൽ ഡാറ്റ. പാർഷ്യൽ ഡാറ്റ നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലെ, ഫുൾ ഡാറ്റ എടുക്കില്ല, ആ ടോട്ടൽ പോപ്പുലേഷനിൽ നിന്നും കുറച്ച് ആളുകളെ മാത്രം നമ്മൾ പെറുക്കിയെടുത്തിട്ട് ചെയ്യുന്ന സ്റ്റഡിയാണ് സാമ്പിൾ എന്ന് പറയുന്നത്. ഇനി ടൈം ആൻഡ് കോസ്റ്റ്, നമുക്കറിയാം പോപ്പുലേഷൻ മുഴുവൻ ആളുകൾ എടുത്ത് പഠിക്കണോണ്ട് തന്നെ ഒരുപാട് ടൈം, മോർ ടൈം ആൻഡ് മണി അല്ലെ, ഒരുപാട് സമയവും ഒരുപാട് ചെലവും ഇതിനാവശ്യമാണ്. എന്നാൽ സാമ്പിൾ ആകുമ്പോൾ കുറഞ്ഞ ആളുകൾ എടുത്ത് പഠിക്കലാണ്, അതുകൊണ്ട് തന്നെ ലെസ് ടൈം ആൻഡ് കോസ്റ്റ്, കുറഞ്ഞ സമയം കുറഞ്ഞ ചെലവേ ഇതിനാവശ്യമായിട്ട് വരുള്ളൂ. ദെൻ അക്യുറസി, നമുക്കറിയാം വെരി അക്യുറേറ്റ്, കാരണം എന്താ, ഏറ്റവും അക്യുറേറ്റ് ഡാറ്റ എവിടെ ആയിരിക്കും, പോപ്പുലേഷനിലായിരിക്കും. കാരണം എന്താ, ഒരാളെ പോലും നമ്മൾ വിടുന്നില്ല അല്ലെ, മുഴുവൻ ആളെടുത്തും നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഏറ്റവും അക്യുറേറ്റ് ആയിട്ടുള്ള ഡാറ്റ നമ്മളെ പോപ്പുലേഷൻ സ്റ്റഡിയിലായിരിക്കും ഉണ്ടാവുക. എന്നാൽ സാമ്പിൾ സ്റ്റഡിയിലോ ലെസ് അക്യുറേറ്റ്, അത്രത്തോളം അക്യുറേറ്റഡ് ആയിട്ടുള്ള ഡാറ്റ ആവില്ല, അക്യുറേസി കുറവായിരിക്കും. അതുപോലെ തന്നെ മറ്റൊരു പോയിന്റ് ആയിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റും, ഡിഫിക്കൽട്ട് ടു മാനേജ്. ഇത് അടുത്തൊരു പോയിന്റ് ആക്കിയിട്ട് നിങ്ങൾക്ക് ആഡ് ചെയ്യാം കേട്ടോ. കാരണം അതായത് പോപ്പുലേഷൻ സ്റ്റഡി എന്നുള്ളത് ഡിഫിക്കൽട്ട് ടു മാനേജ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ഒരുപാട് പേരുണ്ടാവും, ഒരാളെ പോലും ഒഴിവാക്കാണ് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യണം അല്ലെ, അപ്പോൾ ഹെവി ടാസ്ക് ആണ്. എന്നാൽ സാമ്പിൾ ആണെങ്കിൽ ഈസിയർ ടു ഹാൻഡിൽ, പെട്ടെന്ന് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അപ്പൊ ഈ ഒരു പോയിന്റ് നിങ്ങൾക്ക് അടുത്തൊരു നെക്സ്റ്റ് ഒരു പോയിന്റ് ആക്കിയിട്ട് തന്നെ കൊടുക്കാം കേട്ടോ, ഇതിന്റെ ഒപ്പം കൊടുക്കണം എന്നില്ല, പുതിയൊരു പോയിന്റ് ആയിട്ട് കൊടുക്കാൻ പറ്റും. ദെൻ പർപ്പസ്, രണ്ടിനും പർപ്പസ് സെയിം ആണ്. യൂസ് വെൻ സ്റ്റഡിങ് എവറി മെമ്പർ ഈസ് പോസിബിൾ, എല്ലാ മെമ്പറെയും അഥവാ നമ്മുടെ പോപ്പുലേഷൻ പെട്ട എല്ലാ ആളുകളെയും എടുത്ത് പഠിക്കുക എന്നുള്ളതാണ് ഇതിന്റെ ലക്ഷ്യം. എന്നാൽ യൂസ്ഡ് വെൻ സ്റ്റഡിങ് ദ ഹോൾ പോപ്പുലേഷൻ ഈസ് നോട്ട് പോസിബിൾ. ഇത് എപ്പോഴാണ് നമ്മൾ സാമ്പിൾ എപ്പോഴാണ് യൂസ് ചെയ്യുക, മുഴുവൻ ആളുകൾ എടുത്ത് പഠിക്കുക എന്നുള്ളത് ടാസ്ക് ആവുമ്പോ അല്ലെ, റിസ്ക് ആവുമ്പോഴാണ് നമ്മൾ സാമ്പിൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ ഡിഫറൻസ് ഒന്ന് ഓർത്തു വെക്കുക. ഇത്രയാണ് 2 മാർക്കിന് കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ. ഇനി 5 മാർക്കിന്റെ ക്വസ്റ്റിലേക്ക് വരാം. നമ്മൾ നേരത്തെ പറഞ്ഞത് ചിലത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരു ചോദ്യം, ഡിഫൈൻ റിസർച്ച്, എന്താണ് റിസർച്ച്, നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. എക്സ്പ്ലെയിൻ ഇറ്റ്സ് ക്യാരക്ടറിസ്റ്റിക് അഥവാ അല്ലെങ്കിൽ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്. റിസർച്ച് നമുക്കറിയാലോ, നമ്മൾ ഓൾറെഡി പറഞ്ഞു, സിസ്റ്റമാറ്റിക് സ്റ്റഡി ടു ഡിസ്കവർ ന്യൂ ഫാക്ട് ഓർ സോൾവ് പ്രോബ്ലം. ഒരു പ്രോബ്ലത്തെ സോൾവ് ചെയ്യുക അല്ലെങ്കിൽ ഒരു പുതിയ കാര്യം കണ്ടെത്താൻ, ന്യൂ നോളജിലേക്ക് എത്തിച്ചേരുക, അതിനുവേണ്ടി ചെയ്യുന്ന റിസർച്ചിനെയാണ്, സ്റ്റഡിയാണ്, ഒരു സിസ്റ്റമാറ്റിക് സ്റ്റഡിയാണ് റിസർച്ച് എന്ന് പറയുന്നത്. ഇതിന്റെ ഫീച്ചേഴ്സ് നോക്കിയാൽ, ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ എവിഡൻസ് ആൻഡ് ഡാറ്റ. ഡാറ്റ അല്ലെങ്കിൽ എവിഡൻസ് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ റിസർച്ച് ചെയ്യാറുള്ളത്. ടു ഫോളോ എ പ്ലാൻഡ് ആൻഡ് ലോജിക്കൽ പ്രോസസ്, എങ്ങനെങ്കിലും ചെയ്തത് റിസർച്ച് ആവില്ല, കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് ലോജിക്കലി ഫോളോ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. അതുപോലെ ഇറ്റ് എയിംസ് ടു ഫൈൻഡ് ട്രൂത്ത് ആൻഡ് ന്യൂ നോളജ്, നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലെ, പുതിയ കാര്യങ്ങൾ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ റിസർച്ച് ചെയ്യുന്നത്. റിസർച്ച് ഈസ് ഒബ്ജക്റ്റീവ് ആൻഡ് സയന്റിഫിക്, അത് കൃത്യമായിട്ട് ഒരു ലക്ഷ്യം വെച്ചിട്ടാണ്, അതുപോലെ സയന്റിഫിക്കലി ചെയ്യുന്ന ഒരു കാര്യമാണ്. പിന്നെ 5 മാർക്കിനൊക്കെ നിങ്ങൾ ഈ പോയിന്റുകൾ ഇൻക്ലൂഡഡ് ആക്കിയാൽ മതി, പക്ഷെ ഇത്ര എഴുതിയ പോരാട്ടോ, ഒന്നും കൂടെ ഒന്ന് ഇലാബറേറ്റ് ചെയ്തിട്ട് എഴുതണേ. ഞാനിതൊന്ന് നമ്മളെ നോട്ട് വല്ലാണ്ട് അധികരിക്കണ്ടെന്ന് വിചാരിച്ചൊന്ന് ഷോർട്ട് ആക്കിയിട്ടാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. പോയിന്റുകൾ ഇത്ര മതി, പക്ഷെ ഉള്ള പോയിന്റുകൾ ഒന്ന് വിശദീകരിച്ച് എഴുതിയാൽ ഏറ്റവും ഭംഗിയായിട്ടോ. ദെൻ ഇറ്റ് ക്യാൻ ബി അപ്ലൈഡ് ഇൻ മെനി ഫീൽഡ്, ഒരുപാട് ഫീൽഡിൽ നമുക്ക് ആവശ്യമുള്ള കാര്യമാണ് റിസർച്ച്. അഥവാ എല്ലാ ഫീൽഡിലും, കൊമേഴ്സിൽ മാത്രമൊന്നല്ല കേട്ടോ, എല്ലാ ഫീൽഡിലും ഈ റിസർച്ച് സജീവമായിട്ട് നടക്കുന്നുണ്ട്. ഇറ്റ് ഹെൽപ്സ് ഇംപ്രൂവ് അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് പ്രാക്ടീസ്, പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടെത്താനും അത് പ്രാക്ടീസ് ചെയ്യാനൊക്കെ നമ്മളെ സഹായിക്കുന്ന ഒരു കാര്യമാണ് റിസർച്ച്. അടുത്തൊരു ചോദ്യം, വാട്ട് ഈസ് നീഡ് ഫോർ കണ്ടക്ടിങ് റിസർച്ച്, എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നത്. അതും നേരത്തെ പറഞ്ഞ അതേ പോയിന്റുകൾ ഇതിൽ ആഡ് ചെയ്യാൻ പറ്റൂ കേട്ടോ. ടു ഡിസ്കവർ ന്യൂ ഐഡിയ അല്ലെ, നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, പുതിയ ഐഡിയകളെ, പുതിയ നോളജുകളെ, പുതിയ ഫാക്ടുകളെ കണ്ടെത്താൻ വേണ്ടിയിട്ട് അല്ലെ. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ടു സോൾവ് പ്രോബ്ലംസ് അല്ലെ, പ്രോബ്ലത്തൊക്കെ സിസ്റ്റമാറ്റിക്കലി സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ ടു ഇംപ്രൂവ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഇഷ്യൂസ്, ഒരു പ്രോബ്ലത്തെ കുറിച്ചുള്ള കൃത്യമായിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ, മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ബെറ്റർ ഡിസിഷൻ, ഏറ്റവും നല്ല തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട്. ദെൻ ടു പ്ലാൻ ഡെവലപ്പ് എ ന്യൂ മെത്തേഡ്, പുതിയ മെത്തേഡുകൾ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ടു ടെസ്റ്റ് ആൻഡ് പ്രൂവ് തിയറീസ്, നമ്മളെ തിയറികളൊക്കെ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ടു കോൺട്രിബ്യൂട്ട് നോളജ് ആൻഡ് പ്രോഗ്രസ്, നമുക്ക് നോളജിലേക്ക്, പ്രോഗ്രസിലേക്ക് കൂടുതൽ കാര്യങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതൊക്കെയാണ് അതിന്റെ നീഡ്സ് എന്ന് പറയുന്നത്. അടുത്തൊരു ചോദ്യം, ബ്രീഫ്ലി എക്സ്പ്ലെയിൻ പർപ്പസ് ആൻഡ് എയിംസ് ഓഫ് റിസർച്ച്. ഇതും നേരത്തെ പറഞ്ഞ തന്നെയാണ് കേട്ടോ, അഥവാ റിസർച്ചിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്. ഓക്കെ, അപ്പം കുറച്ച് പോയിന്റുകൾ ഓർത്ത് വെച്ചാൽ അത് നമുക്ക് എല്ലാത്തിലും അപ്ലൈ ചെയ്യാൻ പറ്റും എന്നർത്ഥം കേട്ടോ. ടു ഫൈൻഡ് ആൻസർ ടു സ്പെസിഫിക് ക്വസ്റ്റ്യൻസ് അല്ലെ,
അഥവാ ചില ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കണ്ടെത്തലാണ് റിസർച്ച് എന്ന് പറയുന്നത്. ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ് ആണ്. ടു ഡിസ്കവർ ഇംപ്രൂവ് നോളജ്, നമ്മുടെ നോളജിനെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ എക്സ്പ്ലെയിൻ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഫാക്ടേഴ്സ്, ഓരോ ഫാക്ടേഴ്സും തമ്മിലുള്ള റിലേഷൻഷിപ്പ് പഠിക്കാൻ വേണ്ടിയിട്ട്. ടു ടെസ്റ്റ് എക്സിസ്റ്റിംഗ് തിയറി, അല്ലെ, ഇപ്പൊ നിലവിലുള്ള തിയറികളെ കൃത്യമായിട്ട് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ക്രിയേറ്റ് ന്യൂ വൺ, പുതിയ തിയറികളെ കണ്ടെത്താൻ വേണ്ടിയിട്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് ഓർത്തെടുക്കാൻ വേണ്ടി ചോദിക്കാം കേട്ടോ. നിലവിലുള്ള തിയറി, എക്സിസ്റ്റിംഗ് തിയറി വെച്ചിട്ട് ചെയ്യുന്ന റിസർച്ച് ഏതാ എന്ന് ആലോചിച്ച് നോക്കിയേ. നിലവിലുള്ള തിയറി വെച്ചിട്ട് ചെയ്യുന്ന റിസർച്ച് യെസ്, അപ്ലൈഡ് റിസർച്ച് അല്ലെ. എന്നാ പുതിയത് കണ്ടെത്താനുള്ള റിസർച്ച് ഏതാ? പുതിയ തിയറീസ് കണ്ടെത്താനുള്ള റിസർച്ച് ഏതാണ്? യെസ്, ഫണ്ടമെന്റൽ റിസർച്ച് അല്ലെങ്കിൽ പ്യൂർ റിസർച്ച് അല്ലെ. ഓക്കെ, ഗുഡ്. അപ്പൊ നോക്കാം അടുത്തത്. ടു ഹെൽപ്പ് ഇൻ പ്ലാനിങ് ആൻഡ് പോളിസി മേക്കിംഗ്. നമ്മൾ റിസർച്ചുമായി ബന്ധപ്പെട്ട പ്ലാനിങ്ങിന്, അതുപോലെ പോളിസി തയ്യാറാക്കാനൊക്കെ നമ്മൾ റിസർച്ച് യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ടു പ്രഡിക്റ്റ് ഔട്ട്കം ആൻഡ് ഇംപ്രൂവ് പ്രാക്ടീസസ്, നമ്മുടെ റിസൾട്ട് അഥവാ നമ്മുടെ ഔട്ട്കം എന്തായിരിക്കും എന്ന് കൃത്യമായിട്ട് പ്രഡിക്റ്റ് ചെയ്യാൻ, അതൊക്കെ നമ്മൾ റിസർച്ച് യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ ടു ഫൈൻഡ് ട്രൂത്ത് ആൻഡ് ബെനിഫിറ്റ് സൊസൈറ്റി, സൊസൈറ്റിക്ക് ഉപകാരപ്രദമാകുന്ന രൂപത്തിൽ സത്യങ്ങളൊക്കെ കണ്ടെത്താൻ നമ്മൾ റിസർച്ചിനെ യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ അതിന്റെ എയിംസ് ആണ് നമ്മൾ പറഞ്ഞത്. അടുത്തൊരു ചോദ്യം, ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച്. നമ്മൾ 2 മാർക്കിൽ ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചിരുന്നു. ഞാൻ അതൊന്നും കൂടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നമുക്കറിയാം ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ശ്രദ്ധിക്കുക, അത് നോൺ ന്യൂമറിക്കൽ ആണ്, അഥവാ നമ്പറിൽ പറയാൻ പറ്റാത്തതാണ് അല്ലെ. ഒരു ഉദാഹരണം, ഒരു ബ്യൂട്ടി, ഒരാളുടെ സൗന്ദര്യം, നമുക്ക് 10 സൗന്ദര്യമാണ്, 15 സൗന്ദര്യം എന്ന് പറയാൻ പറ്റുമോ? ഒരാളുടെ ഇന്റലിജൻസ്, ഒരാളുടെ സ്വഭാവം, ഇതൊന്നും നമുക്ക് നമ്പറിൽ പറയാൻ പറ്റൂലല്ലോ അല്ലെ. 10 സ്വഭാവമാണ്, 12 സ്വഭാവമാണ് ഒന്നും പറയാൻ കഴിയൂല. അങ്ങനെ നമ്പറിൽ പറയാൻ പറ്റാത്ത ഡാറ്റാസിനെയാണ് ക്വാളിറ്റേറ്റീവ് റിസർച്ച് എന്ന് പറയുന്നത്. അപ്പൊ അതിൽ വരുന്ന എന്താ? ഒപ്പീനിയൻസ്, ഫീലിങ്സ്, എക്സ്പീരിയൻസ്, ഇതൊക്കെയാണ് ക്വാളിറ്റേറ്റീവ് റിസർച്ചിൽ വരുന്ന കണ്ടന്റുകൾ. ഇനി എന്താണ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച്? നോക്കിയേ, ന്യൂമറിക്കൽ അഥവാ നമ്പറിൽ പറയാൻ പറ്റുന്ന കാര്യങ്ങളെയാണ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് എന്ന് പറയുന്നത്. ന്യൂമറിക്കൽ ആണ്, അഥവാ നമ്പേഴ്സിൽ നമുക്ക് പറയാൻ പറ്റും. നോക്കാം, ഇനി ക്വാളിറ്റേറ്റീവ് റിസർച്ചിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ് ഇന്റർവ്യൂ, ഒബ്സർവേഷൻ, കേസ് സ്റ്റഡി, ഇതൊക്കെയാണ് നോർമലി ക്വാളിറ്റേറ്റീവ് റിസർച്ചിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. എന്നാൽ ക്വാണ്ടിറ്റേറ്റീവിലോ സർവേ, എക്സ്പെരിമെന്റ്, ക്വസ്റ്റ്യനേഴ്സ്, ഇതൊക്കെയാണ് നമ്മൾ നോർമലി യൂസ് ചെയ്യാറുള്ളത്. ഇനി എന്താണ് അതിന്റെ പർപ്പസ്? ക്വാളിറ്റേറ്റീവ് റിസർച്ചിന്റെ പർപ്പസ് ടു അണ്ടർസ്റ്റാൻഡിങ് മീനിങ്, ഐഡിയാസ് ആൻഡ് എക്സ്പീരിയൻസ് അല്ലെ. കൃത്യമായിട്ട് എന്താണ് അതെന്നും അതിന്റെ മീനിങ് മനസ്സിലാക്കണം, അതിന്റെ ഐഡിയ മനസ്സിലാക്കണം, എക്സ്പീരിയൻസ് ചെയ്യണം. അതിനു വേണ്ടിയിട്ടൊക്കെയാണ് ക്വാളിറ്റേറ്റീവ് റിസർച്ച് നടത്താറുള്ളത്. എന്നാൽ ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ട് ടു മെഷർ ക്വാണ്ടിറ്റി, എമൗണ്ട്, ഫ്രീക്വൻസി, അതൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് ചെയ്യുന്നത്. ദെൻ നമുക്കറിയാം സാമ്പിൾ സൈസ് ക്വാളിറ്റിയിൽ പൊതുവെ ചെറുതായിരിക്കും, എന്നാൽ ക്വാണ്ടിറ്റിയിൽ ലാർജ് സാമ്പിൾ ആയിരിക്കും ഉണ്ടാവുന്നത്. നെക്സ്റ്റ്, നേച്ചർ ഓഫ് ഡാറ്റ, ഡിസ്ക്രിപ്റ്റീവ് ആൻഡ് ഡീറ്റെയിൽഡ് ഡാറ്റാസ് ആണ് ക്വാളിറ്റിയിൽ യൂസ് ചെയ്യുക. അഥവാ ഡിസ്ക്രിപ്റ്റീവ് മീൻസ് ഡിസ്ക്രൈബ് ചെയ്യുന്ന കുറെ വിശദീകരിച്ച കാര്യങ്ങളായിരിക്കും എവിടെ ഉണ്ടാവുക? ക്വാളിറ്റേറ്റീവ് റിസർച്ചിൽ ഉണ്ടാവുക. എന്നാൽ മെഷറബിൾ ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ, ക്വാണ്ടിറ്റിയിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് കൃത്യമായിട്ട് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന, അളക്കാൻ പറ്റുന്ന ഡാറ്റാസ് ആയിരിക്കും ഇതിൽ ഉണ്ടാവുക. അടുത്ത ടൈപ്പ് ഓഫ് അനാലിസിസ് ഇന്റർപ്രറ്റ് അഥവാ സബ്ജക്റ്റീവ് അനാലിസിസ് ആണ്. ഏതെങ്കിലും ഒരു കൃത്യമായിട്ടുള്ള ടോപ്പിക് വെച്ചിട്ടായിരിക്കും ക്വാളിറ്റേറ്റീവ് റിസർച്ച് നടത്താറുള്ളത്. അതാണ് സബ്ജക്റ്റീവ് അനാലിസിസ് എന്ന് പറയുന്നത്. എന്നാൽ ക്വാണ്ടിറ്റേറ്റീവ് ആവട്ടെ ഒബ്ജക്റ്റീവ് അനാലിസിസ് ആണ്, അഥവാ സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് ആണ്. നമ്മൾ കുറെ ടെസ്റ്റും കാര്യങ്ങളൊക്കെ വെച്ച് വർക്ക്ഔട്ട് ചെയ്യുന്ന അനാലിസിസ് ആണ് ക്വാണ്ടിറ്റിയിൽ ഉണ്ടാവുന്നത്. ദെൻ ഔട്ട്കം, പ്രൊവൈഡ് ഡീപ്പ് അണ്ടർസ്റ്റാൻഡിങ്. എന്തിനു വേണ്ടിയിട്ട് നമ്മൾ ക്വാളിറ്റേറ്റീവ് റിസർച്ച് ചെയ്യുന്നത്? ഡീപ്പ് അണ്ടർസ്റ്റാൻഡിങ്, ഒരു കാര്യത്തെ കുറിച്ച് ഏറ്റവും ആഴത്തിൽ മനസ്സിലാക്കുക എന്നുള്ള ഉദ്ദേശമാണ് ക്വാളിറ്റേറ്റീവ് റിസർച്ചിലുള്ളത്. എന്നാൽ ക്വാണ്ടിറ്റി ആവട്ടെ പ്രൊവൈഡ് മെഷറബിൾ റിസർച്ച്, കൃത്യമായിട്ട് മെഷർ ചെയ്യാൻ പറ്റുന്ന, അളക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിൽ ഉണ്ടാകുന്നത്. ദെൻ രണ്ടിലും വരുന്നൊരു കാര്യം, എന്തിനാ രണ്ടും ചെയ്യുന്നത്? ബോത്ത് എയിം ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് എക്സ്പ്ലെയിൻ പ്രോബ്ലംസ് അല്ലെ. ഒരു പ്രോബ്ലത്തെ മനസ്സിലാക്കാൻ, അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് ആവട്ടെ ക്വാളിറ്റേറ്റീവ് റിസർച്ച് ആവട്ടെ രണ്ടും ചെയ്യുന്നത്. ഇനി മറ്റൊരു ഡിഫറൻസ്, ഡിഡക്ഷനും ഇൻഡക്ഷനും. നമ്മൾ തിയറി ശരിക്കും ശ്രദ്ധിക്കട്ടെ, ഇത് ചെറിയൊരു കൺഫ്യൂസിംഗ് ആയ ഭാഗമാണ്. ഒരു തിയറി ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന 2 മെത്തേഡാണ് ഡിഡക്ഷനും ഇൻഡക്ഷനും. ഡിഡക്ഷൻ തിയറി, ഇൻഡക്ഷൻ തിയറി എന്ന് പറയും കേട്ടോ. ഡിഡക്ഷൻ എന്ന് പറഞ്ഞാല് കറക്റ്റ് നോക്കിയേ, ഫ്രം ജനറൽ തിയറി ടു സ്പെസിഫിക് ഫാക്ട്. ഒരു ജനറൽ തിയറിയിൽ നിന്നും ഒരു സ്പെസിഫിക് ഫാക്ടിലേക്ക് മൂവ് ചെയ്യുന്നതിനെയാണ് ഡിഡക്ഷൻ എന്ന് പറയുന്നത്. ഡിഡക്ഷൻ എന്നതിന്റെ അർത്ഥം എന്താ? കുറക്കാനാണ് അല്ലെ. കുറക്കണമെങ്കിൽ ആദ്യം തോണം മുകളിൽ വലുതുമാണ് അല്ലെ. വലുതിൽ നിന്ന് ചെറുതിലേക്ക്, അതാണ് ജനറൽ ആയിട്ടുള്ള ഒരു കാര്യത്തിൽ നിന്ന് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് പോകുന്നതിനെയാണ് ഡിഡക്ഷൻ തിയറി എന്ന് പറയാ. എന്നാൽ ഇൻഡക്ഷൻ നോക്കിയേ, ഫ്രം സ്പെസിഫിക് ഫാക്ട് ടു ജനറൽ തിയറി. ഒരു സ്പെസിഫിക്കിൽ നിന്ന് ജനറലിലേക്ക് പോവാ. മനസ്സിലായിട്ടില്ല? ഒരു ചാക്ക് നിറയെ പൈസ ഇരിക്കുന്നുണ്ട്. ഒരു ചെറിയ ഉദാഹരണം പറയാം. ഒരു ചാക്ക് നിറയെ
ചില്ലറ പൈസ ഇരിക്കുന്നുണ്ട്. അതിനൊന്ന് വീണു. ഞാൻ നോക്കുമ്പോൾ അതിൽ 1 രൂപയാണ്. ആ വീണത് 1 രൂപയാണ്. വീണ്ടും ഒന്ന് വീണു. അത് നോക്കുമ്പോൾ അത് 1 രൂപയാണ്. മൂന്നാമതും വീണു. അതും 1 രൂപയാണ്. അപ്പൊ ഞാൻ പറയാണ്, ഇതൊക്കെ സ്പെസിഫിക് അല്ലെ? ചാക്കിന്ന് 3 നാണയങ്ങൾ വീണു, 3 നോക്കിയപ്പോൾ 1 രൂപയാണ്. എന്നിട്ട് ഞാൻ പറയാണ് ഈ ചാക്ക് മുഴുവനും 1 രൂപ നാണയാണ്. എങ്ങനെ എനിക്ക് കിട്ടിയേ? സ്പെസിഫിക്. എന്താ സ്പെസിഫിക് എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ അല്ലെ? ഓരോന്ന് വീണ 3 നാണയങ്ങൾ നടത്തിയില്ലേ? അതാണ് സ്പെസിഫിക് എന്ന് പറയുന്നത്. അത് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യാണ്? അതിനെ ജനറൽ തിയറിയിലേക്ക് കൊണ്ടുപോവാണ്. ആ ചാക്ക് മുഴുവനും 1 രൂപ നാണയമാണ്. ചിലപ്പോൾ ശരിയാണെന്നൊന്നുമില്ല അല്ലെ? പക്ഷെ എനിക്ക് കിട്ടിയുള്ള സ്പെസിഫിക് ഡാറ്റ എന്താ? 3 നാണയങ്ങൾ എന്തായിരുന്നു? അത് 1 രൂപ നാണയമായിരുന്നു. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാണ്? അത് വെച്ച് റിസൾട്ട് പറയാണ്. സ്പെസിഫിക്കിൽ നിന്ന് ജനറലിലേക്ക് പറയുന്നതിനെയാണ് ഇൻഡക്ഷൻ തിയറി എന്ന് പറയാം. എനിക്ക് കിട്ടിയുള്ള 3 നാണയങ്ങളും എന്തായിരുന്നു? 1 രൂപയായിരുന്നു. അതുകൊണ്ട് ഞാൻ പറയാണ് ആ ചാക്ക് മുഴുവൻ 1 രൂപ നാണയമാണ്. അതാണ് സ്പെസിഫിക് ടു ജനറൽ. ഐഡിയ കിട്ടിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു അല്ലെ? ഒരു ഇൻഡിവിജ്വൽ കാര്യത്തിൽ നിന്ന് ഒരു ജനറൽ റിസൾട്ടിലേക്ക് പോകുന്നതിനെയാണ് ഇൻഡക്ഷൻ തിയറി എന്ന് പറയുന്നത്. എന്നാൽ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഡിഡക്ഷൻ തിയറി. ജനറൽ വെച്ചിട്ട് ഒരു സ്പെസിഫിക്കിലേക്ക് പോവുക. ഞാൻ ഒന്നുകൂടെ ഒരു ഉദാഹരണം പറയാണ് കേട്ടോ. ഇപ്പോ ഒരു കോളേജ് എടുക്കാനാണ്. ആ കോളേജ് വളരെ മോശമാണെന്ന് വെച്ചോളൂ. സപ്പോസ് പഠന നിലവാരത്തിൽ വളരെ ബേക്കിലാണ് കോളേജ്. അത് ജനറൽ ആട്ടോ, ഒരു ജനറൽ തിയറിയാണ്. ഒരു കോളേജ് ഉണ്ട്, പഠന നിലവാരത്തിൽ വളരെ പിന്നിലാണ്. എന്നിട്ട് ഞാൻ ആ കോളേജിൽ ഒരു കുട്ടിയെ കാണാണ്. അപ്പൊ ഞാൻ പറയാണ് ഇവൻ പഠിക്കുന്നത് ആ കോളേജിലാണ്, അതുകൊണ്ട് ഇവനും വളരെ മോശമാണ്. മനസ്സിലായില്ല? നോക്കിയേ, ഒരു ജനറൽ കോൺസെപ്റ്റ് പറയാണ്. ഒരു കോളേജ് ഉണ്ട്, ഇപ്പൊ ABC കോളേജ് എന്ന് വെച്ചോളൂ. ABC കോളേജ് പഠന നിലവാരത്തിൽ വളരെ പിന്നിലാണ്. അപ്പോ അത് ഒരു ജനറൽ കോൺസെപ്റ്റ് അല്ലേ? എല്ലാതും കൂടിയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് അല്ലേ? എന്നിട്ട് ആ കോളേജിൽ ഞാൻ ഒരു കുട്ടിയെ കാണാണ്. ആ കോളേജിലത്തെ ഒരു കുട്ടിയെ കാണാണ്. അത് സ്പെസിഫിക് അല്ലേ? എന്നിട്ട് ഞാൻ കുട്ടിയെ കുറിച്ച് പറയാണ് അവൻ പഠിക്കുന്നത് ആ കോളേജിലാണ്, അതുകൊണ്ട് ഓൻ എന്ത് ചെയ്യാണ്? മോശമാണ്, പഠനത്തിൽ ബാക്കിലാണ്. അപ്പോ ഒരു ജനറൽ കോൺസെപ്റ്റ് വെച്ചിട്ട് സ്പെസിഫിക്കിലേക്ക് മൂവ് ചെയ്യുന്നതിനെയാണ് ഡിഡക്ഷൻ തിയറി എന്ന് പറയാ. ആ കാര്യം ഞാൻ അണ്ടർലൈൻ ചെയ്ത കാര്യം പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ഇനി എന്തിനാണ് ഡിഡക്ഷൻ തിയറി? അതിന്റെ പർപ്പസ് എന്താ? എക്സിസ്റ്റിംഗ് ഐഡിയാസ് ഫോർ തിയറീസ്. അവിടെ നമ്മൾ ഓൾറെഡി ഉള്ള തിയറികളെയാണ് യൂസ് ചെയ്യുന്നത്. എവിടെ? ഡിഡക്ഷനിൽ കേട്ടോ. എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഓൾറെഡി ഉള്ള ഐഡിയാസിനെയാണ് നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നത്. എന്നാൽ ഇൻഡക്ഷനിലോ പുതിയ ഐഡിയാസിനെ നമ്മൾ കണ്ടെത്താണ്. പുതിയ ഐഡിയകളെ നമ്മൾ കണ്ടെത്താണ്, അല്ലെങ്കിൽ പുതിയ തിയറീസിനെ നമ്മൾ കണ്ടെത്താണ്. ഇനി അപ്രോച്ച് ടൈപ്പ് ടോപ്പ് ഡൗൺ അല്ലെ? ആദ്യം ടോപ്പ് പറഞ്ഞാൽ എന്താ? ജനറലിന് സ്പെസിഫിക്. അതാ ടോപ്പ്, മുകളിൽ നിന്ന് താഴോട്ട്, അതാണ് അതിന്റെ റൂട്ട് എന്ന് പറയുന്നത്. എന്നാൽ ഇത് നേരെ ഓപ്പോസിറ്റ് ആണ്, താഴേന്ന് മുകളിലോട്ട് അല്ലെ? സ്പെസിഫിക് ടു ജനറൽ എന്നാ പറഞ്ഞത്. അപ്പൊ താഴേന്ന് മുകളിലോട്ടാണ് ഇൻഡക്ഷൻ തിയറി വരുന്നത്. അതുപോലെ തന്നെ യൂസിങ് റിസർച്ചിൽ നമ്മൾ എവിടെ യൂസ് ചെയ്യുന്നു? യൂസ്ഡ് ടു കൺഫേം ഓർ വെരിഫൈ ഹൈപ്പോത്തിസിസ്. പലപ്പോഴും ഹൈപ്പോത്തിസിസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡിഡക്ഷൻ തിയറി യൂസ് ചെയ്യാറുള്ളത്. എന്നാൽ ഇൻഡക്ഷൻ തിയറി ആവട്ടെ യൂസ്ഡ് ടു ഡെവലപ്പ് ഓർ ജനറേറ്റ് ഹൈപ്പോത്തിസിസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇൻഡക്ഷൻ തിയറി യൂസ് ചെയ്യാറുള്ളത്. അപ്പൊ ഹൈപ്പോത്തിസിസ് ഉണ്ടാക്കാൻ ഇൻഡക്ഷൻ തിയറിയും, ആ ഉണ്ടാക്കിയിട്ടുള്ള ഹൈപ്പോത്തിസിസിനെ ചെക്ക് ചെയ്യാൻ, ടെസ്റ്റ് ചെയ്യാൻ ഡിഡക്ഷൻ തിയറിയും യൂസ് ചെയ്യാറുണ്ട്. ദ നേച്ചർ ഓഫ് പ്രോസസ് സ്റ്റാർട്ട് വിത്ത് തിയറി. ആദ്യം തിയറി ആണ് ഉണ്ടാവുക, ദെൻ ഒബ്സർവേഷൻ. ഫസ്റ്റ് അല്ലെ? ഓൾറെഡി ഉള്ള തിയറി അല്ലേ ഉണ്ടാവുക, ജനറൽ അല്ലേ ആദ്യം ഉണ്ടാവുക. ഇപ്പൊ കോളേജിലത്തെ കുട്ടികൾ, കോളേജ് പഠന നിലവാരത്തിൽ ബാക്കിലാണ്, അത് ഓൾറെഡി ഉള്ള തിയറി ആണ് അല്ലെ? അപ്പൊ ആദ്യം തിയറി ഉണ്ടാവും, പിന്നെയാണ് നമ്മൾ ഒബ്സർവേഷൻ കൊടുക്കുക. അപ്പൊ മിസ്റ്റർ എ ആ കോളേജിലത്തെ കുട്ടിയാണ്, അതുകൊണ്ട് മിസ്റ്റർ എയും പഠനത്തിൽ മോശമാണ്. കണ്ടോ? ആദ്യം തിയറി ഉണ്ടാവും, പിന്നെ ഒബ്സർവേഷൻ ഉണ്ടാവും. എന്നാ ഇവിടെ നേരെ തിരിച്ചാണ്, ആദ്യം എന്താ ഉണ്ടാവുക? ഒബ്സർവേഷൻ ഉണ്ടാവുക അല്ലെ? അപ്പൊ ആ ചാക്കിന്ന് വീണ നാണയം അത് 1 രൂപയായി, അത് ഒബ്സർവേഷൻ അല്ലേ? പിന്നെയാണ് നമ്മൾ അതിൽ നിന്നും തിയറി ഉണ്ടാക്കുന്നത്. എന്താ തിയറി? ആ ചാക്ക് മുഴുവനും എന്താണ്? 1 രൂപ നാണയങ്ങളാണ്. അപ്പൊ ആദ്യം എന്താ ഉണ്ടാവുന്നത്? ഒബ്സർവേഷൻ ഉണ്ടാവുന്നത്. അതിൽ നിന്നാണ് നമ്മൾ തിയറി ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇങ്ങനെ കണക്ട് ചെയ്ത് നോക്കുക കേട്ടോ. സംഭവം സിമ്പിൾ ആണ്. ഒന്ന് ഒരു ഐഡിയ കിട്ടിയാൽ മതി, കറക്റ്റ് ഒരു ലോജിക് കിട്ടിയാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. ദെൻ അടുത്ത് നോക്കിയേ, ഔട്ട്കം ടെസ്റ്റ് വാലിഡിറ്റി ഓഫ് തിയറി. ഇതാണ് ഡിഡക്ഷൻ തിയറിയിൽ നിന്ന് കിട്ടുന്ന ഔട്ട്കം അല്ലെങ്കിൽ റിസൾട്ട് എന്ന് പറയുന്നത്. ടെസ്റ്റ് വാലിഡ് അഥവാ നമ്മുടെ ടെസ്റ്റ് എത്രത്തോളം വാലിഡ് ആണ്, കറക്റ്റ് ആണ് എന്നാണ് ഇവിടുന്ന് നമുക്ക് കിട്ടുന്നത്. എന്നാൽ ഇവിടെ ക്രിയേറ്റ് ന്യൂ തിയറി, ഇവിടെ ഉള്ള തിയറി അല്ല, പുതിയ തിയറി നമ്മൾ ക്രിയേറ്റ് ചെയ്യാണ്. പുതിയ കോൺസെപ്റ്റുകൾ അല്ലെങ്കിൽ തിയറീസിനെ നമ്മളായിട്ട് മേക്ക് ചെയ്യാണ്. ഓക്കെ, ദെൻ കോമൺ ഗോൾ. രണ്ടും ചെയ്യുന്നത് എന്താ? ബോത്ത് ഹെൽപ്പിംഗ് തിയറി ഫോർമേഷൻ. രണ്ടും, അത് ഡിഡക്ഷൻ ആവട്ടെ ഇൻഡക്ഷൻ ആവട്ടെ, രണ്ടും ചെയ്യുന്ന പർപ്പസ് എന്താണ്? രണ്ടും ഒരു തിയറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ചിലപ്പോൾ ഇൻഡിവിജ്വൽ ആയിട്ട് ചോദിക്കാം, എന്താണ് ഡിഡക്ഷൻ തിയറി അല്ലെങ്കിൽ എന്താണ് ഇൻഡക്ഷൻ തിയറി, അങ്ങനെയും ചോദിക്കാൻ സാധ്യത ഉണ്ട് കേട്ടോ. നന്നായിട്ട് മനസ്സിലാക്കണേ.
ഓക്കെ, അടുത്തത് എന്താണ് ലിറ്ററേച്ചർ റിവ്യൂയുടെ നീഡ്? ആദ്യം പറയട്ടെ, എന്താ ലിറ്ററേച്ചർ റിവ്യൂ? അപ്പൊ നമ്മളെ ഒരു റിസർച്ചിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ചെയ്യേണ്ട ഒരു പണിയാണ് ലിറ്ററേച്ചർ റിവ്യൂ. അതായത് നമ്മൾ ടോപ്പിക്കിനെ കുറിച്ച് മുമ്പ് കുറെ ആൾക്കാർ ചെയ്തിട്ടുണ്ടാവില്ലേ, അതൊക്കെ നമ്മൾ എടുത്ത് പഠിക്കുക. ഒരു ഉദാഹരണം, ഞാനൊരു റിസർച്ച് ചെയ്യുന്നുണ്ടെന്ന് വെച്ചോളൂ. ഞാൻ എന്ത് ചെയ്യണം? എന്റെ റിസർച്ചിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് അതേ ടോപ്പിക്കില് വേറെ ഒരുപാട് പേര് റിസർച്ച് ചെയ്തിട്ടുണ്ടാവില്ലേ, അതൊക്കെ എടുത്ത് ഞാൻ പഠിക്കുകയാണ്. എന്തിനപ്പോ ഞാൻ അങ്ങനെ ചെയ്യുന്നത്? എന്നാലേ കൃത്യമായിട്ട് എന്റെ ടോപ്പിക് എനിക്ക് മനസ്സിലാവുള്ളൂ, ഞാൻ ഏത് റൂട്ടിലാണ് പഠിക്കേണ്ടത് എന്നുള്ള ഒരു ഐഡിയ കിട്ടുള്ളൂ. അപ്പൊ എന്താണ് ലിറ്ററേച്ചർ റിവ്യൂ? നമ്മുടെ ടോപ്പിക്കിനെ കുറിച്ച് കുറെ ആളുകൾ ചെയ്തിട്ടുള്ള റിസർച്ചുകളെ, കുറെ ആളുകൾ ചെയ്തിട്ടുള്ള നിഗമനങ്ങളെ നമ്മൾ പഠിക്കുന്നതാണ് ലിറ്ററേച്ചർ റിവ്യൂ എന്ന് പറയുന്നത്. എന്താണ് അതിന്റെ ആവശ്യം? ഗീവ് ബാക്ക്ഗ്രൗണ്ട് നോളജ് ദ ടോപ്പിക്. നമ്മുടെ ടോപ്പിക്കിനെ കുറിച്ചുള്ള കൃത്യമായുള്ള അറിവ് നമുക്ക് കിട്ടും അല്ലെ. നമ്മൾ ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ പഠിക്കുകയാണ്. അപ്പൊ കൃത്യമായിട്ട് ആ ടോപ്പിക്കിന്റെ ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട നോളജ് നമുക്ക് അവൈലബിൾ ആവും. ഹെൽപ്സ് ഐഡന്റിഫൈ റിസർച്ച് ഗ്യാപ്പ്. കൃത്യമായിട്ട് റിസർച്ച് ഗ്യാപ്പുകളെ മനസ്സിലാക്കാൻ സാധിക്കും. എന്താ റിസർച്ച് ഗ്യാപ്പ് പറഞ്ഞാൽ? ഇപ്പൊ നമ്മൾ എവിടെ നിൽക്കുന്നത്, ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്, ഈ ഒരു കൺഫ്യൂഷൻ ഉണ്ടല്ലോ, ആ കൺഫ്യൂഷൻ ഇത് തീർത്തു തരും. ഏത്? ലിറ്ററേച്ചർ റിവ്യൂ അല്ലെ. റിവ്യൂ നമ്മൾ കുറെ റിവ്യൂസ് വായിക്കുമ്പോൾ കറക്റ്റ് നമുക്ക് ഐഡിയ കിട്ടും ഇനി എന്താ ചെയ്യേണ്ടത് എന്നുള്ളത്. അതുപോലെ പ്രിവെന്റ് ഡ്യൂപ്ലിക്കേഷൻ ഓഫ് ഏർലിയർ സ്റ്റഡി. അപ്പൊ വേറൊരാൾ ചെയ്ത അതേ സ്റ്റഡി നമ്മൾ കോപ്പി ചെയ്താൽ എന്തായില്ല? റിസർച്ച് ആയില്ല അല്ലെ. അപ്പൊ നമ്മൾ കുറെ ആൾക്കാരെ സ്റ്റഡി പഠിക്കുമ്പോഴാണ് അവരൊക്കെ ഏത് ഏരിയ വെച്ചിട്ട് ആ സ്റ്റഡി ചെയ്തത് നമുക്ക് മനസ്സിലാവുക. അത് മനസ്സിലാക്കിയാലാണ് നമുക്ക് വേണ്ട ഇമ്പ്രൂവ്മെന്റ് അല്ലെങ്കിൽ നമുക്ക് വേണ്ട മാറ്റങ്ങൾ വരുത്താൻ വേണ്ടി പറ്റുക. അതുപോലെ ഗൈഡ്സ് സെലക്ഷൻ ഓഫ് റിസർച്ച് മെത്തേഡ്. ഏത് റിസർച്ച് മെത്തേഡ് ആണ് നമുക്ക് യൂസ് ചെയ്യേണ്ടത് എന്നൊക്കെ നമുക്ക് ലിറ്ററേച്ചർ റിവ്യൂ മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ സപ്പോർട്ട് ഫോർമേഷൻ ഓഫ് ക്വസ്റ്റ്യൻ ആൻഡ് ഹൈപ്പോത്തിസിസ്. നമുക്കറിയാലോ, ഹൈപ്പോത്തിസിസും ക്വസ്റ്റ്യനർ ഒക്കെ സെറ്റ് ചെയ്യാൻ ആര് നമ്മൾ സഹായിക്കുന്നുണ്ട്? ലിറ്ററേച്ചർ റിവ്യൂസ് സഹായിക്കുന്നുണ്ട്. അതുപോലെ പ്രൊവൈഡ് ഐഡിയാസ് ഫ്രം പാസ്റ്റ് സ്റ്റഡി. കഴിഞ്ഞ സ്റ്റഡീനെ കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള ഐഡിയാസ് നമുക്ക് പറഞ്ഞു തരും. ദെൻ അടുത്തത് സ്ട്രെങ്ത് ക്വാളിറ്റി ഓഫ് റിസർച്ച്. റിസർച്ചിന്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കും. ഇതൊക്കെയാണ് ലിറ്ററേച്ചർ റിവ്യൂയുടെ ബെനിഫിറ്റുകൾ കേട്ടോ. അടുത്ത ചോദ്യം, എന്താണ് വേരിയബിൾ? അതുപോലെ എക്സ്പ്ലെയിൻ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വേരിയബിൾസ്. ഇതൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. വേരിയബിൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്, ദാറ്റ് ക്യാൻ ചേഞ്ച് ഓർ വേരി ചെയ്യുന്ന അല്ലെങ്കിൽ മാറ്റം വരുന്ന സാധനങ്ങളെയാണ് വേരിയബിൾസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. റെഡി അല്ലേ? ഒക്കെ അതിന്റെ എക്സാമ്പിൾസ് നോക്കിയേ. ഏജ്, ഇൻകം, ഹൈറ്റ്, ആറ്റിറ്റ്യൂഡ്, ഇതൊക്കെ മാറ്റം വരുന്നതല്ലേ. എല്ലാ കാലത്തും ഒരാൾക്ക് ഒരേ ഏജ് ആവോ? ഇല്ലല്ലോ അല്ലെ. ഒരാൾക്ക് ഒരേ ഇൻകം ആവില്ലല്ലോ. അപ്പൊ അങ്ങനെ വേരി ചെയ്യുന്ന മാറ്റം വരുന്നതിനെയാണ് വേരിയബിൾസ് എന്ന് പറയാ. ഏതൊക്കെ ടൈപ്പ് ഉണ്ടോന്നോ? ഇൻഡിപെൻഡന്റ് വേരിയബിൾസ്. ഈ ടൈപ്സുകളൊന്നും ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു വെക്കണം കേട്ടോ, അത് ചോദിക്കാൻ സാധ്യത കൂടുതലാണ്. ഒന്ന് ഇൻഡിപെൻഡന്റ് വേരിയബിൾ, അഥവാ ഒന്ന് മറ്റൊന്നുമായിട്ട് ഡിപ്പെൻഡ് ചെയ്യാണ്ട് ഒറ്റക്ക് നിൽക്കുന്ന ആള്, അതാണ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ എന്ന് പറഞ്ഞാൽ. അടുത്ത ഡിപ്പെൻഡന്റ് വേരിയബിൾ, ഒന്ന് മറ്റൊന്നിനെ ആശ്രയിച്ച് നിൽക്കുന്നുണ്ട്, അതാണ് ഡിപ്പെൻഡന്റ് വേരിയബിൾ. ഇപ്പൊ സപ്പോസ് ഞാൻ സിമ്പിൾ ആയിട്ട് ഒരു ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങളെ ഫാദറാണ് നിങ്ങളെ ഫീസൊക്കെ അടക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട പൈസ ഒക്കെ തരുന്നത് നിങ്ങളെ ഫാദർ ആണെങ്കിൽ, നിങ്ങളെ ഫാദർ ആരാണ്? ഇൻഡിപെൻഡന്റ് വേരിയബിൾ അല്ലെ. അദ്ദേഹം വേറൊരാളെയും ആശ്രയിക്കാണ്ട് ഒറ്റയ്ക്ക് നിൽക്കുകയാണ്. നിങ്ങൾ ആരാണ്? ഡിപ്പെൻഡന്റ് വേരിയബിൾ. നിങ്ങൾ ആരെ ആശ്രയിക്കുന്നുണ്ട്? നിങ്ങളെ ഫാദർ ആശ്രയിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ ഒന്ന് മറ്റൊന്നിനെ അഫക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ മറ്റൊന്നിനെ ഡിപ്പെൻഡ് ചെയ്ത് കിടക്കുന്നതാണ് ഡിപ്പെൻഡന്റ് വേരിയബിൾ. ഈ കൺട്രോൾ വേരിയബിൾ അഥവാ കോൺസ്റ്റന്റ് ആയിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന വേരിയബിൾസിനെയാണ് കൺട്രോൾ വേരിയബിൾ എന്ന് പറയുന്നത്. എക്സ്ട്രാനിയസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആരും എക്സ്പെക്ട് ചെയ്യാതെ അൺഎക്സ്പെക്ടഡ് ആയിട്ട് വരുന്ന വേരിയബിൾസ് ആണ് എക്സ്ട്രാനിയസ് വേരിയബിൾ. ഇതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ ഓർത്ത് വെച്ചോണ്ടി, അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അടുത്ത ചോദ്യം, വാട്ട് ഈസ് മെഷർമെന്റ്, വാട്ട് ആർ ദ ലെവൽസ്? എന്താണ് മെഷർമെന്റ്, അതിന്റെ ലെവൽസ് ഏതൊക്കെയാണ്? മെഷർമെന്റ് എന്ന് പറഞ്ഞാൽ നോക്കിയ, മെഷർമെന്റ് മീൻസ് അസൈനിങ് നമ്പേഴ്സ് ടു ഒബ്ജക്റ്റ് ഓർ ഇവന്റ്. ഏതെങ്കിലുമൊക്കെ വസ്തുക്കൾക്ക് നമ്പർ കൊടുക്കുന്നതിനെ അല്ലെ പറയുന്ന പേരാണ് മെഷർമെന്റ്. ഒരു ഉദാഹരണം, ഇപ്പൊ നമ്മൾ ഒരു ഫുട്ബോൾ കളി അല്ലെങ്കിൽ ക്രിക്കറ്റ് കളി, പ്ലേയേഴ്സിനൊക്കെ നമ്പർ അല്ലേ കൊടുക്കുക? അപ്പൊ നമ്പർ 10, നമ്പർ 11, നമ്പർ 1 അല്ലെ. ഇപ്പൊ ഫുട്ബോളൊക്കെ നമ്പർ 1 ഗോൾ കീപ്പർ ആയിരിക്കും. അപ്പൊ അങ്ങനെ നമ്പർ കൊടുക്കുക. എന്തിനാ നമ്പർ കൊടുക്കണേ? എനിക്ക് കുറെ ലക്ഷ്യങ്ങളുണ്ട്. ഒന്ന് അവരെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് അല്ലെ, അങ്ങനെ, അല്ലെങ്കിൽ അവരെ കൃത്യമായിട്ട് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ എന്തെങ്കിലും ഒബ്ജക്റ്റുകൾക്ക് നമ്പർ, അസൈനിങ് നമ്പേഴ്സോ സിംബൽസോ ഒക്കെ കൊടുക്കുന്നതിനെ പറയുന്ന പേരാണ് മെഷർമെന്റ്. ഇറ്റ് ഹെൽപ്സ് ക്വാണ്ടിഫൈ ഫീച്ചേഴ്സ് ലൈക്ക് വൈറ്റ് ഓർ സാറ്റിസ്ഫാക്ഷൻ. ഇതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കുന്നുണ്ട്. ഏതൊക്കെ ലെവലാ? ഫസ്റ്റ് നോമിനൽ. ഇതിന് വീണ്ടും ഒന്നും കൂടെ വരുന്നുണ്ട് കേട്ടോ. നോമിനൽ എന്ന് പറഞ്ഞാൽ നെയിം ഓർ കാറ്റഗറി. ഇപ്പൊ ഞാൻ പറഞ്ഞു ഫുട്ബോൾ ജേഴ്സിയിൽ നമ്പർ കൊടുക്കുന്നത് നോമിനലാ. എന്തിനു വേണ്ടിയിട്ടാ? ജസ്റ്റ് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടില്ല, അവരെ ജസ്റ്റ് തിരിച്ചറിയാൻ വേണ്ടിയിട്ട്. അതാണ് നോമിനൽ സ്കെയിൽ എന്ന് പറയുന്നത്. അടുത്തത് ഓർഡിനൽ. ഓർഡിനൽ എന്ന് പറഞ്ഞാൽ ഒരു ഓർഡർ ഉണ്ടാവും, അതിന് ഓർഡർ, അത് ഓർഡിനൽ ഓർഡർ എന്ന് ഓർത്ത് കേട്ടോ. അപ്പൊ കൃത്യമായിട്ട് റാങ്ക് ചെയ്തിട്ട് നമ്മൾ കൊടുക്കുക. ഇപ്പോ ഒരു മത്സര പരീക്ഷ കഴിഞ്ഞു, അല്ലെങ്കിൽ ഒരു ഓട്ട മത്സരം കഴിഞ്ഞു,
അവിടെ നമ്മൾ കൊടുക്കുന്നത് നോമിനൽ അല്ല, മറിച്ച് ഓർഡിനൽ അല്ലെ. ഫസ്റ്റ് കിട്ടിയാൾക്ക് 1, രണ്ടാമത് കിട്ടിയാൾക്ക് 2, മൂന്നാം നമ്പർ കിട്ടിയാൾക്ക് 3. അങ്ങനെ കൃത്യമായിട്ട് ഓർഡർ നോക്കിയിട്ടാണ് അവിടെ നമ്മൾ കൊടുക്കുന്നത്. അങ്ങനെ ഓർഡർ നോക്കി കൊടുക്കുന്നതിനെയാണ് ഓർഡിനൽ അറിയാം. ഇപ്പൊ ഫുട്ബോൾ ജേഴ്സിയിൽ കൊടുക്കുന്ന നമ്പർ ഓർഡിനൽ അല്ലല്ലോ അല്ലെ, അത് ഓരോരുത്തർക്ക് ഓരോ നമ്പർ അങ്ങോട്ട് ചുമ്മാ കൊടുക്കുകയാണ്, അത് നോമിനൽ ആണ്, ജസ്റ്റ് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ കൃത്യമായിട്ട് ഒരു ഓർഡർ ബേസ് ചെയ്തിട്ട് കൊടുക്കുന്നത് ഓർഡിനൽ ആണ്. നെക്സ്റ്റ് ഇന്റർവെൽ. ഇന്റർവെൽ എന്നാൽ ആ അവകൾ തമ്മിൽ അഥവാ നമ്മുടെ വേരിയബിൾസ് തമ്മിലുള്ള ഡിഫറൻസ് കൂടെ അവിടെ മെഷർ ചെയ്യും. ഇന്റർവെൽ എന്ന് പറഞ്ഞാൽ അതാണ്, ഡിഫറൻസ് കൂടെ നമ്മൾ മെഷർ ചെയ്തിട്ട് ചെയ്യുന്നതാണ് ഇന്റർവെൽ സ്കെയിൽ. ഇന്റർവെൽ അപ്പൊ അവിടെ ഡിഫറൻസ് എന്ന് ഓർത്ത് വെക്കുക കേട്ടോ. അടുത്തത് റേഷ്യോ. റേഷ്യോ എന്ന് പറഞ്ഞാൽ എല്ലാ മാത്തമാറ്റിക്കൽ ടെക്നിക്സും യൂസ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു വലിയ മെഷർമെന്റ് ആണ് റേഷ്യോ എന്ന് പറയുന്നത്. റേഷ്യോ ഓക്കെ. അതന്നെ ഇതാ വീണ്ടും പറയാണ്, എക്സ്പ്ലെയിൻ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മെഷർമെന്റ് സ്കെയിൽ. മറ്റൊരു ചോദ്യമാണ് കേട്ടോ, നമ്മൾ ഓൾറെഡി പറഞ്ഞാണ്, ഒന്നും കൂടെ ഓടിച്ച് പറയാണ്. നോമിനൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ക്ലാസിഫൈഡ് ഡാറ്റ, ഡാറ്റകളെ ജസ്റ്റ് വേർതിരിക്കുക, ജെൻഡർ, റിലീജിയൻ, നെയിം, നമ്പർ എന്നൊക്കെ പറഞ്ഞിട്ട് ജസ്റ്റ് വേർതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്നതാണ് നോമിനൽ സ്കെയിൽ എന്ന് പറയുന്നത്. അടുത്ത് ഓർഡിനൽ സ്കെയിൽ. നമുക്കറിയാലോ റാങ്ക്, ഡാറ്റ ഇൻ ഓർഡർ, കൃത്യമായിട്ട് ഒരു ഓർഡറിൽ റാങ്ക് കൊടുക്കുന്നതിനെയാണ് ഓർഡിനൽ സ്കെയിൽ എന്ന് പറയാം. അടുത്തത് ഇന്റർവെൽ സ്കെയിൽ. മെഷർ ഈക്വൽ ഡിഫറൻസ്. ഈക്വൽ ഡിഫറൻസ്, ഓരോന്നും തമ്മിലുള്ള രണ്ട് വാല്യൂസ് തമ്മിലുള്ള ഡിഫറൻസും കൂടെ മെഷർ ചെയ്യുമ്പോൾ അവിടെ ഇന്റർവെൽ സ്കെയിൽ എന്ന് പറയും. അടുത്തത് റേഷ്യോ സ്കെയിൽ. റേഷ്യോ എന്ന് പറഞ്ഞാൽ നോക്കിയേ, അതിലെല്ലാം റേഷ്യോ അലോസ് ഓൾ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ. താഴെ നോക്കി, എല്ലാ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് യൂസ് ചെയ്തിട്ട് ചെയ്യുന്നതാണ് റേഷ്യോ സ്കെയിൽ. ഒരു ഉദാഹരണം പറയാം, എല്ലാവരും ശ്രദ്ധിക്കും. ഒരു ഓട്ട മത്സരം നടത്തുക കേട്ടോ. ഒരു കൃത്യമായിട്ട് ഒരു ഓട്ട മത്സരത്തിന് വേണ്ടി ഇങ്ങനെ ആളുകൾ റെഡി ആയി നിൽക്കുകയാണ് അല്ലെ, അതിൽ പങ്കെടുക്കുന്ന ആളുകൾ. അപ്പൊ അവർക്ക് നമ്മൾ 1 2 3 4 5 6 അല്ലെ വേണ്ട, ABCDEF അത് നമ്മൾ കൊടുത്തു. അതെന്തിനാ വേണ്ടി? ഓരോരുത്തർ തിരിച്ചറിയാൻ വേണ്ടിട്ട്. അവരെ ജയിസിക്ക് അല്ലെ, ഒരാള് നമ്മൾ ചെസ്റ്റ് നമ്പർ കൊടുക്കൂലേ, ABCD അങ്ങനെ കറക്റ്റ് നമ്പർ കൊടുത്തു. ഇതൊക്കെ എന്തിനാ? ഇതിൽ വേറൊരു ലക്ഷ്യമല്ല, അവരെ കൃത്യമായിട്ട് അവരെ ജയിസ് ഏതാന്നുള്ളത്, ആളുകൾ ഏതാന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യണം. അങ്ങനെ ഓട്ട മത്സരം കഴിഞ്ഞാൽ അവർ വിജയിക്കുകയാണ് അല്ലെ. അതില് A 1ാം നമ്പർ എത്തി, A ഫസ്റ്റ് എത്തി, C സെക്കൻഡ് എത്തി, പിന്നെ E തേർഡ് എത്തി. ഇപ്പൊ ചെയ്തതാണ് ഓർഡിനൽ. ഇത് വെറുതെ കൊടുത്തതല്ല കേട്ടോ. 1 Aക്ക് അഥവാ A ആണ് ഫസ്റ്റ് എത്തിയത്, 2 Cക്ക് 2ആണ് സെക്കൻഡ് എത്തിയത്, 3 Eക്ക് 3ആണ് തേർഡ് എത്തിയത്. ഇതാണ് ഓർഡിനൽ സ്കെയിൽ. ഇനി എന്ത് ചെയ്യും? ഇവർ തമ്മിലുള്ള ഗ്യാപ്പും കൂടെ പറയാം, ഡിഫറൻസും കൂടെ പറയണം. A എത്തിയിട്ട് ഒരു 10 സെക്കൻഡ് കഴിഞ്ഞിട്ടാണ് B എത്തിയത്. കണ്ടോ, ഡിഫറൻസ് ആണ് അല്ലെ. പിന്നെ B എത്തിയിട്ട് ഒരു 5 സെക്കൻഡ് കഴിഞ്ഞിട്ടാണ് C എത്തിയത്. 5 സെക്കൻഡ് കഴിഞ്ഞിട്ടാണ് C എത്തിയത്, കണ്ടോ. പിന്നെ C കഴിഞ്ഞിട്ട് 3 സെക്കൻഡ് കഴിഞ്ഞിട്ടാണ് E എത്തിയത്. ഇവിടെ ഇപ്പൊ നമ്മൾ പറഞ്ഞ് ഡിഫറൻസ് അല്ലേ പറഞ്ഞ്, ആ ഓരോ നമ്പേഴ്സ് തമ്മിലുള്ള ഡിഫറൻസ് അല്ലേ പറഞ്ഞ്, അതാണ് ഇന്റർവെൽ സ്കെയിൽ. ഇനി റേഷ്യോ ഒന്നും കൂടെ ഹൈ ആണ്. അപ്പൊ ഏറ്റവും ചെറുത് നോമിനൽ, അതുക്കും മീത് ഓർഡിനൽ, അതുക്കും മീത് ഇന്റർവെൽ, ഏറ്റവും ഹൈ ആണ് റേഷ്യോ. റേഷ്യോ ആകുമ്പോൾ കൃത്യമായിട്ട് കുറെ കാൽക്കുലേഷൻ വരും അല്ലെ. ഒരാൾ എപ്പോ സ്റ്റാർട്ട് ചെയ്തു, എത്ര സമയം കൊണ്ട് അത് എൻഡ് ചെയ്തു, അയാൾ എത്ര ഫാസ്റ്റിൽ ഓടിയിട്ടുണ്ട്, അയാളുടെ തൊട്ട് പിന്നിൽ ഓടിയ ആളേക്കാൾ എത്ര മുമ്പിലാണ് അയാൾ, അങ്ങനെ എല്ലാ മാത്തമാറ്റിക്കൽ ഓപ്പറേഷനും വെച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതാണ് റേഷ്യോ സ്കെയിൽ കേട്ടോ. അപ്പൊ ഐഡിയ കിട്ടിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അടുത്തത് എക്സ്പ്ലോറേറ്ററി റിസർച്ചും കോഷ്യൽ റിസർച്ചും തമ്മിലുള്ള ഡിഫറൻസ്. ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇത് ഇൻഡിവിജ്വൽ ആയിട്ടും ചോദിക്കാറുണ്ട്, ഡിഫറൻസ് ആയിട്ടും ചോദിക്കാറുണ്ട്. എക്സ്പ്ലോറേറ്ററി റിസർച്ച് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഫൈൻഡ്സ് ന്യൂ ഐഡിയ അല്ലെ, പുതിയ കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു പ്രോബ്ലത്തെ ഒന്നും കൂടെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്, ഒന്നും കൂടെ വിശദീകരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന റിസർച്ച് ആണ് എക്സ്പ്ലോറേറ്ററി റിസർച്ച്. എന്നാൽ കോഷ്യൽ റിസർച്ചോ കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ്, ഒരു കാര്യകാരണങ്ങളെ കുറിച്ച് പഠിക്കുന്നതാണ് കോഷ്യൽ റിസർച്ച് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് എക്സ്പ്ലോറേറ്ററി ആണ്? പുതിയ ഐഡിയാസിനെ മനസ്സിലാക്കാൻ, കണ്ടെത്താൻ വേണ്ടിയിട്ട് ചെയ്യുന്ന റിസർച്ച് ആണ് എക്സ്പ്ലോറേറ്ററി. കോഷ്യൽ റിസർച്ച് എന്താ പറഞ്ഞത്? കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ്, കാര്യകാരണങ്ങളെ കുറിച്ച് പഠിക്കുന്നതാണ് കോഷ്യൽ റിസർച്ച്. ഇനി നേച്ചർ ഓപ്പൺ എൻഡഡ് ആയിരിക്കും അഥവാ ഫ്ലെക്സിബിൾ ആയിരിക്കും. എങ്ങനെ നമുക്കതിൽ കൃത്യമായിട്ട് വിവരിക്കാൻ പറ്റും, വിശദീകരിക്കാൻ പറ്റും. അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഫോർമാറ്റ് കാര്യങ്ങളൊന്നും വരുന്നില്ല. എന്നാൽ ഇവിടെ കൺട്രോൾഡ് ആൻഡ് സ്ട്രക്ചേർഡ്, കൃത്യമായിട്ട് ഒരു സ്ട്രക്ചർ ഉണ്ടാവും. ആ സ്ട്രക്ചർ ബേസ് ചെയ്തിട്ട് മാത്രമേ കോഷ്യൽ റിസർച്ച് ചെയ്യാൻ കഴിയുള്ളൂ. ദെൻ അടുത്ത ചോദ്യം, ആൻസർ വാട്ട് ആൻഡ് വൈ. എന്ത്, എങ്ങനെ എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടെത്തലാണ് എക്സ്പ്ലോറേറ്ററി റിസർച്ച് എന്ന് പറയുന്നത്. വാട്ട് ആൻഡ് വൈ എന്നിട്ട് ഒന്ന് ഓർത്ത് വെക്കുക. എന്നാൽ കോഷ്യൽ റിസർച്ച് ഹൗ വൺ ഫാക്ടർ അഫക്റ്റ് അനദർ, ഒന്ന് മറ്റൊന്നിനെ എങ്ങനെ ബാധിക്കുന്നു, ഒന്ന് മറ്റൊന്നിനെ എങ്ങനെ അഫക്ട് ചെയ്യുന്നു എന്ന് കണ്ടെത്തുന്നതാണ് കോഷ്യൽ റിസർച്ച് എന്ന് പറയുന്നത്. ഇനി സ്റ്റേജസ്, കണ്ടക്ട് ദ ഏർലി സ്റ്റേജ് ഓഫ് റിസർച്ച്. റിസർച്ചിന്റെ ആദ്യ സമയത്ത്, നമ്മൾ റിസർച്ച് തുടങ്ങുന്നതിന്റെ ഫസ്റ്റ് സ്റ്റേജില് ആദ്യ സമയത്ത് ചെയ്യുന്നതാണ് എക്സ്പ്ലോറേറ്ററി റിസർച്ച്. ഫസ്റ്റ് സ്റ്റേജിൽ ചെയ്യുന്നതാണ് എക്സ്പ്ലോറേറ്ററി റിസർച്ച്. എന്നാൽ കണ്ടക്ട് ദ
ലേറ്റർ സ്റ്റേജ് ഓഫ് റിസർച്ചിന്റെ അവസാന ഘട്ടത്തിൽ ചെയ്യുന്ന റിസർച്ച് ആണ് കോഷ്യൽ റിസർച്ച് എന്ന് പറയുന്നത്. ഈ അപ്രോച്ച് ഹെൽപ്സ് ടു എക്സ്പ്ലോർ ആൻഡ് ഡിഫൈൻ പ്രോബ്ലം. ഒരു പ്രോബ്ലത്തെ കൃത്യമായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ ഡിഫൈൻ ചെയ്യാനാണ് അല്ലെ എക്സ്പ്ലോറേറ്ററി റിസർച്ച് യൂസ് ചെയ്യുന്നത്, കറക്റ്റ് ആയിട്ട് വിവരിക്കാനാണ്. എന്നാൽ കോഷ്യൽ റിസർച്ചോ ടെസ്റ്റ് ആൻഡ് കൺഫേം ഹൈപ്പോത്തിസിസിനെ കൺഫേം ചെയ്യുക, ടെസ്റ്റ് ചെയ്യുക, ആ പർപ്പസിന് വേണ്ടിയിട്ടാണ് കോഷ്യൽ റിസർച്ച് യൂസ് ചെയ്യുന്നത്. Then outcome provide insight and understanding എന്നുള്ള ലക്ഷ്യത്തോടു കൂടെ ചെയ്യുന്നതാണ് എക്സ്പ്ലോറേറ്ററി റിസർച്ച്. എന്നാൽ കോഷ്യൽ റിസർച്ച് പ്രൊവൈഡ് എവിഡൻസ് ടു റിലേഷൻ ബിറ്റ്വീൻ വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ, അതിനുള്ള തെളിവിനെ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ള ലക്ഷ്യമാണ് കോസ് ആൻഡ് എഫക്ട് റിസർച്ചിന് വരുന്നത്, കോഷ്യൽ റിസർച്ചിന് വരുന്നത്. ദെൻ കോമൺ ഗോൾ രണ്ടും ചെയ്യുന്നത് എന്താ? ബോത്ത് ആർ ഇമ്പോർട്ടന്റ് ഇൻ റിസർച്ച് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടാണ് രണ്ടും, അഥവാ എക്സ്പ്ലോറേറ്ററി റിസർച്ചും കോഷ്യൽ റിസർച്ചും യൂസ് ചെയ്യുന്നത് കേട്ടോ. ദെൻ അടുത്തത് ഏതൊക്കെയാണ് നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് മെത്തേഡ്സ്? ഇമ്പോർട്ടന്റ് ചോദ്യമാണ്. ഈ പ്രോബബിലിറ്റി മെത്തേഡ് ഇമ്പോർട്ടന്റ് ആണ്, നോൺ പ്രോബബിലിറ്റി മെത്തേഡ് ഇമ്പോർട്ടന്റ് ആണ്. രണ്ടും നല്ലോണം നോക്കി വെക്കണം കേട്ടോ. നോക്കാം, എന്താണ് നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗിന്റെ പ്രത്യേകത? നോട്ട് ഓൾ മെമ്പേഴ്സ് ഹാവ് ഈക്വൽ സെലക്ഷൻ ചാൻസ്. എല്ലാവരെയും തുല്യമായിട്ട് സെലക്ട് ചെയ്യാനുള്ള സാധ്യത അവിടെ വരുന്നില്ല. ഡിപ്പെൻസ് ഓൺ റിസർച്ചേഴ്സ് ജഡ്ജ്മെന്റ്, അഥവാ ആരാണോ റിസർച്ച് ചെയ്യുന്നത് അയാളുടെ ഇഷ്ടത്തിനനുസരിച്ചായിരിക്കും ഇവിടെ സാമ്പിളുകളെ സെലക്ട് ചെയ്യുക. അത്തരത്തിലുള്ള സ്റ്റഡിക്കാണ് നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് എന്ന് പറയുക. അതിൽ പെട്ടെന്നാണ് കൺവീനിയൻസ് സാമ്പിളിംഗ്. കൺവീനിയൻസ് എന്ന് പറഞ്ഞാൽ നോക്കിയേ, ഈസി ടു റീച്ച് പീപ്പിൾ, ഓരോ ആളുകളിലേക്ക് സിമ്പിൾ ആയിട്ട് നമുക്ക് എത്തിച്ചേരാൻ പറ്റും. ആ സാമ്പിളിങ്ങിനെയാണ് കൺവീനിയൻസ് സാമ്പിളിംഗ്. അതായത് ഇവിടെ ഇപ്പൊ ഞാൻ റിസർച്ച് ചെയ്യാണ്, എനിക്ക് കൺവീനിയൻസ് ഏതാ? എന്റെ വീടിന്റെ അടുത്തുള്ള, എന്റെ നാട്ടില്, എന്റെ സുഹൃത്തുക്കളെ അടുത്ത് ഡാറ്റ കളക്ട് ചെയ്യലല്ലേ? അതാണ് കൺവീനിയൻസ് സാമ്പിളിംഗ്. അഥവാ റിസർച്ചർക്ക് എന്താണ് കൺവീനിയൻസ്, അയാൾക്ക് ഏതാണോ യോജിച്ചത്, അയാൾക്ക് ഏതാണോ ഇഷ്ടം, താല്പര്യം, അതിനനുസരിച്ച് ഡാറ്റ കളക്ട് ചെയ്യുന്നതിനെയാണ് കൺവീനിയൻസ് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. അടുത്തത് ജഡ്ജ്മെന്റ് സാമ്പിളിംഗ്. നമുക്കറിയാലോ, അത് റിസർച്ചറിന്റെ ചോയ്സ് ആണ്. അയാൾക്ക് തോന്നിയ ആളുകൾ ഇരുന്ന് അയാൾ ഡാറ്റ കളക്ട് ചെയ്യും. ഓക്കെ, അപ്പൊ അയാൾക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരിൽ അയാൾ ഡാറ്റ കളക്ട് ചെയ്യും, അല്ലാത്തവർ അയാൾ മെയിൻ ചെയ്യൂല. അങ്ങനെ റിസർച്ചിന് തോന്നിയ പോലെ ചെയ്യുന്നതാണ്, റിസർച്ചർക്ക് തോന്നിയ പോലെ ചെയ്യുന്നതാണ് ജഡ്ജ്മെന്റ് സാമ്പിളിംഗ്. അടുത്തത് കോട്ട. നമ്മൾ എന്ത് ചെയ്യുന്ന അറിയോ? സാമ്പിൾസ് സെലക്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒരു കോട്ട നിശ്ചയിക്കും അല്ലെ? ഇപ്പൊ നോക്കാം, ഒരു ഗ്രൂപ്പിൽ നിന്ന് 10 ബോയ്സും 5 ഗേൾസും എന്ന് നമ്മൾ സെലക്ട് ചെയ്തു. ഇനി അതിൽ നിന്ന് 10 ബോയ്സിന് മാത്രമേ നമ്മൾ എടുക്കുള്ളൂ. 11ാമത്തെ ബോയ് വന്നാൽ അയാളെ ഒഴിവാക്കും. അപ്പോൾ 5 ഗേൾസിന് മാത്രമേ സെലക്ട് ചെയ്യുള്ളൂ. 6ാമത്തെ ഗേൾ വന്നാൽ അവരെ ഒഴിവാക്കും. അപ്പൊ അങ്ങനെ കൃത്യമായിട്ട് ഒരു കോട്ട നിശ്ചയിച്ച് നമ്മൾ സെലക്ട് ചെയ്യുന്നതിനെയാണ് കോട്ട സാമ്പിളിംഗ് എന്ന് പറയുന്നത്. സ്നോബോൾ നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞു അല്ലെ, ഒരാളെ കിട്ടി, അയാളെ അടുത്ത ആളെ കണക്ട് ചെയ്യും, അയാളെ അടുത്ത ആളെ കണക്ട് ചെയ്യും, അങ്ങനെ കണക്ട് ചെയ്ത് പോകുന്നതിനെയാണ് സ്നോബോൾ സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ഈ 4 ഏതിന്റെ ഭാഗമാണ്? നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗിന്റെ ഭാഗമാണ് കേട്ടോ. നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അതുപോലെ തന്നെ പ്രോബബിലിറ്റി സാമ്പിളിംഗ് ടെക്നിക്കും ഉണ്ട്. റാൻഡം നമ്പർ മെത്തേഡ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സ്ട്രാറ്റിഫൈഡ്, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, സ്ട്രാറ്റിഫൈഡ് ക്ലസ്റ്റർ സാമ്പിളിംഗ്, മൾട്ടി ക്ലസ്റ്റർ സാമ്പിളിംഗ്. അതൊന്ന് ഓർത്ത് വെക്കണേ, അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അടുത്തതൊരു ചോദ്യം, റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ സാമ്പിളിംഗ് എറേഴ്സ്. സാമ്പിളിംഗ് എറേഴ്സുമായി ബന്ധപ്പെട്ട ഒരു ഷോർട്ട് നോട്ട് ഉണ്ടാക്കാനാണ്. അപ്പൊ എന്താണ് സാമ്പിളിംഗ് എറേഴ്സ്? ഹാപ്പൺ വെൻ സാമ്പിൾ ഡസൻ റെപ്രസെന്റ് പോപ്പുലേഷൻ. അതായത് ഒരു സാമ്പിളിംഗിൽ വരുന്ന മിസ്റ്റേക്കുകളെ, തെറ്റുകളെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നതാണ് സാമ്പിളിംഗ് എറേഴ്സ്. നോക്കാം, ഒരു സാമ്പിള് ശ്രദ്ധിക്കട്ടോ, ഒരു സാമ്പിള് അതിന്റെ പോപ്പുലേഷനെ റെപ്രസെന്റ് ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് അവിടെ പറയാം അവിടെ സാമ്പിളിംഗ് എറർ ഉണ്ട്. എങ്ങനെ? ഒരു സാമ്പിൾ അതിന്റെ പോപ്പുലേഷനെ റെപ്രസെന്റ് ചെയ്യുന്നില്ലെങ്കിൽ അവിടെ നമുക്ക് പറയാം അവിടെ സാമ്പിളിംഗ് എറർ ഉണ്ട്. അപ്പൊ ഞാൻ ഒരു സാമ്പിൾ എടുത്ത് പഠിച്ച് എന്നിട്ട് അതിന്റെ റിസൾട്ട് ഒക്കെ ഉണ്ടാക്കി, പക്ഷെ ഇത് പോപ്പുലേഷനുമായി ഒരു ബന്ധമില്ലാന്ന് വെച്ചോളി, അപ്പൊ നമുക്ക് എന്ത് പറയാം? സാമ്പിളിംഗ് എററാന്ന് പറയാം. അടുത്തത് ഒക്കർ ബിക്കോസ് ഓൺലി പാർട്ട് ഓഫ് പോപ്പുലേഷൻ ഈസ് സ്റ്റഡി. ഇത് എന്തുകൊണ്ട് അങ്ങനെ സാമ്പിളിംഗ് എറർ സംഭവിക്കുന്നത്? നമ്മൾ പോപ്പുലേഷൻ മുഴുവൻ പഠിക്കണില്ലല്ലോ അല്ലെ? ഓൺലി പാർട്ട് ഓഫ് പോപ്പുലേഷൻ, അതല്ലേ സാമ്പിൾ അറിയുന്നത്. സാമ്പിൾ എടുത്ത് പഠിക്കുമ്പോൾ സ്വാഭാവികമായിട്ടുണ്ടാവുന്നതാണ് സാമ്പിളിംഗ് എറേഴ്സ്. കാരണം എന്താ? പോപ്പുലേഷൻ മുഴുവൻ നമ്മൾ പഠിക്കണില്ല, അത് കുറച്ചെണ്ണത്തെ മാത്രമേ പഠിക്കണുള്ളൂ. അപ്പൊ സ്വാഭാവികമായിട്ടും വരുന്നതാണ് സാമ്പിളിംഗ് എറേഴ്സ്. റിസൾട്ട് മേ ഡിഫർ ഫ്രം ട്രൂ വാല്യൂ. അപ്പൊ ഈ സാമ്പിളിംഗ് എറേഴ്സ് വരുന്നതുകൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ നമുക്ക് കിട്ടേണ്ട റിസൾട്ട് എന്താണോ അതിൽ നിന്നും തീർച്ചയായിട്ടും മാറ്റം ഉണ്ടാകും. ക്യാൻ ബി റെഡ്യൂസ്ഡ് ബൈ യൂസിങ് ലാർജ് സാമ്പിൾ. എങ്ങനെ നമുക്ക് സാമ്പിളിംഗ് എറർ ഇല്ലാണ്ടാക്കാൻ പറ്റും? നമുക്ക് എന്ത് ചെയ്യാം? സാമ്പിളുകളുടെ എണ്ണം കൂട്ടാം. അപ്പൊ നമ്മൾ 10 സാമ്പിൾ എടുത്ത് പഠിക്കുകയാണെങ്കിലും അതിനേക്കാൾ ഒന്നും കൂടെ വാല്യൂ ഉണ്ടാവും 100 സാമ്പിൾ എടുത്ത് പഠിച്ചാൽ അല്ലെ? അതിനേക്കാൾ ഒന്നും കൂടെ വാല്യൂ ഉണ്ടാവും ഒരു 200 സാമ്പിൾ എടുത്ത് പഠിച്ചാൽ. അപ്പൊ സാമ്പിളുകളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് നമുക്ക് എറർ കുറക്കാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ
പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, കെയർഫുൾ സെലക്ഷൻ ഓഫ് സാമ്പിൾ ഹെൽപ്സ് റെഡ്യൂസ് എറർ. നമ്മൾ സാമ്പിളുകളെ സെലക്ട് ചെയ്യുമ്പോൾ ഏറ്റവും നന്നായിട്ട് സാമ്പിളുകളെ സെലക്ട് ചെയ്യുക, നന്നായിട്ട് ശ്രദ്ധിച്ച് സെലക്ട് ചെയ്യുക. അപ്പൊ നമുക്ക് കുറെ എറേഴ്സിനെ ഇല്ലാണ്ടാക്കാൻ പറ്റും. അതുപോലെ സാമ്പിളിംഗ് എറേഴ്സ് ആർ നാച്ചുറൽ ബട്ട് മാനേജബിൾ. സാമ്പിൾ എറേഴ്സ് എന്തായാലും ഉണ്ടാവും, പക്ഷെ നമുക്ക് കുറെ അത് മാനേജ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. മസ്റ്റ് ബി മെൻഷൻ റിസർച്ച് റിസൾട്ട്. അപ്പോൾ സാമ്പിളിംഗ് എറേഴ്സ് ഉണ്ടാകും എന്നുള്ളത് അത് റിസർച്ച് റിസൾട്ടിലും നമ്മൾ അത് കൃത്യമായിട്ട് പറഞ്ഞിരിക്കണം. അടുത്തൊരു ചോദ്യമാണ് ഡിഫറൻസ് ബിറ്റ്വീൻ ക്വസ്റ്റ്യനെയർ ഷെഡ്യൂൾ. ഇത് ഇമ്പോർട്ടന്റ് ആട്ടോ. ക്വസ്റ്റ്യനെയർ എന്ന് പറഞ്ഞാല് ശരിക്കും ഇപ്പൊ ഞാൻ റിസർച്ച് ചെയ്യാൻ പോകണം, ഞാൻ എന്ത് ചെയ്യും, ക്വസ്റ്റ്യൻസ് തയ്യാറാക്കും. ഞാൻ തന്നെ ശ്രദ്ധിക്കാട്ടോ, ഞാൻ തന്നെ എന്റെ റെസ്പോണ്ടന്റിന്റെ അടുത്ത് പോയിട്ട് ഡാറ്റ കളക്ട് ചെയ്യും. അതിന് പറയുന്ന പേരാണ് ഷെഡ്യൂൾ. എങ്ങനെ ക്വസ്റ്റ്യൻ ഞാൻ തയ്യാറാക്കും കേട്ടോ. സപ്പോസ് ഞാൻ ഒരു ഉദാഹരണം പറയാണ്, ഒരു ആദിവാസികളെ കുറിച്ച് പഠിക്കാൻ പോവാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ക്വസ്റ്റ്യനെയർ തയ്യാറാക്കി. ഇത് ഓൽക്കെങ്ങാനും അയച്ചു കൊടുത്താൽ ഐറ്റങ്ങൾക്ക് പൂരിപ്പിക്കാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല അല്ലെ. ഇംഗ്ലീഷൊക്കെ വായിച്ച് ചിലപ്പോൾ അവർക്ക് പലപ്പോഴും വിദ്യാഭ്യാസം കുറവായിരിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ മെനക്കെട്ട് നമ്മൾ തന്നെ എന്ത് ചെയ്യും, അവരുടെ അടുത്ത് പോകും, ആദിവാസികളുടെ അടുത്ത് പോകും. എന്നിട്ട് നമ്മുടെ ഓരോ ചോദ്യം അവർക്ക് മനസ്സിലാവുന്ന രൂപത്തിൽ വളരെ വിശദീകരിച്ചു കൊടുക്കും. എന്നിട്ട് ആരാ ഫില്ല് ചെയ്യുക, അവർ മറുപടി പറയും. ആ മറുപടി പറയുന്നതിനനുസരിച്ച് നമ്മൾ തന്നെ ഫില്ല് ചെയ്യും. അപ്പൊ അത് അങ്ങനെ ചെയ്യുന്നതാണ് ഷെഡ്യൂൾ. അപ്പൊ അത് ആരാ തയ്യാറാക്കുന്ന, ആരാ, റിസർച്ചർ അല്ലെ. ആരാ ചോദിക്കുന്ന ആളാരാ, റിസർച്ചർ. പറയുന്നത് ആരാ, റെസ്പോണ്ടന്റ്. എഴുതുന്നത് ആരാ, റിസർച്ചർ. റിസർച്ചർ തയ്യാറാക്കി റെസ്പോണ്ടന്റിന്റെ അടുത്ത് പോയി അയാളുടെ ഡാറ്റ കളക്ട് ചെയ്ത് റിസർച്ചറിനെ അത് ഫില്ല് ചെയ്യുന്നതാണ് ഷെഡ്യൂൾ എന്ന് പറയുന്നത്. ക്വസ്റ്റ്യനെയർ എന്ന് പറയുന്നത്, ഇപ്പൊ ഞാൻ നിങ്ങളെ വെച്ച് ക്വസ്റ്റ്യനെയർ ചെയ്യുമ്പോൾ ഞാൻ എന്ത് ചെയ്യാം, ഞാൻ ക്വസ്റ്റ്യനെയർ തയ്യാറാക്കും കേട്ടോ. എന്നിട്ട് നിങ്ങൾക്ക് അത് അയച്ചു തരും. നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങൾക്ക് മെയിലായിട്ടോ വാട്സപ്പായിട്ടോ അങ്ങനെയെല്ലാം അയച്ചു തരും. നിങ്ങൾ അത് നോക്കിയിട്ട് ഫില്ല് ചെയ്തിട്ട് നിങ്ങൾ എനിക്ക് തന്നെ തിരിച്ചയക്കും അല്ലെ. അതാണ് ക്വസ്റ്റ്യനെയർ എന്ന് പറയുന്നത്. ഇനി ഒന്ന് നോക്കിയേ, ആരാണ് ക്വസ്റ്റ്യനെയർ ഫില്ല് ചെയ്യുന്നത്, ബൈ റെസ്പോണ്ടന്റ്. ഇപ്പൊ നിങ്ങളാണ് അല്ലെ, നിങ്ങളാണ് എന്റെ റെസ്പോണ്ടന്റ് എന്നുണ്ടെങ്കിൽ നിങ്ങളാണ് അത് ഫില്ല് ചെയ്യുന്നത്. അതാണ് റെസ്പോണ്ടന്റ് ആണ് ഫില്ല് ചെയ്യുന്നത്. എന്നാൽ ഇവിടെ റിസർച്ചർ അല്ലെങ്കിൽ ഇന്റർവ്യൂവർ, ആരാണോ പോകുന്ന ആള്, അയാളാണ് അവിടെ ഫില്ല് ചെയ്യുന്നത്. ഷെഡ്യൂൾ ഫില്ല് ചെയ്യുന്നത് ആരാണ്, റിസർച്ചർ തന്നെയാണ് അല്ലെങ്കിൽ ഇന്റർവ്യൂവർ ആണ്. ചെലവോ, ക്വസ്റ്റ്യനറിന് വലിയ ചെലവൊന്നുമില്ല അല്ലെ. ജസ്റ്റ് നമ്മളൊന്ന് മെയിൽ അയച്ചാൽ മതി. നമ്മൾ ക്വസ്റ്റ്യനർ തയ്യാറാക്കിയിട്ട് അത് മെയിൽ അയച്ചാൽ മതി. എന്നാൽ ഷെഡ്യൂൾ അത് പോരാ, നമ്മൾ തന്നെ നേരിട്ട് പോകണം അല്ലെ. നേരിട്ട് പോയിട്ട് അയാളെ കണ്ട് ചോദിക്കണം. അപ്പൊ അതുകൊണ്ട് അത് നല്ല കോസ്റ്റ് ആണ്. സ്യൂട്ടബിൾ ഫോർ ക്വസ്റ്റ്യനർ ആർക്കാ നല്ലത്, എഡ്യൂക്കേറ്റഡ് റെസ്പോണ്ടൻസ് അല്ലെ. എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും വായിച്ചാൽ മനസ്സിലാകുന്ന ആളുകൾക്കാണ് ക്വസ്റ്റ്യനർ ബെറ്റർ ആവുന്നത്. എന്നാൽ ഷെഡ്യൂളോ മെയിൻ ആയിട്ട് വരുന്നത് അൺഎഡ്യൂക്കേറ്റഡ് പീപ്പിൾസിനാണ് ഷെഡ്യൂൾ കൊടുക്കാറുള്ളത് കേട്ടോ. കാരണം അവർക്ക് ഇതൊന്നും വായിച്ച് മനസ്സിലാക്കാനുള്ള ഒരു ഐഡിയ ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഷെഡ്യൂൾ യൂസ് ചെയ്യാറുള്ളത്. അടുത്തത് പോസിബിലിറ്റി ഓഫ് മിസ് അണ്ടർസ്റ്റാൻഡിങ്. തെറ്റായിട്ട് മനസ്സിലാക്കാനുള്ള സാധ്യത എവിടെ ഉണ്ട്, ക്വസ്റ്റ്യനെയറിലുണ്ട്. കാരണം ഇവിടെ നമ്മൾ വിശദീകരിച്ച് കൊടുക്കുന്നൊന്നുമില്ലല്ലോ അല്ലെ. ജസ്റ്റ് നമ്മൾ അയക്ക് അയച്ചു കൊടുക്കുന്നേ ഉള്ളൂ. അയാൾ നോക്കിയിട്ട് അയാൾ റെസ്പോണ്ട് ചെയ്യാണ്. അപ്പോൾ തെറ്റാണ് സാധ്യത അല്ലെങ്കിൽ മിസ് അണ്ടർസ്റ്റാൻഡിംഗിനുള്ള സാധ്യത ഉണ്ട്. എന്നാൽ ഇവിടെ അത് ഉണ്ടാവില്ല. കാരണം എന്താ, നമ്മൾ ഡയറക്റ്റ് പോവാണ് അല്ലെ. അയാൾക്ക് മനസ്സിലായിട്ടെങ്കിൽ നമ്മളോട് ചോദിക്കാൻ പറ്റും അല്ലെ, കൃത്യമായിട്ട് നമുക്ക് അയാൾക്ക് മറുപടി കൊടുക്കാനും പറ്റും. ഓക്കെ, അപ്പൊ അതാണ് പോസിബിലിറ്റി ഓഫ് മിസ് അണ്ടർസ്റ്റാൻഡിങ് ഇവിടെ സാധ്യത കുറവാണെന്ന് പറയാൻ കാരണം. അതുപോലെ ഫ്ലെക്സിബിലിറ്റി, ഫ്ലെക്സിബിൾ അല്ല ഏത്, ക്വസ്റ്റ്യനെയർ. കാരണം ആവശ്യത്തിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും മാറ്റി വരുത്താൻ കഴിയുന്ന കാര്യമല്ല. എന്നാൽ ഷെഡ്യൂൾ ആവട്ടെ മോർ ഫ്ലെക്സിബിൾ ആണ്. കാരണം നമ്മുടെ റെസ്പോണ്ടന്റിന്റെ അനുസരിച്ച് ചെറിയ മാറ്റങ്ങളൊക്കെ നമുക്ക് വരുത്താൻ കഴിയും. ടൈമോ, ക്വസ്റ്റ്യനറിന് ടൈം എടുക്കൂല അല്ലെ, ലെസ് ടൈം കൺസ്യൂമിങ്. കാരണം ജസ്റ്റ് നമുക്ക് അയച്ചു കൊടുക്കുക, അയാൾ അത് ഫില്ല് ചെയ്ത് തിരിച്ചയക്കുക, ആ ഒരു സമയം വരുള്ളൂ. പക്ഷെ ഇവിടെ നമ്മൾ ഓരോരുത്തരടുത്തും പോയി കണ്ട് അവരോട് ചോദിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അല്ലെ, ഒരുപാട് സമയം എടുക്കും. ഈ പർപ്പസ് യൂസ് ടു കളക്ട് ഡാറ്റ ഫോർ റിസർച്ച്. രണ്ടിന്റെ പർപ്പസ് എന്താണ്, റിസർച്ചിന് വേണ്ടി ഡാറ്റ കളക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അടുത്തൊരു ചോദ്യം, ലിസ്റ്റ് ഔട്ട് ഒബ്ജക്റ്റീവ്സ് ഓഫ് ടാബുലേഷൻ. ടാബുലേഷൻ എന്ന് പറഞ്ഞാലേ നമ്മൾ ഡാറ്റ കളക്ട് ചെയ്തു, കുറെ ആളുകളുടെ അടുത്ത് ഡാറ്റ കളക്ട് ചെയ്തു. ആ കളക്ട് ചെയ്ത ഡാറ്റ വെച്ചിട്ട് നമ്മൾ ടാബിൾ ഉണ്ടാക്കണം. എന്തിനു വേണ്ടിയിട്ടാ, കൃത്യമായിട്ട് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ടാബിൾ ഉണ്ടാക്കുക. ആ ടാബിൾ ഉണ്ടാക്കുന്നതിനെയാണ് ടാബുലേഷൻ എന്ന് പറയുന്നത് കേട്ടോ. ടാബുലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ടാബുലേഷൻ ചെയ്യുന്നത്, എന്താണ് അതിന്റെ ഒബ്ജക്റ്റീവ്സ്? ഒന്ന്, ടു പ്രസന്റ് ഡാറ്റ ക്ലിയർലി ഇൻ ടാബിൾ. നമ്മൾ ഡാറ്റകളെ കൃത്യമായിട്ട് ടാബിളിൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ടാബുലേഷൻ ചെയ്യുന്നത് അല്ലെ, ക്ലിയർലി ഇൻ ടാബിൾസ്. അടുത്തത്, ടു മേക്ക് ഡാറ്റ ഈസി ടു റീഡ് ആൻഡ് അനലൈസ്. നമ്മളെ ഡാറ്റകളെ പെട്ടെന്ന് നമുക്ക് നോക്കിയാൽ മനസ്സിലാക്കാനും അനലൈസ് ചെയ്യാനും വേണ്ടിയിട്ടാണ് നമ്മൾ ടാബുലേഷൻ ചെയ്യുന്നത്. അതുപോലെ ടു കമ്പയർ ഇൻഫർമേഷൻ ഈസിലി. ടാബിളുകളില്ല
ടേബിളുകളിൽ ഡാറ്റാസ് കൊടുത്താൽ നമുക്ക് എന്ത് ചെയ്യാം, കൃത്യമായിട്ട് കമ്പാരിസൺ ചെയ്യാൻ സാധിക്കും അല്ലെ. അതിന് കൃത്യമായിട്ട് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടാബുലേഷൻ ചെയ്യുന്നത്. അടുത്തത് ടു ഷോ പാറ്റേൺ ആൻഡ് ട്രെൻഡ്. നമ്മുടെ ഇപ്പോഴത്തെ പാറ്റേൺ എന്താ, ഇപ്പോഴത്തെ ട്രെൻഡ് എന്താ, നമുക്ക് കൃത്യമായിട്ട് ടാബുലേഷനിലൂടെ മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ നമ്മുടെ ടൈമും എഫേർട്ടും കുറക്കുന്ന ഒരു കാര്യമാണ് ടാബുലേഷൻ. ടാബിൾ വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഒന്നും കൂടെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. ടു സിംപ്ലിഫൈ ഇന്റർപ്രിട്ടേഷൻ, കൃത്യമായിട്ട് നമുക്ക് ഒരു കൺക്ലൂഷൻ, ഇന്റർപ്രിട്ടേഷൻ മീൻസ് കൺക്ലൂഷനിലേക്ക് എത്തിച്ചേരാൻ പറ്റും. അതുപോലെ ടു പ്രിപ്പയർ ഡാറ്റ ഫോർ സ്റ്റാറ്റിസ്റ്റിക്കൽ യൂസിന് വേണ്ടിയിട്ട് നമുക്ക് ടാബിളുകൾ യൂസ് ചെയ്യാൻ കഴിയും കേട്ടോ. അടുത്തൊരു ചോദ്യം, ഹൗ ക്യാൻ എ റിസർച്ചർ എൻഷുർ വാലിഡിറ്റി ഇൻസ്ട്രുമെന്റ്? എങ്ങനെയാണ് ഒരു റിസർച്ചിൽ വാലിഡിറ്റി കൊണ്ടുവരാൻ പറ്റുക? വാലിഡിറ്റി നമ്മൾ പറഞ്ഞു അല്ലെ, അത് കറക്റ്റ് അക്യുറേറ്റ് ആവണം. ഓക്കെ, അതെങ്ങനെ കൊണ്ടുവരാൻ പറ്റും? ആദ്യം വാലിഡിറ്റി എന്ന് പറഞ്ഞാൽ ദ ടൂൾ മെഷർ വാട്ട് ഈസ് ഷുഡ്, അതിന് യോജിച്ച ടൂള് തന്നെയാണോ എന്ന് നോക്കുന്നതാണ് വാലിഡിറ്റി എന്ന് പറയുന്നത്. അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? യൂസ് ക്ലിയർ ആൻഡ് റെലവന്റ് ക്വസ്റ്റ്യൻസ്. കൃത്യമായിട്ടുള്ള ചോദ്യങ്ങൾ നമ്മൾ ക്വസ്റ്റ്യനറിൽ ഉൾപ്പെടുത്തുക. എന്തെങ്കിലുമൊക്കെ ചോദിച്ചാൽ ചിലപ്പോൾ അതിന് വാലിഡിറ്റി കിട്ടണമെന്നില്ല. കൃത്യമായിട്ടുള്ള റെലവന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ യൂസ് ചെയ്യുക. അതുപോലെ തന്നെ ഒരു പൈലറ്റ് സ്റ്റഡി നടത്തുക അല്ലെ. പൈലറ്റ് സ്റ്റഡി നടത്താൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റൂ അല്ലെ. അതുപോലെ ഗെറ്റ് എക്സ്പേർട്ട് ഒപ്പീനിയൻ. നമ്മൾ ഏത് ടോപ്പിക്കിലാണോ റിസർച്ച് ചെയ്യുന്നത് അതുമായി ബന്ധപ്പെട്ട എക്സ്പേർട്ടുകളോട് നമ്മൾ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക. അതുപോലെ കവർ ഓൾ ഇമ്പോർട്ടന്റ് ഏരിയാസ് ഓഫ് ടോപ്പിക്. ടോപ്പിക്കിന്റെ എല്ലാ പ്രധാനപ്പെട്ട ഭാഗങ്ങളും നമ്മൾ കൃത്യമായിട്ട് കവർ ചെയ്യണം, എങ്കിലേ നമുക്ക് കൃത്യമായിട്ട് റിസൾട്ട് കിട്ടുള്ളൂ. അതുപോലെ അവോയ്ഡ് കൺഫ്യൂസിങ് ഓർ ബയാസ്ഡ് ക്വസ്റ്റ്യൻസ്. നമ്മൾ ക്വസ്റ്റ്യൻ തയ്യാറാക്കുമ്പോൾ കൺഫ്യൂസിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരാളെ ബയാസ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലുള്ള ചോദ്യങ്ങളൊക്കെ ഒഴിവാക്കുക. കളക്ട് ഡാറ്റ കെയർഫുള്ളി ഫോർ അക്യുറേറ്റ് റിസൾട്ട്. വളരെ കെയർഫുൾ ആയിട്ട് നമ്മൾ ഡാറ്റാസിനെ കളക്ട് ചെയ്യുക. അടുത്തൊരു ചോദ്യം, വാട്ട് ആർ ദ എസെൻഷ്യൽസ് ഓഫ് എ ഗുഡ് റിസർച്ച് റിപ്പോർട്ട്? ഇത് ഇമ്പോർട്ടന്റ് ആയ ചോദ്യമാണ്. ഒരു നല്ല റിസർച്ച് റിപ്പോർട്ടിന്റെ ആവശ്യകത, എസെൻഷ്യൽസ് എന്തൊക്കെയാണ്? ഷുഡ് ബി ക്ലിയർ അല്ലെ. അത് വളരെ, ഇതിപ്പോ നിങ്ങളോട് ഇങ്ങനെ ചോദിക്കാണ്, ഒരു ക്വസ്റ്റിനെയറിന്റെ, ഒരു നല്ല ക്വസ്റ്റിനെയറിന്റെ പ്രത്യേകത എന്താ ചോദിച്ചാൽ ഇത് നിങ്ങൾക്ക് എഴുതാൻ പറ്റൂ കേട്ടോ. ക്ലിയർ ആവണം, ബ്രീഫ് ആവണം, വെൽ ഓർഗനൈസ്ഡ്, കൃത്യമായിട്ട് ഒരു സ്ട്രക്ചർ ഉണ്ടാവണം. അതുപോലെ ഒരു ടൈറ്റിൽ ഉണ്ടായിരിക്കണം, ഇൻട്രൊഡക്ഷൻ ഉണ്ടാവണം, അതുപോലെ മെത്തേഡ്, റിസൾട്ട്, കൺക്ലൂഷൻ, ഇതൊക്കെ ഒരു നല്ല റിസർച്ച് റിപ്പോർട്ടിൽ ആവശ്യമാണ്. അതുപോലെ തന്നെ യൂസ് സിമ്പിൾ ആൻഡ് കറക്റ്റ് ലാംഗ്വേജ്, ഏറ്റവും എല്ലാവർക്കും മനസ്സിലാകാൻ പറ്റുന്ന ലാംഗ്വേജുകൾ യൂസ് ചെയ്യുക. അതുപോലെ ഡാറ്റകളെ പ്രസന്റ് ചെയ്യാൻ ടാബിളുകളും ചാർട്ടുകളും ഒക്കെ യൂസ് ചെയ്യുക. അതൊന്നും കൂടെ അട്രാക്റ്റീവ് ആവും, ഒന്നും കൂടെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയുകയും ചെയ്യും. അതുപോലെ ബി ഫ്രീ ഫ്രം പേഴ്സണൽ ബയസ്. നമ്മുടെ കാര്യങ്ങളൊന്നും എന്ത് ചെയ്യരുത്, നമ്മൾ റിസർച്ചിൽ ഉൾപ്പെടുത്തരുത്. നമ്മുടെ അഭിപ്രായങ്ങളല്ല, നമുക്ക് കിട്ടിയിട്ടുള്ള ഡാറ്റ വെച്ചിട്ടാണ് നമ്മൾ റിസർച്ച് ചെയ്യേണ്ടത്. ഷോ ലോജിക്കൽ ഫ്ലോ അനാലിസിസ്, ഒരു ലോജിക്കലി എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നമുക്ക് കൊടുക്കാൻ വേണ്ടി കഴിയണം. ദെൻ അടുത്ത സെഷനാണ് എസ്എ ക്വസ്റ്റ്യൻ അഥവാ 10 മാർക്കിന്റെ ചോദ്യങ്ങൾ. ആദ്യത്തത്, എക്സ്പ്ലെയിൻ ഡിഫറെന്റ് സ്റ്റെപ്സ് ഇൻവോൾവ് റിസർച്ച് പ്രോസസ്. റിസർച്ച് പ്രോസസ്സിൽ ശ്രദ്ധിക്കാട്ടോ, ഇമ്പോർട്ടന്റ് ആണ്. ഇത് 5 മാർക്കിനും ചോദിക്കാറുണ്ട് കേട്ടോ. റിസർച്ച് പ്രോസസ്സിൽ ഉൾപ്പെട്ടിട്ടുള്ള സ്റ്റെപ്സ് എന്തൊക്കെയാണ്, എങ്ങനെയാണ് നമ്മൾ റിസർച്ച് ചെയ്യേണ്ടത്? ആദ്യമായിട്ട് ഐഡന്റിഫൈ ദ പ്രോബ്ലം, പ്രോബ്ലത്തെ കൃത്യമായിട്ട് മനസ്സിലാക്കുക. 2, റിവ്യൂ ലിറ്ററേച്ചർ. ലിറ്ററേച്ചർ എന്താ നമ്മൾ പറഞ്ഞില്ലേ, നമ്മുടെ സ്റ്റഡിയുമായി ബന്ധപ്പെട്ട മുമ്പ് കുറെ ആൾക്കാർ ചെയ്തിട്ടുള്ള കുറെ പഠനങ്ങളുണ്ട്, അത് കൃത്യമായിട്ട് നമ്മൾ റിവ്യൂ ചെയ്യാൻ പഠിക്കുക. ദെൻ ഡിഫൈൻ ഒബ്ജക്റ്റീവ്സ് ഓർ ഹൈപ്പോത്തിസിസ്. നമ്മുടെ സ്റ്റഡിയുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്, ഹൈപ്പോത്തിസിസ് എന്തൊക്കെയാണ്, കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യുക. ഡിസൈൻ ദ റിസർച്ച്. റിസർച്ച് ഡിസൈൻ ഉണ്ടാക്കുക, നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ, റിസർച്ച് ഡിസൈൻ ഉണ്ടാക്കുക. അടുത്തത്, ഡാറ്റ കളക്ട് ചെയ്യുക, കളക്ട് ദ ഡാറ്റ. അത് കഴിഞ്ഞാൽ പ്രോസസ് ആൻഡ് ഡാറ്റ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ കിട്ടിയ ഡാറ്റനെ പ്രോസസ് ചെയ്യുക, കൃത്യമായിട്ട് അനലൈസ് ചെയ്യുക കേട്ടോ, വിലയിരുത്തുക. അത് കഴിഞ്ഞാൽ ഹൈപ്പോത്തിസിസ് ടെസ്റ്റ് ചെയ്യുക. ഹൈപ്പോത്തിസിസ് നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ടാവും, ആ ഹൈപ്പോത്തിസിസ് ടെസ്റ്റ് ചെയ്യുക. ദെൻ നമ്മുടെ റിസൾട്ടുകളെ അല്ലെങ്കിൽ ഫൈൻഡിങ്സിനെ കൃത്യമായിട്ട് ഇന്റർപ്രറ്റ് ചെയ്യുക. ലാസ്റ്റ് റിസർച്ച് റിപ്പോർട്ട് ഉണ്ടാക്കുക. ഈ സ്റ്റേജസ് ഓരോന്നും നിങ്ങൾ എസ്എ 10 മാർക്കിന് ചോദിക്കുകയാണെങ്കിൽ ഓരോന്നും വിശദീകരിച്ച് എഴുതണം കേട്ടോ, നന്നായിട്ട് വിശദീകരിച്ച് എഴുതണേ. ഓക്കെ, അടുത്തൊരു ചോദ്യം, സ്റ്റേറ്റ് ദ ഫീച്ചേഴ്സ് ആൻഡ് ഇമ്പോർട്ടൻസ് കോൺസെപ്റ്റ് റിലേറ്റഡ് ടു റിസർച്ച്. റിസർച്ച് ഡിസൈനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അതിന്റെ ഫീച്ചേഴ്സ് എന്താണ്? റിസർച്ച് ഡിസൈൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. റിസർച്ചിന്റെ ഒരു ബ്ലൂ പ്രിന്റ് എന്ന് പറയാം, അല്ലെങ്കിൽ ഒരു പ്ലാൻ എന്ന് പറയാം, അല്ലെങ്കിൽ ഒരു ഫ്രെയിം വർക്ക് എന്നൊക്കെ പറയാം നമുക്ക് അല്ലെ. റിസർച്ചിനെ കുറിച്ചുള്ള ഒരു ഐഡിയ ആര് തരും? റിസർച്ച് ഡിസൈൻ നമുക്ക് തരും. അതിന്റെ ഫീച്ചേഴ്സ് നോക്കിയാൽ ക്ലാരിറ്റി, ഡിഫൈൻ ദ റിസർച്ച് പ്രോബ്ലം. റിസർച്ച് പ്രോബ്ലത്തെ കൃത്യമായിട്ട് അത് വിശദീകരിക്കുന്നുണ്ട്. സ്പെസിഫൈ ദ ടൈപ്സ് ഓഫ് ഡാറ്റ. ഏതൊക്കെ ഡാറ്റകളാണ് നമുക്ക് ആവശ്യമുള്ളത് എന്ന് കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞുതരും. അതുപോലെ തന്നെ ഡിസ്ക്രൈബ് ദ മെത്തേഡ് ഓഫ് ഡാറ്റ കളക്ഷൻ. ഏത് രൂപത്തിലാണ് ഡാറ്റ കളക്ട് ചെയ്യേണ്ടത് എന്നും റിസർച്ച് ഡിസൈൻ നമുക്ക് പറഞ്ഞുതരും. എക്സ്പ്ലെയിൻ സാമ്പിളിംഗ് മെത്തേഡ്. ഏത്
സാമ്പിളിംഗ് മെത്തേഡ് യൂസ് ചെയ്താൽ കുറെ നമ്മൾ പറഞ്ഞു അല്ലെ. ഇപ്പൊ കോട്ട സാമ്പിളിങ്, സ്ട്രാറ്റിഫൈഡ് സാമ്പിളിങ്, സ്നോബോൾ സാമ്പിളിങ്, അല്ലെ, ജഡ്ജ്മെന്റൽ, അങ്ങനെ കുറെ മെത്തേഡ് പറഞ്ഞു. അതിൽ ഏത് മെത്തേഡ് ആണെന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞുതരും. അതുപോലെ പ്രൊവൈഡ് പ്ലാൻ ഫോർ ഡാറ്റ അനാലിസിസ്, ഡാറ്റ അനാലിസിസിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ റിസർച്ച് ഡിസൈനിൽ നിന്ന് നമുക്ക് കിട്ടും. അതുപോലെ എൻഷുർ ഒബ്ജക്ടിവിറ്റി ആൻഡ് അക്യുറസി ഇൻ റിസൾട്ട്, റിസൾട്ടിനെ കൃത്യമായിട്ട് അക്യുറേറ്റ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മളെ റിസർച്ച് ഡിസൈൻ സഹായിക്കുന്നുണ്ട്. ദെൻ കൺട്രോൾ കീപ്പിംഗ് അതർ വേരിയബിൾ കോൺസ്റ്റന്റ്, എല്ലാ വേരിയബിളിനെയും മറ്റു വേരിയബിൾസിനൊക്കെ കോൺസ്റ്റന്റ് ആയിട്ട് കീപ്പ് ചെയ്യാൻ റിസർച്ച് ഡിസൈൻ അഥവാ ഇതിന്റെ കോൺസെപ്റ്റുകളാണ് പറയുന്നത്. ഇതുവരെ പറഞ്ഞ ഫീച്ചേഴ്സ് ആണ് ഈ കോൺസെപ്റ്റ്. നമ്മുടെ വേരിയബിൾസിനെ കോൺസ്റ്റന്റ് ആയി നിർത്താൻ സഹായിക്കുന്നുണ്ട്. മാനിപ്പുലേഷൻ, അതായത് ചേഞ്ചിങ് വൺ വേരിയബിൾ ടു ഒബ്സർവ് ഇറ്റ് എഫക്ട്, ഒരു വേരിയബിൾ വരുന്ന മാറ്റം മറ്റൊരു വേരിയബിളിൽ എങ്ങനെ എഫക്ട് ചെയ്യുന്നു കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് റിസർച്ച് ഡിസൈൻ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒബ്സർവേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്, റിസൾട്ടിനെ കൃത്യമായിട്ട് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് റിസർച്ച് ഡിസൈൻസ് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അടുത്തൊരു ചോദ്യമാണ് എക്സ്പ്ലെയിൻ ദ കണ്ടന്റ്സ് ഓഫ് റിസർച്ച് ഡിസൈൻ. ഒരു റിസർച്ച് ഡിസൈനിന്റെ കണ്ടന്റ് എന്തൊക്കെയാണ്, അതിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? റിസർച്ച് ഡിസൈൻ ആട്ടോ, റിസർച്ച് ഡിസൈനിന്റെ കണ്ടന്റുകളാ ചോദിച്ച്. അതിലൊന്ന് ഇൻട്രൊഡക്ഷൻ വരണം, അഥവാ ടോട്ടൽ ആ പ്രോബ്ലത്തെ കുറിച്ചുള്ള ഒരു വിശദീകരണം ഉണ്ടാവണം. പിന്നെ രണ്ടാമത്തെ റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ, എന്താ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഇനി പറയുന്നില്ല. മൂന്നാമത്തെ ഒബ്ജക്റ്റീവ്സ്, അല്ലെ, അത് ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ടൈപ്സ് ഓഫ് റിസർച്ച്, ഏത് തരത്തിലുള്ള റിസർച്ച് ആണെന്നുള്ളത് കൃത്യമായിട്ട് പറയണം. സാമ്പിളിംഗ് ഡിസൈൻ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. പിന്നെ ഏതൊക്കെ ഡാറ്റ കളക്ഷൻ മെത്തേഡുകളാണ് നമ്മൾ യൂസ് ചെയ്തത്, ക്വസ്റ്റ്യനർ ആണോ, അതുപോലെ സർവേ ആണോ, ഇന്റർവ്യൂ ആണോ, അല്ലെ, ഷെഡ്യൂൾ ആണോ, അതൊക്കെ കറക്റ്റ് അവിടെ പറയണം. പിന്നെ കിട്ടിയ ഡാറ്റകളെ എങ്ങനെയാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത് എന്ന് വിശദീകരിക്കണം. അതുപോലെ തന്നെ എത്ര സമയം എടുക്കും, എത്ര കോസ്റ്റ് വരും എന്നുള്ളത് കറക്റ്റ് പറയണം. ലിമിറ്റേഷൻസ് ഉണ്ടെങ്കിൽ അത് വിശദീകരിക്കണം. അതുപോലെ തന്നെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഔട്ട്കം എന്താണ്, റിസൾട്ട് എന്താണെന്നുള്ളത് കറക്റ്റ് ആയിട്ട് സ്പെസിഫൈ ചെയ്യണം. അടുത്തൊരു ചോദ്യം, എന്താണ് സ്കെയിലിംഗ്? അതുപോലെ തന്നെ ഡിഫറെന്റ് സ്കെയിലിംഗ് മെത്തേഡുകൾ ഏതൊക്കെയാണ്? ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. നോമിനല്, ഓർഡിനല്, ഇന്റർവെല്, റേഷ്യോ, ഇത് നാല് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് അല്ലെ, 5 മാർക്കിന്റെ ഭാഗത്ത്. ഇനി അടുത്തത് ലിക്വിഡ് സ്കെയിൽ, ഇതും മറ്റൊരു സ്കെയിലിംഗ് മെത്തേഡ് ആണ്. അതുപോലെ ടെസ്റ്റോൺ സ്കെയിലും അതുപോലെ എഡ്മാൻ സ്കെയിലും ഒക്കെ കേട്ടോ. 10 മാർക്കിന് വെക്കുകയാണെങ്കിൽ 4 മാത്രം പോരാ, ഇതും കൂടെ എക്സ്ട്രാ ആഡ് ചെയ്തിട്ട് ചെയ്യാം. ഇതൊക്കെ എന്താ പറയുന്നത്, നമ്മുടെ ഡാറ്റകളെ കൃത്യമായിട്ട് അനലൈസ് ചെയ്യാനുള്ള, മെഷർ ചെയ്യാനുള്ള സ്കെയിലിംഗ് ടെക്നിക്സ് ആണ് എന്ന് പറയാം കേട്ടോ. അടുത്തൊരു ചോദ്യം, എക്സ്പ്ലെയിൻ ദ മെറിറ്റ് ആൻഡ് ഡിമെറിറ്റ് ഓഫ് ഒബ്സർവേഷൻ മെത്തേഡ് ഓഫ് പ്രൈമറി ഡാറ്റ കളക്ഷൻ. പ്രൈമറി ഡാറ്റ കളക്ഷന്റെ മെറിറ്റും ഡിമെറിറ്റാണ് ചോദിച്ചത്. അതിൽ മെറിറ്റുകൾ നോക്കിയേ, സിമ്പിൾ ആണ്, അതുപോലെ ഡയറക്റ്റ് മെത്തേഡ് ആണ്, പിന്നെ പ്രൊവൈഡ് റിയൽ ആൻഡ് അക്യുറേറ്റ് ഇൻഫർമേഷൻ, കൃത്യമായിട്ടുള്ള ഡാറ്റാസ് നമുക്ക് തരുന്നതാണ്. ദെൻ അതുപോലെ തന്നെ ഒരു ടോപ്പിക്കിന്റെ നാച്ചുറൽ ബിഹേവിയറിനെ കൃത്യമായിട്ട് പഠിക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. നോ നീഡ് ഫോർ റെസ്പോണ്ടന്റ് ആക്റ്റീവ് കോർപ്പറേഷൻ, നമ്മുടെ റെസ്പോണ്ടന്റിന്റെ ഒരു കോർപ്പറേഷൻ പലപ്പോഴും ഇതിന് ആവശ്യമായിട്ട് വരുന്നില്ല, എന്നാൽ നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ ഹെൽപ്പ് വെൻ പീപ്പിൾ കനോട്ട് എക്സ്പ്രസ് ദയർ വ്യൂ ക്ലിയർലി, അവരുടെ വ്യൂ പോയിന്റുകൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു സ്റ്റഡി ചെയ്യാൻ പറ്റും. അതുപോലെ റെഡ്യൂസസ് ചാൻസ് ഓഫ് ബയാസ് ഇൻ റെസ്പോൺസസ്, ബയാസുകൾ അഥവാ ഒരാളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുന്ന കാര്യങ്ങളൊന്നും ഇവിടെ വരാൻ സാധ്യതയല്ല. ഗിവ് ക്വിക്ക് ആൻഡ് റിയലിസ്റ്റിക് അണ്ടർസ്റ്റാൻഡിങ് സിറ്റുവേഷൻസിന് കൃത്യമായിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഞാൻ ഡിമെറിറ്റ്, ടൈം കൺസ്യൂമിങ് ആണ് അല്ലെ, കുറെ സമയം ചെലവഴിക്കുന്നതാണ്. ഒബ്സർവർ പേഴ്സണൽ ബയസ് മേ ബി അഫക്ട് റിസൾട്ട്, ആരാണോ ഈ റിസർച്ച് ചെയ്യുന്നത് അയാളുമായി ബന്ധപ്പെട്ട ബയാസ്, അയാളുടെ ഇഷ്ടങ്ങളും താല്പര്യങ്ങളും ഒക്കെ റിസൾട്ടിനെ അഫക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. സം ആക്ടിവിറ്റീസ് കനോട്ട് ഒബ്സർവ്ഡ് ഡയറക്ട്ലി, ചില കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്യാൻ സാധിക്കുന്നതല്ല. അതുപോലെ ഓൺലി വിസിബിൾ ബിഹേവിയർ ക്യാൻ ബി റെക്കോർഡഡ്, നോട്ട് ഒപ്പീനിയൻ ഓർ ഫീലിംഗ്സ്, പുറമെ കാണുന്നത് മാത്രമേ നമ്മൾ ഇവിടെ റെക്കോർഡ് ചെയ്യുന്നുള്ളൂ, അവരുടെ ഉള്ളിൽ എന്താന്നുള്ളത് അല്ലെ, അവരുടെ ഫീലിംഗ്സ് എന്താന്നുള്ളത് നമുക്ക് അറിയാൻ കഴിയൂല. പിന്നെ ഡിഫിക്കൽട്ട് ടു ഒബ്സർവ്, പലപ്പോഴും ലാർജ് ഗ്രൂപ്പുകളാണെങ്കിൽ അവരെ ഒബ്സർവ് ചെയ്യൽ ഹെവി ടാസ്ക് ആണ്, ഡിഫിക്കൽട്ട് ആണ്. നോട്ട് സ്യൂട്ടബിൾ ഫോർ കോൺഫിഡൻഷ്യൽ ഓർ പ്രൈവറ്റ് ബിഹേവിയർ, ഒരു കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള വളരെ രഹസ്യ സ്വഭാവമുള്ള കാര്യങ്ങൾക്കൊന്നും ഈ ഒരു മെത്തേഡ് അപ്ലിക്കബിൾ അല്ല. അതുപോലെ നല്ല സ്കിൽഡ് ട്രെയിൻഡ് ഒബ്സർവേഴ്സിന് അത് ആവശ്യമാണ്. ആർക്കെങ്കിലും പോയിട്ട് ഒബ്സർവ് ചെയ്താൽ കൃത്യമായിട്ട് റിസൾട്ട് കിട്ടൂല, നല്ല സ്കിൽഡ് ആയിട്ടുള്ള ആളുകൾ അത്യാവശ്യമാണ്. അടുത്തൊരു ചോദ്യമാണ് വാട്ട് ഡാറ്റ പ്രോസസ്സിംഗ്, നമ്മുടെ കയ്യിൽ കിട്ടിയ ഡാറ്റകളെ പ്രോസസ്സ് ചെയ്യുക അഥവാ അതിന് അടുത്ത സ്റ്റേജിലേക്ക് കൊണ്ടുപോവുക, അതാണ് ഡാറ്റ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. അതിന്റെ കോമ്പണൻസ് എന്തൊക്കെയാണ് നോക്കാം. ഡാറ്റ പ്രോസസ്സിംഗ് മീൻസ് കൺവേർട്ടിംഗ് റോ ഡാറ്റ ഇൻടു മീനിങ്ഫുൾ ഇൻഫർമേഷൻ. റോ ഡാറ്റ പറഞ്ഞാലേ നമുക്ക് കളക്ട് ചെയ്തിട്ട് കിട്ടിയ ഡാറ്റയാണ് റോ ഡാറ്റ അറിഞ്ഞോ. അപ്പൊ നമ്മൾ ജസ്റ്റ് കളക്ട് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന ഡാറ്റ ഉണ്ടല്ലോ, ആ ഡാറ്റയാണ് റോ ഡാറ്റ എന്ന് പറയുന്നത്. അതിന് എങ്ങോട്ട് മാറ്റുക, ഇൻടു മീനിങ്ഫുൾ ഇൻഫർമേഷൻ, ഒരു മീനിങ്ഫുൾ ഇൻഫർമേഷൻസിലേക്ക് മാറ്റുന്നതിനെ, കൺവേർട്ട് ചെയ്യുന്നതിനെയാണ്
ഡാറ്റ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ആ കിട്ടിയ ഡാറ്റ വെച്ച് കറക്റ്റ് ഒരു ഡിസിഷൻസിലേക്ക് പോകാൻ നമ്മളെ സഹായിക്കുന്ന ഒരു കാര്യമാണ് ഡാറ്റ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത് കേട്ടോ. ഇറ്റ് എൻഷുർ അക്യുറസി ആൻഡ് ക്ലാരിറ്റി ഇൻ റിസർച്ച് ഫൈൻഡിങ്സ്. ഡാറ്റ പ്രോസസ്സിംഗിലൂടെ നമ്മുടെ റിസർച്ചുമായി ബന്ധപ്പെട്ട ഒരു ക്ലാരിറ്റിയും ഒരു അക്യുറസിയും നമുക്ക് നേടിയെടുക്കാൻ പറ്റും കേട്ടോ. ഇനി അടുത്തത് എന്തൊക്കെയാണ് ഡാറ്റ പ്രോസസ്സിംഗിന്റെ കോമ്പണൻസ്? ആദ്യം കിട്ടിയ ഡാറ്റ നമ്മൾ എന്ത് ചെയ്യും? എഡിറ്റിംഗ് ചെയ്യും അല്ലെ. എഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? എന്തെങ്കിലും എറേഴ്സ് ഉണ്ടോ, പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കും. പിന്നെ അതിന് ചെയ്യുന്ന പണിയാണ് കോഡിങ് കേട്ടോ. കോഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? അസൈനിങ് നമ്പേഴ്സ് ഓർ സിമ്പിൾസ്. നമുക്ക് കിട്ടിയിട്ടുള്ള ഡാറ്റ വെച്ചിട്ട് അതിന് നമ്പറുകളും സിമ്പിളുകളും കൊടുക്കും. എന്തിനാ? ഈസി അനാലിസിസ്, കൃത്യമായിട്ട് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, സിമ്പിൾ ആയിട്ട് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്പറുകളും സിമ്പിൾസും കൊടുക്കും. അടുത്തത് ഡാറ്റനെ ക്ലാസിഫിക്കേഷൻ ചെയ്യും അഥവാ ഗ്രൂപ്പിംഗ് ചെയ്യും. എങ്ങനെ? സിമിലർ ഡാറ്റ ടുഗദർ, ഒരേപോലത്തെ ഡാറ്റകളൊക്കെ ഒരുമിച്ച് നമ്മൾ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കും. ഓക്കെ, അതാണ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. അടുത്തത് ടാബുലേഷൻ അഥവാ ടേബിൾ ആക്കി മാറ്റുക, ഡാറ്റകളെ ടേബിൾ ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യും. അതുപോലെ സമ്മറൈസേഷൻ, അതിനെ ഡാറ്റകളെ ഒരു ടോട്ടൽ ആക്കിയിട്ട് കൺക്ലൂഡ് ആക്കിയിട്ട് ചെറുതാക്കിയിട്ട് മാറ്റും. ഷോർട്ട് ക്ലിയർ ഫോം സമ്മറൈസ് ചെയ്യുക. അതുപോലെ തന്നെ ഡാറ്റകളെ അനലൈസ് ചെയ്യുക. എങ്ങനെ? സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസുകൾ യൂസ് ചെയ്തിട്ട് അനലൈസ് ചെയ്യുക. ഇതൊക്കെ നമ്മൾ ചെയ്യുന്ന കേട്ടോ. ഡാറ്റ നമ്മുടെ കൈ കിട്ടിയാൽ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. ഓക്കെ, അടുത്തത് ഇന്റർപ്രിട്ടേഷൻ അഥവാ ഡാറ്റകളെ കൺക്ലൂഷനിലേക്ക്, ഇന്റർപ്രിട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഫൈനൽ കൺക്ലൂഷനിലേക്ക് നമ്മൾ എത്തുന്നതാണ് ഇന്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതൊക്കെ ഡാറ്റ പ്രോസസ്സിംഗിന്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് കേട്ടോ. അതൊന്ന് മനസ്സിലാക്കി വെക്കുക. അടുത്തത് എന്താണ് റിസർച്ച് റിപ്പോർട്ട്, അതുപോലെ തന്നെ ടൈപ്സ് ഓഫ് റിപ്പോർട്ടുകൾ ഏതൊക്കെയാണ്? ആദ്യമായിട്ട് റിസർച്ച് റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഒരു റിട്ടൺ ഡോക്യുമെന്റ് പ്രസന്റിംഗ് ദ റിസൾട്ട്സ് ഓഫ് സ്റ്റഡി. നമ്മൾ റിസർച്ച് ഒക്കെ കുറെ ചെയ്തു അല്ലെ, കുറെ സമയവും കോസ്റ്റും ഒക്കെ ചെലവഴിച്ച് കുറെ റിസ്ക് എടുത്ത് എഫേർട്ട് എടുത്ത് നമ്മൾ റിസർച്ച് ചെയ്തു. ആ ചെയ്ത റിസർച്ചിനെ പ്രസന്റ് ചെയ്യുന്നതിനെയാണ് അല്ലെ, ആ ചെയ്ത റിസർച്ചിനെ റിട്ടൺ ആയിട്ട് കൊടുക്കുന്നതിനെയാണ് റിസർച്ച് റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ആ റിപ്പോർട്ടിലാണ് ആ റിസർച്ചിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും കൃത്യമായിട്ട് ഉണ്ടായിരിക്കുക അല്ലെ. ആ റിപ്പോർട്ട് വായിച്ചാലാണ് അയാൾ എടുത്ത എഫേർട്ടുകളൊക്കെ മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ പറ്റുക. ഇനി ഏതൊക്കെ തരത്തിലുള്ള റിപ്പോർട്ട് ഉണ്ടോന്ന്? ടെക്നിക്കൽ റിപ്പോർട്ട് അഥവാ റിട്ടൺ ഫോർ എക്സ്പേർട്ട്, എക്സ്പേർട്ടുകൾ എഴുതി തയ്യാറാക്കുന്നതാണ് ടെക്നിക്കൽ റിപ്പോർട്ട് എന്ന് പറയുന്നത് കേട്ടോ. ദെൻ അടുത്തത് പോപ്പുലർ റിപ്പോർട്ട്, റിട്ടൺ ഫോർ ജനറൽ റീഡേഴ്സ്. നോർമൽ ആയിട്ട് ഉള്ള ആളുകൾ അഥവാ എക്സ്പേർട്ടുകളൊന്നല്ല, സാധാരണ റീഡേഴ്സ് തയ്യാറാക്കുന്ന റിപ്പോർട്ടുകളാണ് പോപ്പുലർ റിപ്പോർട്ട് എന്ന് പറയുന്നത്. അതുപോലെ സമ്മറി റിപ്പോർട്ട്, സമ്മറി എന്നുള്ളതിന്റെ അർത്ഥം തന്നെ എന്താ? ഒരു ഓവർവ്യൂ ഓഫ് ദ സ്റ്റഡി, നമ്മുടെ സ്റ്റഡിയുടെ ഒരു ടോട്ടൽ ഒരു ഓവർവ്യൂ നോക്കുന്നതാണ് സമ്മറി റിപ്പോർട്ട് എന്ന് പറയുന്നത്. അടുത്തത് റിസർച്ച് ആർട്ടിക്കിൾസ് അഥവാ പബ്ലിഷ്ഡ് ഇൻ ജേണൽസ്, ജേണലിലൊക്കെ പബ്ലിഷ് ചെയ്തിട്ടുള്ള കാര്യങ്ങളെയാണ് റിസർച്ച് ആർട്ടിക്കിൾസ് എന്ന് വിളിക്കുന്നത് കേട്ടോ. ഓക്കെ, അതുപോലെ തന്നെ റിപ്പോർട്ട് മേ ബി ഫോർമൽ ഓർ ഇൻഫോർമൽ. അപ്പോ ഫോർമൽ ആയിട്ട് കറക്റ്റ് സ്ട്രക്ചറിലൊക്കെ നമുക്ക് തയ്യാറാക്കാം, അതുപോലെ ഇൻഫോർമൽ ആയിട്ട് അങ്ങനെ സ്ട്രക്ചർ ഒന്നും ഇല്ലാണ്ട് നമുക്ക് റിപ്പോർട്ടുകൾ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് സാധിക്കാറുണ്ട് കേട്ടോ. അടുത്ത ഒരു ഇമ്പോർട്ടന്റ് ചോദ്യമാണ് ലേ ഔട്ട് ഓഫ് റിസർച്ച് റിപ്പോർട്ട്, അഥവാ എങ്ങനെയാണ് നമ്മൾ റിപ്പോർട്ട് തയ്യാറാക്കേണ്ടത്, അല്ലെങ്കിൽ അതിൽ ഉൾക്കൊള്ളേണ്ട പോയിന്റുകൾ എന്തൊക്കെയാണ്? ആദ്യമായിട്ട് തന്നെ ഒരു ടൈറ്റിൽ പേജ് വേണം കേട്ടോ. നമ്മൾ റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ ആദ്യമായിട്ട് വേണ്ടത് ഒരു ടൈറ്റിൽ പേജ്. ഇപ്പൊ നമ്മൾ റിസർച്ച് ചെയ്യാണ്, ആ റിസർച്ചിന് ഫസ്റ്റ് ആയിട്ട് വേണ്ടത് ടൈറ്റിൽ പേജ് ആണ്. എന്താ ഇപ്പൊ ടൈറ്റിൽ പേജിൽ ഉണ്ടാവുക? എന്താണ് ടോപ്പിക്, ഓഥർ നെയിം, ഇൻസ്റ്റിറ്റ്യൂഷൻ, ഡേറ്റ്. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഒരു ഉദാഹരണം കാണിച്ചു തരാം കേട്ടോ. അപ്പൊ ഞാൻ എംഫിലിന് ചെയ്ത എൻ്റെ ഒരു പ്രൊജക്റ്റ് ആണ്, അതിന്റെ ടൈറ്റിൽ പേജാണ് അപ്പൊ കാണിച്ചു തരുന്നത്. നോക്കിയേ, ഇതാണ് ഞാൻ ചെയ്തിട്ടുള്ള ടോപ്പിക്, എന്റെ റിസർച്ച് ടോപ്പിക് ഇതാണ് കേട്ടോ. അതാണ് ആദ്യമായിട്ട് വേണ്ടത്, ടോപ്പിക് വേണം. പിന്നെ ഞാൻ ആർക്ക് വേണ്ടിയിട്ടാണ് ഇത്, ആർക്കാ സബ്മിറ്റ് ചെയ്യുന്നത്? ഭാരതീയ യൂണിവേഴ്സിറ്റി, ആർക്കാണോ സബ്മിറ്റ് ചെയ്യുന്നത് അത് വേണം. ഏതാണ്, എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്? മാസ്റ്റർ ഇൻ ഫിലോസഫി ഇൻ കൊമേഴ്സ്, കൊമേഴ്സിൽ എംഫിലിന് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ആരാ ചെയ്തത്? ഇതെന്റെ പേര് മുഹമ്മദ് യാഫ്സി, കണ്ടോ ആരാ ചെയ്തത്? അതാണ് ഓദർ നമ്മൾ പറഞ്ഞത്. പിന്നെ ആര് ഗൈഡ്ഷിപ്പിലാണ് ചെയ്തത്? ഡോക്ടർ എസ് ആനന്ദ്, ഇദ്ദേഹത്തിന്റെ കീഴിലാണ് ഞാൻ എന്റെ റിസർച്ച് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി ഇദ്ദേഹത്തിന്റെ അഡ്രസ്സ് അസിസ്റ്റന്റ് പ്രൊഫസർ, ഇത് എന്റെ കോളേജാണ് JJ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് എന്ന് പറയും. പിന്നെ അതാ ലാസ്റ്റ് നമ്മൾ പറഞ്ഞു ഡേറ്റ്, ഇയർ, ഡേറ്റ് ഒക്കെ കറക്റ്റ് കൊടുക്കണം. ഇതാണ് ടൈറ്റിൽ പേജ് എന്ന് പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഇനി ഒന്നുകൂടെ നോക്കിയേ, ടൈറ്റിൽ പേജ് പറഞ്ഞാൽ എന്താ? അതിൽ നമ്മുടെ ടോപ്പിക്കിന്റെ ടൈറ്റിൽ ഉണ്ടാവണം, ഓദറിന്റെ പേരുണ്ടാവണം, ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാവണം, ഡേറ്റ് ഉണ്ടാവണം അല്ലെ, എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു പേജാണ് ആദ്യമായിട്ട് റിസർച്ച് റിപ്പോർട്ടിൽ ആവശ്യമായിട്ടുള്ളത്. പിന്നെ അടുത്തത് അക്നോളജ്മെന്റ്. അക്നോളജ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗൈഡിന്റെ അതുപോലെ തന്നെ ബാക്കിയുള്ളവർക്കൊക്കെ നമ്മളൊരു നന്ദി പറയുക അല്ലെ, അവർക്കൊക്കെ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കുക.
നമ്മളെ ഹെൽപ്പ് ചെയ്തതിന്, നമ്മളെ സഹായിച്ചതിനുള്ള ഒരു നന്ദി അറിയിച്ചുകൊണ്ടുള്ള ഒരു പേജും നമ്മുടെ റിപ്പോർട്ടിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ ടേബിൾ ഓഫ് കണ്ടന്റ്, നമ്മളൊരു ഉള്ളടക്കം എന്നൊക്കെ പറയാറുണ്ടല്ലോ അല്ലെ, എന്തൊക്കെയാണ് റിസർച്ചിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്, ഏതൊക്കെ കാര്യങ്ങളാണ് ഇതിൽ വരുന്നത് എന്ന് കാണിക്കുന്ന ഒരു ടേബിൾ ഓഫ് കണ്ടന്റ് ഉണ്ടാവണം. അതുപോലെ റിസർച്ചിന് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്തിരിക്കണം, കൃത്യമായിട്ട് ഒരു ഇൻട്രൊഡക്ഷൻ ഉണ്ടാവണം. അതുപോലെ റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. മെത്തഡോളജി മീൻസ് റിസർച്ച് മെത്തഡോളജി കേട്ടോ, അതെന്താ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഡാറ്റ അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ, ഡാറ്റകൾ കളക്ട് ചെയ്തതും അതിനെ ടാബുലേഷൻ ചെയ്തതും അതിനെ ഇന്റർപ്രറ്റ് ചെയ്തതുമായുള്ള ഡാറ്റാസ് ഒക്കെ അതിലുണ്ടാവണം. പിന്നെ ഫൈൻഡിങ്സ് ആൻഡ് ഡിസ്കഷൻ, നമ്മൾ റിസർച്ചിൽ കിട്ടിയിട്ടുള്ള ഫൈൻഡിങ്സ് എന്തൊക്കെയാണ്, അതിന്റെ കൺക്ലൂഷൻ എന്തൊക്കെയാണ് കൃത്യമായിട്ട് നമ്മുടെ റിപ്പോർട്ടിൽ ഉണ്ടാവണം. അതുപോലെ എന്തെങ്കിലും സജഷൻസ്, റെക്കമെൻഡേഷൻസ് അല്ലെ, നമ്മൾ പറഞ്ഞിട്ടുള്ള റിസർച്ചിൽ നിന്ന് നമുക്ക് കിട്ടിയുള്ള കാര്യങ്ങൾ, റെക്കമെൻഡേഷൻസ് ഒക്കെ കൃത്യമായിട്ട് അതിൽ കൊടുക്കണം. ലാസ്റ്റ് ബിബ്ലിയോഗ്രഫി റെഫറൻസ്, എവിടുന്നൊക്കെയാണ് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്തിട്ടുള്ളത്, ബുക്സുകൾ, ജേർണൽസ്, ന്യൂസ് പേപ്പർ അല്ലെ, അതൊക്കെ കൃത്യമായിട്ട് അതിൽ കൊടുത്തിരിക്കണം. ദെൻ അപ്പൻഡിസ്, അതുപോലെ നമ്മുടെ ക്വസ്റ്റ്യനർ ഒക്കെ ഉണ്ടല്ലോ, അതുപോലെ ചാർട്ടുകൾ, ടേബിളുകൾ, അങ്ങനെ എവിടുന്നൊക്കെയാണ് ഏതൊക്കെ മെത്തഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഡാറ്റ ഒക്കെ കളക്ട് ചെയ്തിട്ടുള്ളത്, ആ ഡീറ്റെയിൽസും നിർബന്ധമായിട്ടും കൊടുത്തിരിക്കണം. അപ്പൊ ഇത്രയാണ് റിസർച്ച് റിപ്പോർട്ടിന്റെ ലേഔട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും നന്നായിട്ട് നോക്കുക. അപ്പൊ ഏകദേശം ഒരു എല്ലാ ഭാഗവും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഇതിൽ നിന്ന് തന്നെ ആയിരിക്കും പകുതിയിലധികം ചോദ്യങ്ങൾ നിങ്ങൾക്ക് എക്സാം ചോദിക്കുക. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.